പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം. PSC ഇൻഫ്ലുവൻസറിൻ്റെ പുതിയ ഒരു കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ നേരത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു 2024, 23, 22 3 വർഷങ്ങളിലെയും കേരള PSC ബുള്ളറ്റിനിലുള്ള പ്രധാനപ്പെട്ട ആനുകാലിക സംഭവങ്ങളുമായി ബന്ധപ്പെട്ട 5 വീഡിയോ ക്ലാസ് പബ്ലിഷ് ചെയ്യും എന്ന് ഉറപ്പ് നിങ്ങളോട് പറഞ്ഞിരുന്നു. ആ ഉറപ്പ് പാലിക്കുകയാണ്. രണ്ടാമത്തെ ക്ലാസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ രണ്ടാമത്തെ ക്ലാസ്സിൽ മാക്സിമം ടോപ്പിക്, അതായത് ഏത് ടോപ്പിക് ആയിക്കോട്ടെ ആ ടോപ്പിക്കുകളെല്ലാം കവർ ചെയ്യും. ഈ ടോപ്പിക് കവർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ടെലഗ്രാം ഗ്രൂപ്പിൽ, PSC ഇൻഫ്ലുവൻസറിൻ്റെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഇതിൻ്റെ എല്ലാം PDF നോട്ടും അതിൻ്റെ പോൾ എക്സാമും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കൃത്യമായിട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. വരാൻ പോകുന്ന മുഴുവൻ മത്സര പരീക്ഷകളിലും ഉന്നത റാങ്ക് നിങ്ങൾക്കുണ്ടാകട്ടെ. കറണ്ട് അഫയേഴ്സിൽ നിന്ന് മുഴുവൻ മാർക്കും നിങ്ങൾ കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമ്മൾ നേരെ പ്രധാനപ്പെട്ട കണ്ടന്റിലേക്ക് പോവുകയാണ്. കണ്ടന്റ് നമ്മൾ എല്ലാ ക്ലാസ്സിലും പറയുന്ന കാര്യം തന്നെയാണ്. കറണ്ട് അഫയേഴ്സ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആദ്യം തന്നെ ഡിസ്കസ് ചെയ്യുന്ന ഏരിയ AI എന്നറിയപ്പെടുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നറിയപ്പെടുന്ന ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും അതിന്റെ കണ്ടന്റുമാണ് ആദ്യത്തെ ഒരു സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ക്ലാസിന്റെ PDF നോട്ട് PSC ഇൻഫ്ലുവൻസറിന്റെ ടെലഗ്രാം കൂട്ടായ്മയിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതായത് ആ വീഡിയോ ലിങ്കിന്റെ താഴെ തന്നെ ഈ നോട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ദെൻ അടുത്ത വീഡിയോ ടോപ്പിക്ക് നിങ്ങൾ കമന്റ് ചെയ്യണം. അതായത് ഞാൻ പറഞ്ഞ ടോപ്പിക്ക് എനിക്ക് ഓർമ്മയുണ്ട്, 5 കറണ്ട് അഫയേഴ്സ് ക്ലാസ് കൊണ്ട് ടോപ്പിക്കുകളെല്ലാം തീർക്കുന്ന രീതിയിൽ നമ്മൾ PSC ബുള്ളറ്റിൻ അപ്ലോഡ് ചെയ്യും. രണ്ടാമത്തെ ക്ലാസ് ആണ് ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത്. ഇനി 3, 4, 5 ക്ലാസ്സുകൾ കൂടി 2022, 23, 24 കറണ്ട് അഫയേഴ്സിന്റെ PSC ബുള്ളറ്റിനിലെയും മറ്റ് ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിലെ എല്ലാ കണ്ടന്റും ഉൾപ്പെടുത്തിയാണ് ഈ 5 ക്ലാസ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അടുത്ത വീഡിയോ ടോപ്പിക്, അതായത് അടുത്ത ടോപ്പിക് കേരള ഹിസ്റ്ററി ആണെങ്കിൽ അങ്ങനെ, അതല്ല കേരള നവോത്ഥാനം, ഇന്ത്യൻ ഹിസ്റ്ററി, അങ്ങനെ ഏത് ടോപ്പിക്കും നിങ്ങൾ കമന്റ് ചെയ്യാം. ആ ടോപ്പിക്ക് നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട്, അടുത്തൊരു വേറൊരു സെക്ഷനായിട്ട് ഡിസ്കസ് ചെയ്യും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 1 ലക്ഷം പോൾ വർക്കൗട്ടിന്റെ ഒരു ചലഞ്ച് നമ്മുടെ ടെലഗ്രാം കൂട്ടായ്മയിൽ, ടെലഗ്രാം ഗ്രൂപ്പിലുണ്ട്. ഒന്നുമില്ല, എല്ലാ ദിവസവും ഓരോ ടോപ്പിക്ക് ബേസ് ചെയ്ത് ഏകദേശം 67ഓളം പോൾ ചലഞ്ച് ഇതുവരെ ഈ നിമിഷം വരെ കഴിഞ്ഞിരിക്കുകയാണ്. അതായത് 63 ദിവസമാണ് നമ്മൾ ഈ 63 പോൾ വർക്കൗട്ട് ചലഞ്ച് തീർത്തത്. ഒരു ടോപ്പിക്ക് തരും. അപ്പൊ അതിനകത്ത് ചിലപ്പം പോക്സോയുമായി ബന്ധപ്പെട്ട ഏരിയ ആയിരിക്കാം, അല്ലെങ്കിൽ വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട ഏരിയ ആയിരിക്കാം. ഇപ്പൊ പ്രീതി സുധനുമായി ബന്ധപ്പെട്ട് UPSCയുമായി ബന്ധപ്പെട്ട് ഏറ്റവും ലേറ്റസ്റ്റ് കണ്ടന്റ് പോൾ വർക്കൗട്ട് ചെയ്യും. ഈ പോൾ വർക്കൗട്ട് എന്ന് പറയുമ്പോൾ അറിയാലോ, ഒരു ക്വസ്റ്റ്യനും 4 ഓപ്ഷനും, ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യനും 4 സ്റ്റേറ്റ്മെന്റും ആയിരിക്കും. അതിൽ ഏതാണോ നിങ്ങൾക്ക് ശരിയും തോന്നുന്നത് അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് എൻ്റർ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ശരിയാണെങ്കിൽ ശരി എന്ന് അതിനകത്ത് തന്നെ കാണും, തെറ്റാണെങ്കിൽ അതിന്റെ ശരിത്തരവും നിങ്ങൾ എഴുതിയത് തെറ്റാണോ എന്ന് മെൻഷൻ ചെയ്യുന്ന ടെലഗ്രാമിന്റെ ഒരു സാങ്കേതിക വിദ്യ ഉണ്ടല്ലോ. അതൊക്കെയാണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗപ്പെടുത്തുന്നത്. അപ്പൊ ഇതെല്ലാം നമ്മൾ തരുന്നത്, ഈ PDF നോട്ട് ആയിക്കോട്ടെ, പരീക്ഷ ആയിക്കോട്ടെ, ഈ വീഡിയോ ക്ലാസ് ആയിക്കോട്ടെ, ഡെയിലി അപ്ലോഡ് ചെയ്യുന്ന ലൈവ് ക്ലാസ് ആയിക്കോട്ടെ, ഇതെല്ലാം സൗജന്യമായിട്ടാണ് തരുന്നത്. ഒരു തരത്തിലുമുള്ള പേയ്മെന്റും ഇതിൽ ഈടാക്കുന്നില്ല. അപ്പൊ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. നമ്മൾ നേരെ കണ്ടന്റിലേക്ക് പോവുകയാണ്. ആദ്യം തന്നെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം, കേരളത്തിൽ ആദ്യത്തെ നിർമ്മിത ബുദ്ധി അധ്യാപിക, കേരളത്തിൽ ആദ്യത്തെ നിർമ്മിത ബുദ്ധി അധ്യാപിക എന്നാണ് ചോദ്യം. ഓപ്ഷൻ കൊടുത്തേപ്പോണ്ട് ഞാൻ ഓപ്ഷൻ വായിക്കുന്നില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ആൻസർ അറിയാവുന്നതായിരിക്കാം, ചിലപ്പോൾ അറിയാൻ വയ്യാത്തതായിരിക്കാം. ഓപ്ഷൻ എ എങ്കിലും വായിക്കുന്നു. ഐറിസ് ആണ് ഓപ്ഷൻ എ. ഓപ്ഷൻ ബി ഡെവിൻ, ഓപ്ഷൻ സി ദേവിക, ഓപ്ഷൻ ഡി ജെമിനി. ഈ 4 ഓപ്ഷൻ കാണുമ്പോൾ നമ്മളെ തന്നെ കുഴപ്പിച്ച് കളയും. കാരണം എന്താണെന്നറിയോ, നമ്മൾ ഈ 4 കണ്ടന്റും വായിച്ചിട്ടുണ്ട്. ഇപ്പൊ ഒരു കണ്ടന്റ് മാത്രമേ അറിയാവൂ, ബാക്കിയുള്ള 3 കണ്ടന്റ് നമ്മുടെ ജീവിതത്തിലേ കണ്ടിട്ടില്ല എങ്കിൽ നമ്മൾ എഴുതുന്ന എല്ലാ ശരികളായിരിക്കും. ഓക്കെ, ഈ 4 ഓപ്ഷനും നമ്മൾ വായിച്ചിട്ടുണ്ട്. ഐറിസിന് പ്രത്യേകതയുണ്ട് AI-യുമായി ബന്ധപ്പെട്ട്, ഡെവിന് പ്രത്യേകതയുണ്ട് AI-യുമായി ബന്ധപ്പെട്ട്, ദേവിയയ്ക്ക് പ്രത്യേകതയുണ്ട്, ജെമിനിക്ക് പ്രത്യേകതയുണ്ട്. അപ്പൊ ഇതിൽ ആൻസറിലേക്കാണ് നമുക്ക് പോകേണ്ടത്. കേരളത്തിൽ ആദ്യത്തെ നിർമ്മിത ബുദ്ധി അധ്യാപിക എന്നറിയപ്പെടുന്നത് ആൻസറായിട്ട് വരേണ്ടത് ഓപ്ഷൻ എ ഐറിസ് ആണ്. അപ്പൊ ചില ആളുകൾ വെറൈറ്റിക്ക് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ ഒരു കോമൺ സെൻസ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മളൊരു ധാർമ്മിക ഒരു ധാരണയുണ്ട്, ആ ധാരണ പ്രകാരം നമ്മൾ നോക്കുമ്പോൾ ഇതിൽ കേരള അല്ലെങ്കിൽ മലയാളിയുമായി ബന്ധമുള്ള, അല്ലെങ്കിൽ മലയാളി പദവുമായി ബന്ധമുള്ള സാധ്യതയുള്ളത് ഐറിസ് വരാൻ സാധ്യതയില്ല, ഡെവിൻ വരാൻ സാധ്യതയില്ല എന്ന് കരുതി നമ്മൾ ദേവിക എഴുതി കളയരുത്. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം, ഞാനൊരു പരീക്ഷ എഴുതുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണ്, ഒരു തുടക്കക്കാരനാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും എഴുതാൻ പോകാൻ ഉദ്ദേശിക്കുന്നത് ദേവിക തന്നെയായിരിക്കും. കാരണം മലയാളിത്തം ഉണ്ട് ദേവികയിൽ. ജെമിനിയിൽ ഒരു മലയാളിത്തമില്ല, ഡെവിനിലൊരു ഒരു പേരാണ് സംബന്ധിച്ചു, ഡെവിനിലൊരു മലയാളിത്തമില്ല, ഐറിസിലൊരു മലയാളിത്തമില്ല. ആൻസറായിട്ട് വരേണ്ടത് ഐറിസ് ആണ്. കേരളത്തിൽ ആദ്യത്തെ നിർമ്മിത ബുദ്ധി അധ്യാപികയുടെ പേര്, അല്ലെങ്കിൽ കേരളത്തിൽ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധ്യാപികയുടെ പേര് ഐറിസ് എന്നാണ്. അപ്പൊ ഈ ഐറിസ് എന്നറിയപ്പെടുന്ന നിർമ്മിത ബുദ്ധി അധ്യാപികയെ അവതരിപ്പിച്ച ഒരു സ്കൂളുണ്ട്. അത് തിരുവനന്തപുരത്തെ കല്ലമ്പലത്തുള്ള സ്കൂളാണ്. അതൊന്ന് ഓർത്തു വെക്കുക. കേരളത്തിൽ ആദ്യത്തെ നിർമ്മിത ബുദ്ധി അധ്യാപികയുടെ പേര് ഐറിസ് എന്നാണ്. അപ്പൊ ഈ പറയുന്ന
ഡെവിൻ്റെ റിലേറ്റഡ് ഫാക്ട് പഠിക്കണം, ദേവികയുടെ റിലേറ്റഡ് ഫാക്ട് പഠിക്കണം, ജെമിനിയുടെ റിലേറ്റഡ് ഫാക്ട് പഠിക്കണം. ഈ കണ്ടന്റുകളെല്ലാം നമ്മൾ പഠിക്കണമല്ലോ. അതിലേക്കാണ് നമ്മൾ അടുത്തതായി പോകുന്നത്. ഉത്തരം നമ്മൾ പറഞ്ഞല്ലോ ഐറിസ് ആണ്. അതിന് കല്ലമ്പലം സ്കൂൾ, തിരുവനന്തപുരം ജില്ലയിലെ കല്ലമ്പലം സ്കൂളിലാണ് ഈ പറയുന്ന AI അധ്യാപികയുമായി ബന്ധപ്പെട്ട ആനുകാലിക ടേം ഉള്ളത്. ഓക്കെ, ദെൻ ഈ തിരുവനന്തപുരവുമായി ബന്ധപ്പെട്ട വല്ല ആനുകാലിക സംഭവങ്ങളുണ്ടോ? നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. തിരുവനന്തപുരം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട പ്രത്യേകതയുണ്ട്. UN ഷാങ്ഹായുമായി ബന്ധപ്പെട്ട് ഷാങ്ഹായ് കോർപ്പറേഷൻ നൽകുന്ന ഏറ്റവും പരമപ്രധാനമായ ഒരു പുരസ്കാരമുണ്ട്. ആ പുരസ്കാരം ഇന്ത്യയിൽ തന്നെ ആദ്യമായി കിട്ടുന്ന ഒരു നഗരസഭയുണ്ട്. അത് തിരുവനന്തപുരം നഗരസഭയാണ്. ഫസ്റ്റ് ക്ലാസ്സിൽ ആര്യ രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകളെയും, കേരളത്തിലെ എത്ര കോർപ്പറേഷൻ ഉണ്ട് ആ 6 കോർപ്പറേഷനുകളുടെ എണ്ണം, കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആപ്പ്, അതായത് വാർഡ് വിഭജനത്തിന് വേണ്ടി നിലവിൽ വന്ന ആപ്പ് ഉൾപ്പെടെയുള്ള കണ്ടന്റ് ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ അതൊന്ന് ഓർത്തു വെക്കുക. നമുക്ക് വേണ്ടത് തിരുവനന്തപുരം ജില്ലയിലെ കല്ലമ്പലം സ്കൂളിലാണ് ഐറിസ് എന്ന AI അധ്യാപികയെ അവതരിപ്പിച്ചത്. അതൊന്ന് ഓർത്തു വെക്കുക. ഓക്കെ, അപ്പൊ തിരുവനന്തപുരവുമായി ബന്ധപ്പെട്ട് ഒരു PYQ പറഞ്ഞോട്ടെ. തിരുവനന്തപുരവുമായി ബന്ധപ്പെട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, കേരളത്തിൽ ആദ്യത്തെ മെട്രോ നഗരം ഏത് എന്ന് ചോദിക്കും. അപ്പൊ ചില ആളുകൾ, ഇപ്പൊ ഞാൻ തുടക്കാരനാണ്, ഞാൻ പറഞ്ഞല്ലോ ഞാൻ തുടക്കാരനാണ് എങ്കിൽ ഞാൻ എന്ത് എഴുതൂ? എറണാകുളമേ എഴുതൂ. തെറ്റാണ്. കേരളത്തിൽ ആദ്യത്തെ മെട്രോ നഗരം എന്നറിയപ്പെടുന്നത് തിരുവനന്തപുരമാണ്. കാരണം ഓരോ പ്രദേശത്തെയും ജനസംഖ്യ അടിസ്ഥാനമാക്കി പട്ടണം, നഗരം, മെട്രോപൊളിറ്റൻ, മെഗാലോപോളിസ് എന്ന് തരംതിരിക്കും. 10ാം ക്ലാസ്സിലെ സ്കൂൾ ടെക്സാ. ഇതിനകത്ത് LP-UP പരീക്ഷയുടെ ചോദ്യം ഉണ്ടായിരുന്നു. അത് അവിടെ നിൽക്കട്ടെ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഓർത്തു വെക്കുക, കേരളത്തിൽ ആദ്യത്തെ മെട്രോ നഗരം ഏതാണ്? അത് തിരുവനന്തപുരമാണ്. കേരളത്തിൽ ആദ്യമായി മെട്രോ ട്രെയിൻ പദ്ധതി നിലവിൽ വന്നത് എവിടെയാണ്? അത് എറണാകുളം ജില്ലയിലാണ്. കേരളത്തിൽ ആദ്യമായിട്ട് എറണാകുളം ജില്ലയിലെ കൊച്ചിയിലാണ്. ഇന്ത്യയിൽ ആദ്യ ജലമെട്രോ സംവിധാനം നിലവിൽ വന്ന ഇവിടെയാണ്. അതും ഇവിടെ തന്നെ, കൊച്ചിയിൽ തന്നെ. അതും ഓർത്തു വെക്കുക. മെട്രോയുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ കാണും. 1ാം ഘട്ട പരീക്ഷയിൽ, 1ാം ഘട്ട LGS പരീക്ഷയിൽ ചോദിച്ചായിരുന്നു മെട്രോയുമായി ബന്ധപ്പെട്ട്. 2ാം ഘട്ട LGS പരീക്ഷയിൽ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അത് അവിടെ നിൽക്കട്ടെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ആൻസറിലേക്കാണ്. അതിൻ്റെയൊക്കെ PDF നോട്ട് നമ്മൾ പബ്ലിഷ് ചെയ്യും. അടുത്തത് ഡെവിനുമായി ബന്ധപ്പെട്ട്, ദേവികയുമായി ബന്ധപ്പെട്ട്, ബാക്കിയുള്ള 3 ഓപ്ഷൻ ആണല്ലോ. ജെമിനിയുമായി ബന്ധപ്പെട്ട 3 കാര്യങ്ങളെ ഇനി പറയാൻ പോകുന്നത്. ഒന്ന്, ലോകത്തിൽ ആദ്യത്തെ AI സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആരാണ്? അത് ഡെവിനാണ്. ലോകത്തിൽ ആദ്യത്തെ AI സോഫ്റ്റ്വെയർ എഞ്ചിനീയറിന്റെ പേര് ഡെവിനൻ എന്നാണ്. ഇന്ത്യയിൽ ആദ്യത്തെ AI സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആരാ? അത് ദേവിക. ഇന്ത്യയിലെ ആദ്യത്തെ AI സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ദേവികയും ലോകത്തിൽ ആദ്യത്തെ AI സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഡെവിനുമാണ്. അടുത്ത 2024 ജൂണിൽ ഗൂഗിൾ ഇന്ത്യയിൽ അവതരിപ്പിച്ച ജനറേറ്റീവ് AI ചാറ്റ് ബോട്ടിന്റെ പേര് ജെമിനി എന്നാണ്. 3 ആൻസർ. ഡെവിൻ വേറെ, ദേവിക വേറെ, ജെമിനി വേറെ. അപ്പൊ ചില ആളുകൾ കരുതും ഈ ക്ലാസ് മാത്രം കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പെട്ടെന്ന് വായിച്ചു പോകണ്ടേ. പെട്ടെന്ന് വായിച്ചു പോകാൻ വേണ്ടി ഇതിന്റെ എല്ലാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഈ പ്രധാനപ്പെട്ട ഏകദേശം 112ഓളം കണ്ടന്റ് ഉള്ള ഒരു PDF നോട്ട് AI എന്ന് പറഞ്ഞൊരു ഹെഡിങ്ങോടുകൂടി ടെലഗ്രാമിൽ കൊടുത്തിട്ടുണ്ട്. ദെൻ ഇന്ത്യയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കേന്ദ്രമന്ത്രിസഭയുമായി ബന്ധപ്പെട്ട PDF നോട്ട് 2024 പ്രധാനപ്പെട്ട ആനുകാലിക വിവരങ്ങൾ ചേർത്ത്, കേരളത്തിൽ നിന്നുള്ള 2 പ്രധാനപ്പെട്ട മലയാളി സഹമന്ത്രി സ്ഥാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഈ പറയുന്ന ആളുകളെ പറ്റിയുള്ള കാര്യങ്ങൾ, കേന്ദ്രമന്ത്രിസഭയുമായി ബന്ധപ്പെട്ട് അത്രയും പോർട്ട്ഫോളിയോ, 18ാം ലോക്സഭയെ പറ്റി, ആരാണ് കൂടുതൽ ഭൂരിപക്ഷം നേടിയത്, ആരാണ് കുറവ് ഭൂരിപക്ഷം നേടിയത്, അവിടെ 18ാം ലോക്സഭയിൽ നിന്ന് കേരളത്തിൽ നിന്ന് കുറവും കൂടുതലും നേടിയ ഭൂരിപക്ഷം ഉൾപ്പെടെയുള്ള കണ്ടന്റുകൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് PDF ആയി. അതായത് കേരളത്തിലെ പ്രധാനപ്പെട്ട ചലച്ചിത്ര പുരസ്കാരങ്ങൾ, ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ, പ്രധാനപ്പെട്ട സാഹിത്യ പുരസ്കാരങ്ങൾ, ഇൻഡെക്സുകൾ, ഓരോ ദിനങ്ങൾ, ഇതിൻ്റെ എല്ലാം ഓരോ സെപ്പറേറ്റ് PDF ആയിട്ട് ടെലഗ്രാം ഗ്രൂപ്പിൽ ഫയൽ ഓപ്ഷനിൽ കൊടുത്തേക്കൊണ്ട് ഏകദേശം 220ഓളം PDF ഇതുവരെ നമ്മൾ അപ്ലോഡ് ചെയ്തു. ആ 220 PDF നിങ്ങളൊന്ന് എടുത്ത് എന്ത് ചെയ്യുക, വായിച്ചു നോക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഈ ലോകത്തിൽ ആദ്യത്തെ AI സോഫ്റ്റ്വെയർ എഞ്ചിനീയറിന്റെ പേര് ഡെവിൻ എന്നാണെന്ന് ഓർത്തു വെക്കണം. ഇന്ത്യയിൽ ആദ്യത്തെ AI സോഫ്റ്റ്വെയർ എഞ്ചിനീയറിന്റെ പേര് ദേവിക എന്നാണ്. 2024 ജൂണിൽ ഗൂഗിൾ ഇന്ത്യയിൽ അവതരിപ്പിച്ച ജനറേറ്റീവ് AI ചാറ്റ് ബോട്ടിന്റെ പേര് ജെമിനി എന്നാണെന്ന് ഓർത്തു വെക്കണേ. അടുത്ത മറ്റൊരു ചോദ്യം, മുഴുവൻ അധ്യാപകർക്കും, ഇന്ത്യയിലെ ഒരു സംസ്ഥാനവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്, മുഴുവൻ അധ്യാപകർക്കും AI പരിശീലനം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പരിശീലനം ലഭിച്ച ഇന്ത്യയിൽ ആദ്യ സംസ്ഥാനത്തിന്റെ പേരേതാണ്? ഓപ്ഷൻ എ മഹാരാഷ്ട്ര, ഓപ്ഷൻ ബി കേരളം, ഓപ്ഷൻ സി തമിഴ്നാട്, ഓപ്ഷൻ ഡി ഗുജറാത്ത്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ 4 ഉത്തരത്തിൽ ഏതാകാനായിരിക്കും സാധ്യത? ഓക്കെ, ഓരോ ആൻസറിലേക്കും വരിക. ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ ബി കേരളമാണ്. മുഴുവൻ അധ്യാപകർക്കും
AI പരിശീലനം ലഭിച്ച ഇന്ത്യയിൽ ആദ്യ സംസ്ഥാനത്തിൻ്റെ പേര് അത് കേരളമെന്നാണ്. അപ്പം ചില ആളുകൾ മനസ്സിൽ വിചാരിക്കും മഹാരാഷ്ട്ര അല്ലയോ ഇന്ത്യയുടെ പവർ ഹൗസ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം മഹാരാഷ്ട്രയാണല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. മഹാരാഷ്ട്രയിലെ മുംബൈ ഒരു പ്രത്യേകത, ഒരു ചോദ്യമുണ്ട്. ഇന്ത്യയുടെ വ്യാവസായിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന, ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന മുംബൈക്ക് ഒരു പ്രത്യേകത, ഇന്ത്യയുടെ കോട്ടണോപോളിസ് എന്നറിയപ്പെടുന്നു. അതൊന്ന് ഓർത്തു വെക്കണം. അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ടത് കേരളവുമായി ബന്ധപ്പെട്ട ചോദ്യം. കേരളവുമായി ബന്ധപ്പെട്ട് ജല ബജറ്റ് പ്രത്യേകതയാണ്, പരിസ്ഥിതി ബജറ്റ് പ്രത്യേകതയാണ്. നമ്മൾ വരും ക്ലാസ്സിൽ കണ്ടന്റായിട്ട് ഡിസ്കസ് ചെയ്യും. ഓപ്ഷൻ സി നോക്കിയേ, തമിഴ്നാട്ടിലേക്ക് വരണം. തമിഴ്നാടുമായി ബന്ധപ്പെട്ട് നമുക്കറിയാവുന്നതാണ്. തമിഴ്നാടുമായി ബന്ധപ്പെട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ, അവിടെ ഒരു മുഖ്യമന്ത്രിയുണ്ട്, സ്റ്റാലിനാണ്. അതിന് ഉപമുഖ്യമന്ത്രിയുണ്ട്, അത് ഉദയനിധിയാണ്. അതൊക്കെ ഒന്ന് ഓർത്ത് വെക്ക്, നമുക്ക് വേണ്ട ചോദ്യത്തിലേക്കാണ്. ദെൻ ഡി ഓപ്ഷനിലേക്ക് വരണം, ഗുജറാത്ത്. ഗുജറാത്തുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എന്തൊക്കെയാ? ഇതിഹാസങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് ഗുജറാത്താണ്. സംസ്ഥാനത്തിന്റെ രൂപീകരണം മുതൽ സമ്പൂർണ്ണ മദ്യനിരോധനം നിലവിലുള്ള ഏക ഇന്ത്യൻ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അതിനുത്തരം ഏത് തന്നെ? ഗുജറാത്ത്. അപ്പൊ നമ്മുടെ ഈ ഉത്തരത്തിന് ആൻസറിലേക്ക്, അല്ലെങ്കിൽ മുഴുവൻ അധ്യാപകർക്കും പരിശീലനം ലഭിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം എന്ന ചോദ്യത്തിന് ഉത്തരം ഏതാണ്? അത് ഉത്തരം കേരളമാണ്. മറക്കരുത്. അപ്പൊ നമ്മൾ കേരളവുമായി ബന്ധപ്പെട്ട കണ്ടന്റ് പറഞ്ഞല്ലോ. ഇനി നമുക്ക് വേണ്ടത് ഇന്ത്യയുടെ AI തലസ്ഥാനം എന്ന് വിശേഷിപ്പിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ഹൈദരാബാദാണ്. ഒന്ന് ഓർത്തു വെച്ചാൽ മതി. AI ഇത്തിരി ഹൈ ആണെന്ന് ഓർത്തു വെക്കുക. ഇന്ത്യയുടെ AI തലസ്ഥാനം എവിടെയാണ്? അത് ഹൈദരാബാദാ. AI ഇത്തിരി ഹൈ ആണ്. ഹൈ അല്ലയോ? നമ്മളെല്ലാവരും കരുതുന്നതിനേക്കാൾ കൂടുതൽ ഹൈപ്പിലാണ് AI ഉള്ളത്. അപ്പോൾ ഇന്ത്യയുടെ AI തലസ്ഥാനം ഹൈദരാബാദിലാണ്. ഹാളിൽ കയറുമ്പം വേറെ ഏതെങ്കിലും ഒരു സ്ഥലം വരാതിരിക്കാൻ വേണ്ടി ഒരു ലോജിക്ക് പറഞ്ഞതേ ഉള്ളൂ. ഒരിക്കലും ഒരു കോഡൊന്നും അല്ല ഞാൻ പറഞ്ഞു തരുന്നത്, ഒന്ന് ഓർത്തു വെക്കണം. ഇനി ബിയാട്രിസ് എന്നറിയപ്പെടുന്ന അധ്യാപികയെ പറ്റി നമ്മൾ പഠിക്കണം. റേഡിയോ അക്ഷൻ എന്നറിയപ്പെടുന്ന റേഡിയോ ചാനലിനെ പറ്റി നിങ്ങൾ പഠിക്കണം. ഒന്ന്, കാഴ്ച പരിമിതി ഉള്ളവർക്കായിട്ടുള്ള ഇന്ത്യയിൽ ആദ്യത്തെ റേഡിയോ ചാനലിന്റെ പേര് റേഡിയോ അക്ഷ് എന്നാണ്. കാഴ്ച പരിമിതി ഉള്ളവർക്കായിട്ടുള്ള ഇന്ത്യയിൽ ആദ്യത്തെ റേഡിയോ ചാനലിന്റെ പേര് റേഡിയോ അക്ഷൻ എന്നാണ്. അപ്പൊ അതൊന്ന് ഓർത്തു വെക്കണേ. അപ്പൊ റേഡിയോയുമായി ബന്ധപ്പെട്ട് ഹരിവരാസനം എന്നറിയപ്പെടുന്ന ഒരു റേഡിയോ സംവിധാനം ഉണ്ട്, അറിയാവോ? തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഒരു സംരംഭം പോലെ, അല്ലെങ്കിൽ ഒരു പുതിയൊരു നൂതന ആശയം പോലെ ഒരു റേഡിയോ സംവിധാനം നിലവിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതിന്റെ പേരാണ് ഹരിവരാസനം. അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്, ഒന്ന് ഓർത്തു വെക്കുക. അപ്പൊ കാഴ്ചാ പരിമിതി ഉള്ളവർക്കായിട്ടുള്ള ഇന്ത്യയിൽ ആദ്യത്തെ റേഡിയോ ചാനലിന്റെ പേര് റേഡിയോ അക്ഷൻ എന്നാണ്. അതൊന്ന് ഓർത്തു വെക്കണം. ഇനി നമ്മൾ നേരത്തെ ഐറിസിന്റെ കാര്യം പറഞ്ഞല്ലോ. ഇതേ മോഡൽ കേരള PSC ചോദിക്കുന്ന മറ്റൊരു ചോദ്യമായിരിക്കാം, ലോകത്തിലെ ആദ്യത്തെ നിർമ്മിത ബുദ്ധി അധ്യാപികയുടെ പേര് ബിയാട്രിസ് എന്നാണ്. ലോകത്തിലെ ആദ്യത്തെ നിർമ്മിത ബുദ്ധി അധ്യാപികയുടെ പേരെന്താണ്? അത് ബിയാട്രിസ് എന്നാണ്. അതൊന്ന് ഓർത്തു വെക്കണം. ഓക്കെ, അപ്പൊ ഈ ക്ലാസിന്റെ PDF ഫയലും 10,000-ലധികം പോൾ ചോദ്യോത്തരങ്ങൾ സൗജന്യമായിട്ട് നമ്മുടെ ടെലഗ്രാം കൂട്ടായ്മയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. PSC ഇൻഫ്ലുവൻസറിന്റെ ഫ്രീ കണ്ടന്റ് ടെലഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾ ദയവ് ചെയ്തൊന്ന് ജോയിൻ ചെയ്യുക. കാരണം നിങ്ങളുടെ പരീക്ഷ എന്തും ആയിക്കോട്ടെ, അത് LGS ആയിക്കോട്ടെ, എന്നൊക്കെ ദയവ് ചെയ്തു എന്ന് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്യുന്നത് വേറൊന്നും കൊണ്ടല്ല. നിങ്ങൾ എഴുതാൻ പോകുന്ന മത്സര പരീക്ഷയിൽ ചിലപ്പോൾ 1 മാർക്ക്, ചിലപ്പോൾ 2 മാർക്ക് ഇതിനകത്ത് നിർണായകമായിട്ട് കിട്ടും. അതുകൊണ്ടാണ്. പിന്നെ പരീക്ഷ കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് തള്ളിയിട്ട് കാര്യമുണ്ടോ? പരീക്ഷ കഴിഞ്ഞിട്ട് ഞാൻ ഒരു തമ്പനയിലും സെറ്റ് ചെയ്ത് പറഞ്ഞേക്കുവാണ് ഞങ്ങൾ ചോദിച്ചെല്ലാം ചോദിച്ചു എന്ന് പറഞ്ഞാൽ അത് ഈ പറയുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഗുണകരമാകണ്ടേ? 1 മാർക്കെങ്കിലും നിങ്ങൾ ഗുണകരമായിട്ടെങ്കിലല്ലേ എനിക്ക് പറയാൻ പറ്റൂ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ചോദിച്ചു. അതല്ലാതെ ചുമ്മാ അതൊരു സുപ്രഭാതത്തിൽ ഞാൻ വന്ന് കുറച്ച് തള്ളി 90 മാർക്ക് ഞാൻ പറഞ്ഞു ചോദിച്ചു, അല്ലെങ്കിൽ 100 മാർക്ക് ഞാൻ പറഞ്ഞു ചോദിച്ചു എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഓരോ മാർക്കും നിർണായകമാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ഓരോരോ വിജയത്തിലേക്ക് എത്തുന്ന ഓരോ അഡ്വൈസ് ലെറ്റർ നിങ്ങളിലേക്ക് എത്താൻ സഹായിക്കുന്ന ഓരോരോ മാർക്കും നിർണായകമാണ്. അതുകൊണ്ട് തന്നെ എല്ലാം കൃത്യമായി വായിച്ചിട്ട് പോവുക. അതല്ലാതെ ഏറ്റവും മൂലയും ഒരു ടോപ്പിക്കിന്റെ ഏറ്റവും മൂലയും നോക്കിയിട്ട് പോകുമ്പോഴാണ് നമുക്ക് ടെൻഷൻ വരുന്നത്. മൊത്തമായി കവർ ചെയ്ത് പോയാൽ ഒരു ടെൻഷനും ഇല്ല. അപ്പൊ AI ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുള്ള മുഴുവൻ ഏരിയ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടെൻഷൻ ഉണ്ടോ? ഒരിക്കലും ടെൻഷൻ ഇല്ല. അതൊന്ന് ഓർത്തു വെക്കുക. പിന്നെ PSC ഇൻഫ്ലുവൻസറിന്റെ ടെലഗ്രാം കൂട്ടായ്മയിൽ നമ്മൾ ചെയ്യുന്ന വർക്കൗട്ടുകൾ, ഒന്ന് 1,00,000 പോൾ വർക്കൗട്ട് ഉണ്ട്. ദെൻ സൗജന്യ PDF 500+ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് ഈ ഒരു 2024 ഡിസംബറിന് മുമ്പ് നമ്മൾ ആ സൗജന്യ PDF 500+ എന്നറിയപ്പെടുന്ന ആ ഒരു ടാർഗറ്റിലേക്ക് എത്തും. ദെൻ ഡെയിലി കറണ്ട് അഫയേഴ്സ്
വർക്കൗട്ട് രാവിലെ തന്നെ ഏകദേശം ഒരു 9 മണിക്ക് മുമ്പ് തന്നെ നമ്മൾ ഡെയിലി എല്ലാ ദിവസത്തെയും ഈ പറയുന്ന ന്യൂസ് പേപ്പർ, ഈ പറഞ്ഞ മറ്റു പ്രസിദ്ധീകരണങ്ങളെല്ലാം നോക്കിയതിന് ശേഷം അതിലെ കറണ്ട് അഫയേഴ്സ് എല്ലാം ലേറ്റസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് തരും. ദെൻ ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ് ഉണ്ട്, SCRT NCRT വർക്ക് ബേസ്ഡ് ആയിട്ടുള്ള എക്സാം ഉണ്ട്. പിന്നെ ഡെയിലി 9 മണിക്ക്, അത് രാത്രി 8 മണിക്ക്, അത് ഓരോ അധ്യാപകരുടെ ഓരോ സമയം അനുസരിച്ചാണ്. ഈ പറയുന്ന PSC ഇൻഫ്ലുവൻസർ എന്നറിയപ്പെടുന്ന ഒരു കൂട്ടായ്മയാണ്. അതിനകത്ത് അധ്യാപകരുണ്ട്, ഉദ്യോഗാർത്ഥികളുണ്ട്. അപ്പോൾ അവരുടെ സമയം എന്ന് പറഞ്ഞാൽ അവർ ചിലപ്പം ഈ 10 മണിക്കായിരിക്കും ഫ്രീ ആവുന്നത്. ആ ഫ്രീ ആവുന്ന സമയത്ത് അവരുടെ ടോപ്പിക്, ഇപ്പൊ കെമിസ്ട്രി ആണെങ്കിൽ കെമിസ്ട്രി, ബയോളജി ആണെങ്കിൽ ബയോളജി, അല്ലെങ്കിൽ ഫിസിക്സ് ആണെങ്കിൽ ഫിസിക്സ്, അല്ലെങ്കിൽ ഈ പറയുന്ന കേരള ആനുകാലികമാണെങ്കിൽ അങ്ങനെ, അത് ഏത് അധ്യാപകനാണോ നമ്മൾ ഇങ്ങനെ ഒരു ഡ്യൂട്ടി ഇന്നത് ചെയ്യണം എന്ന് പറയുന്നില്ല. ഇതെല്ലാം റാൻഡമായി ചെയ്യുന്നതാണ്. ഇതെല്ലാം നമ്മളിപ്പം ഒരാളെ പ്രഷർ ചെയ്ത് നമ്മൾ ചെയ്യിപ്പിക്കുന്നതല്ല. എല്ലാവരും അവർക്ക് തോന്നി, കാരണം ഞാൻ പഠിപ്പിച്ചത് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് ഒരു മാർക്കെങ്കിലും ഉദ്യോഗാർത്ഥികൾക്ക് ഗുണകരമായി കിട്ടി എന്നൊരു വിശ്വാസം ഉണ്ടാക്കാൻ വേണ്ടി ആ കണ്ടന്റുകളെല്ലാം അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതൊന്ന് നിങ്ങളൊന്ന് ജോയിൻ ചെയ്ത് ഈ പറയുന്ന കണ്ടന്റുകളെല്ലാം കൃത്യമായി കിട്ടുന്നുണ്ടോ, PDF എല്ലാം കളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ, പ്രിന്റ് ഔട്ട് നോട്ട്, അതിനകത്ത് കൊടുത്തേക്കുന്ന പ്രിന്റ് ഔട്ട് നോട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്ത് മാറ്റാൻ പറ്റുന്നുണ്ടോ എന്ന് മാത്രം ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക. ഓക്കെ, അടുത്തത് മലയാള ടെലിവിഷൻ ചരിത്രത്തിൽ ആദ്യമായിട്ട് AI ആങ്കർ വാർത്ത വായിക്കുന്ന ഒരു ന്യൂസ് ചാനലുണ്ട്. ആ ന്യൂസ് ചാനലിന്റെ പേര് മീഡിയ വൺ എന്നാണ്. ഇത് പരീക്ഷാ ചോദ്യമാണ്. ന്യൂസ് ചാനലിന്റെ പേര് മീഡിയ വൺ എന്നാണ്. 24 ഓപ്ഷനകത്ത് കാണും, ഏഷ്യാനെറ്റ് ന്യൂസ് ഓപ്ഷനകത്ത് കാണും, അല്ലെങ്കിൽ മീഡിയ വൺ ഓപ്ഷനകത്ത് കാണും. ഈ പറഞ്ഞ ഏത് ഓപ്ഷൻ ആയിക്കോട്ടെ, ഇത് ഓപ്ഷനകത്ത് കാണും. ഈ പറയുന്ന വാർത്താ അവതാരകനായ അല്ലെങ്കിൽ AI വാർത്താ ആങ്കറിന്റെ പേരെന്താണ്? ഇതാണ് ചോദ്യം. ഓപ്ഷൻ എ ഇവാൻ, ഓപ്ഷൻ ബി കൃതിം, ഓപ്ഷൻ സി സോഫിയ, ഓപ്ഷൻ ഡി മീന. 4 ആൻസറുകൾ. അപ്പൊ ഇതിൽ ആൻസർ എന്താ? മലയാള ടെലിവിഷൻ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. അപ്പൊ അതൊന്ന് ഓർത്തു വെക്കുക. മലയാള ടെലിവിഷൻ ചരിത്രത്തിൽ ആദ്യമായി AI ആങ്കർ വാർത്ത വായിക്കുന്ന ഒരു ന്യൂസ് ചാനൽ ഉണ്ട്. അതിന്റെ പേര് മീഡിയ വൺ എന്നാണ്. വാർത്താ അവതാരകന്റെ പേര് ഇവാൻ എന്നാണ്. ഓപ്ഷൻ എ ആയിട്ടുള്ള ഇവാൻ ആണ് ആൻസർ ആയിട്ട് നിങ്ങൾ കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് വേണ്ട കേരള PSC മത്സര പരീക്ഷയിൽ ചോദ്യ സാധ്യതയുള്ള കുറച്ച് ഏരിയ നമ്മൾ പറഞ്ഞുതരാം. ഒന്ന്, ബാൻഡികൂട്ട് എന്നറിയപ്പെടുന്ന ഒരു റോബോട്ടിക് സ്കാവഞ്ചറിനെ പറ്റി ഒന്ന് ഓർത്തു വെക്കുക. ഓർക്കാനേ ഞാൻ പറഞ്ഞുള്ളൂ, നിങ്ങളുടെ വായനയിൽ ഒന്ന് ഓർത്തു വെക്കുക. മനുഷ്യ സഹായമില്ലാതെ മാൻഹോൾ വൃത്തിയാക്കുന്ന ലോകത്തിൽ ആദ്യത്തെ റോബോട്ടിക് സ്കാവഞ്ചർ. നിങ്ങൾ ആനുകാലികം പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒന്ന് നോക്കിയാൽ മതി. നിങ്ങൾ വായിക്കുന്നതിൽ ലോകത്തിലെ ആദ്യത്തെ കണ്ടന്റ് എന്നൊരു കണ്ടന്റ് ഇന്ത്യയിലുണ്ടോ നോക്കണം. ലോകത്തിൽ ആദ്യത്തെ എന്ന് തുടങ്ങുന്ന സാധനം കേരളത്തിലുണ്ടോ നോക്കണം. ഇങ്ങനെ ആനുകാലികം വരുന്ന സമയത്ത് യുനെസ്കോ പുരസ്കാരവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കണ്ടന്റ് ഇന്ത്യയോ കേരളവും ഉണ്ടോ നോക്കണം. ദെൻ സാഹിത്യ പുരസ്കാരവുമായി ബന്ധപ്പെട്ട് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിലെ മലയാളികൾക്ക് ഏതെങ്കിലും കൃതികളോ സാഹിത്യ സൃഷ്ടികളോ കൊടുത്തിട്ടുണ്ടോ നോക്കണം. അങ്ങനെ വരുന്ന സമയത്താണ് അതിന് ആനുകാലിക പ്രസക്തി ഉള്ളത്. ഇപ്പൊ നോക്കൂ, ഒരു എക്സാമ്പിൾ പറയുകയാണ്. യുനെസ്കോ സാഹിത്യ നഗര പദവി കൊടുത്ത ഇന്ത്യയിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഒരു നഗരം എന്നൊരു ക്വസ്റ്റ്യൻ നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു മത്സര പരീക്ഷ ഏകദേശം ഒരു 6-7 തവണ, മിനിമം ഒരു 10ഓളം തവണ പരീക്ഷയ്ക്ക് ചോദിച്ചു. ഉത്തരം കോഴിക്കോടാണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ എന്തുകൊണ്ടാണ്? അവിടെ ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ടേം ഉണ്ട്. എന്താണ്? യുനെസ്കോയുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ലോക ബാങ്കുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ IBRDയുമായി ബന്ധപ്പെട്ട്. ഈ പറയുന്ന ലോക ബാങ്ക് തന്നെയാണ് IBRD, അല്ലെങ്കിൽ IMFുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ മറ്റു ഏതെങ്കിലും ഏജൻസി ആയിക്കോട്ടെ. അവിടെ എല്ലാം ഏതെങ്കിലും കണ്ടന്റ് ഇന്ത്യയുമായി ബന്ധപ്പെട്ടുണ്ട് അല്ലെങ്കിൽ കേരളവുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ അതൊന്ന് സ്ട്രൈക്ക് ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഹേമ കമ്മീഷനുമായി ബന്ധപ്പെട്ട ഒരു ഏരിയ ചോദിക്കാൻ കൊള്ളാം. അപ്പൊ ഹേമ കമ്മിറ്റി എന്നാ ഫോം ചെയ്തത്, ഹേമ കമ്മിറ്റിയിൽ ആരൊക്കെയുണ്ട്, ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും കറണ്ട് അഫയേഴ്സ് നമുക്ക് കണ്ടെത്താൻ പറ്റിയോ, അതെല്ലാം ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കണം. അപ്പൊ ഈ പറയുന്ന ഹേമ കമ്മിറ്റിയുടെ അല്ലെങ്കിൽ പ്രവർത്തന ഫലമായി അല്ലെങ്കിൽ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആർക്കെങ്കിലും ഏതെങ്കിലും സ്ഥാനമാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ആ സ്ഥാനമാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അടുത്ത പരീക്ഷയിൽ ഈ പറയുന്ന പുതിയ അപ്പോയിന്റ്മെന്റ് ഉറപ്പായിട്ട് ചോദിക്കും. പ്രേംകുമാർ എന്നറിയപ്പെടുന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട 3 പ്രധാനപ്പെട്ട അംഗങ്ങളുടെ പ്രത്യേകത ചോദിക്കാം. താഴെ പറയുന്നവയിൽ അംഗമല്ലാത്തത് ഏത്? അങ്ങനെയൊക്കെയാണ് നമ്മൾ കറണ്ട് അഫയേഴ്സ് വർക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ വായിക്കുന്ന സമയത്ത് ഒന്ന് വായിച്ച് നോക്കേണ്ടത്. അതല്ലാതെ ചുമ്മാതെ കുറച്ച് കണ്ടന്റ് കിട്ടി, ഇപ്പൊ AI മൊത്തം കിട്ടിയതിനു ശേഷം ഇതിനകത്ത് പ്രധാനപ്പെട്ടത് ഏത് അപ്രധാനപ്പെട്ടത് ഏതെന്ന് പറഞ്ഞാലല്ലേ നമുക്ക് അത് ഫോക്കസ് ചെയ്ത് പഠിക്കാൻ പറ്റും.
അപ്പോൾ ഒന്ന് ഓർത്തു വെക്കുക. അപ്പോൾ ബാൻഡിക്കൂട്ടിന്റെ പ്രത്യേകത മനുഷ്യ സഹായം ഇല്ലാതെ മാൻഹോൾ വൃത്തിയാക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, മാൻഹോൾ വൃത്തിയാക്കാനൊക്കെ ഇറങ്ങുന്ന സമയത്ത് നമ്മുടെയൊക്കെ സഹോദരങ്ങൾ മരിച്ചു പോയിട്ടുണ്ട്. നമ്മുടെ സഹോദരങ്ങൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിലായിക്കോട്ടെ ലോകത്തിലായിക്കോട്ടെ അവരെല്ലാം മനുഷ്യരാണല്ലോ, അവരെല്ലാം നമ്മുടെ സഹോദരങ്ങളാണല്ലോ. അപ്പൊ മനുഷ്യ സഹായം ഇല്ലാതെ മാൻഹോൾ വൃത്തിയാക്കുന്ന ലോകത്തിൽ ആദ്യത്തെ റോബോട്ടിക് സ്കാവഞ്ചറിന്റെ പേര് ബാൻഡിക്കൂട്ട് എന്നാണ്. ഈ ബാൻഡിക്കൂട്ടിന്റെ പ്രത്യേകത പറയാം, കേരളം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമുണ്ട്. ഏതൊരു AI സ്ഥാപനമാണ്, ജെൻ റോബോട്ടിക്സ് എന്നാണ് ആ സ്ഥാപനത്തിന്റെ പേര്. അത് 2017 ഈ ബാൻഡിക്കൂട്ട് എന്നറിയപ്പെടുന്ന റോബോട്ടിക് സ്കാവഞ്ചറിനെ പുറത്തിറക്കിയത്. അതൊന്ന് ഓർത്തു വെക്കുക. അടുത്തത് AI അടിസ്ഥാനമാക്കിയുള്ള ഇന്ത്യയിൽ ആദ്യത്തെ ചിത്രം. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, സിനിമയല്ല ഞാൻ പറഞ്ഞത്, AI അടിസ്ഥാനമാക്കിയുള്ള ഇന്ത്യയിൽ ആദ്യ ചിത്രത്തിന്റെ പേര് ഇറ എന്നാണ്, IRAH എന്നാണ്. അതൊന്ന് ഓർത്തു വെക്കുക. അപ്പൊ ചില ആളുകൾ വിചാരിക്കും AI അടിസ്ഥാനമാക്കിയുള്ള ഇന്ത്യയിൽ ആദ്യ ചലച്ചിത്രം വേറെ ഇല്ലയോ? ചലച്ചിത്രം വേറെ, ചിത്രം വേറെ, സിനിമ വേറെ, ചിത്രം വേറെ, രണ്ട് ചോദ്യമാണ്. ഇതൊരു പിക്ചർ. AI അടിസ്ഥാനമാക്കിയുള്ള ഇന്ത്യയിൽ ആദ്യത്തെ ചിത്രമാണേത്? ഇറ എന്നറിയപ്പെടുന്നത്. അതൊന്ന് ഓർത്തു വെക്കണം. അടുത്തത്, ഈ AI സംവിധാനവുമായി ബന്ധപ്പെട്ട് മിക്ക രാജ്യങ്ങളും ഇപ്പൊ AI സംവിധാനം നിലവിൽ വരുന്ന സമയത്ത് അല്ലെങ്കിൽ AI സംവിധാനം പ്രാവർത്തികമാക്കുമ്പോൾ അതിൽ പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്, ശരിയല്ലേ? അപ്പൊ നെഗറ്റീവ് വശങ്ങളെ എന്ത് ചെയ്യരുത്, അത് രാജ്യത്തിന്റെ നെഗറ്റീവായിട്ട് മാറരുത്. മറ്റ് രാജ്യങ്ങളിലുള്ള അല്ലെങ്കിൽ ഈ രാജ്യമായിക്കോട്ടെ മറ്റ് രാജ്യങ്ങളായിക്കോട്ടെ അവിടുത്തെ ആളുകളുടെ ഈ പറയുന്ന ആളുകൾക്ക് ദോഷകരമായി ഭവിക്കരുത് എന്ന ലക്ഷ്യത്തോടു കൂടി ലോകത്താദ്യമായിട്ട് AI നിയന്ത്രണ നിയമം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നിയന്ത്രണ നിയമം പാസ്സാക്കിയ വൻകര അത് യൂറോപ്പാണ്. അപ്പോൾ അവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, ലോകത്ത് ഏറ്റവും കൂടുതൽ വികസിത രാജ്യങ്ങൾ, മറക്കല്ലേ, ഏറ്റവും കൂടുതൽ വികസിത രാജ്യങ്ങളുള്ള വൻകര യൂറോപ്പാണ്. മുൻകാല വർഷ ചോദ്യമാണ് പറഞ്ഞു തരുന്നത്. ഏറ്റവും കൂടുതൽ വികസിത രാജ്യങ്ങളുള്ള വൻകര യൂറോപ്പും ഏറ്റവും കൂടുതൽ അവികസിത രാജ്യങ്ങളുള്ള വൻകര ഏതെന്ന് ചോദിച്ചാൽ അത് അവികസിതം എന്ന് പറഞ്ഞാൽ ദരിദ്ര രാജ്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ പറയും മൂന്നാംകിട രാജ്യങ്ങൾ എന്ന് പറയും. ഇപ്പൊ അങ്ങനെ പറയരുതെന്നാണ് UN-ന്റെ നിർദ്ദേശം. തേർഡ് വേൾഡ് കൺട്രീസ് എന്നാണ് ആദ്യകാലത്ത് അതിനെ അറിയപ്പെട്ടിരുന്നത്. ആഫ്രിക്കൻ രാജ്യങ്ങളാണ്, ആഫ്രിക്ക വൻകരയാണ് അവികസിത രാജ്യങ്ങളുള്ള വൻകര. വികസിത രാജ്യങ്ങളുള്ള വൻകര ചോദിച്ചാൽ ഉത്തരം യൂറോപ്പാണ്. ഓക്കെ, അപ്പൊ ഇന്ത്യയുടെ AI തലസ്ഥാനം വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, AI എന്നറിയപ്പെടുന്ന ഒരു ഹൈദരാബാദ്. ഓക്കെ, അടുത്തത് കേരള സംസ്ഥാനത്തെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്കൂള് ഏതെന്ന് ചോദിച്ചാൽ അത് തിരുവനന്തപുരം ജില്ലയിലെ പോത്തൻകോട് ശാന്തേരി വിദ്യാഭവൻ സ്കൂളാണ്. അതൊന്ന് ഓർത്തു വെക്കാനേ പറയുന്നുള്ളൂ. അടുത്തത് കേരള PSC ചോദ്യ സാധ്യതയായി ഉൾപ്പെടുത്താൻ സാധ്യതയുള്ള ഒരു ചോദ്യം ഇതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ പറഞ്ഞ AI പൂർണ്ണമായി വിശ്വസിക്കണം. അങ്ങനെ ഒരു വിശ്വാസത്തെ കണക്കിലെടുത്ത് ബാങ്കിങ് നിയമനങ്ങൾക്ക്, മറക്കല്ലേ, ബാങ്കിലെ മറ്റു സംവിധാനങ്ങൾക്കല്ല, ഇപ്പം ട്രാൻസാക്ഷൻ മറ്റു സംവിധാനങ്ങളോ ഒന്നുമല്ല നമ്മൾ പറയുന്നത്, ബാങ്കിങ് നിയമനങ്ങൾക്ക് നിർമ്മിത ബുദ്ധി ഉപയോഗപ്പെടുത്തുന്ന ഇന്ത്യയിൽ ആദ്യത്തെ ബാങ്ക്, ഇന്ത്യയിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഇന്ത്യയിൽ ആദ്യ ബാങ്ക്, അത് ഉത്തരം ഫെഡറൽ ബാങ്ക് ആണ്. ഫെഡറൽ ബാങ്കുമായി ബന്ധപ്പെട്ട ചോദ്യമായല്ലോ. അപ്പോൾ ബാങ്കിങ് നിയമനങ്ങൾക്ക് നിർമ്മിത ബുദ്ധി ഉപയോഗപ്പെടുത്തുന്ന ഇന്ത്യയിൽ ആദ്യ ബാങ്ക് ഫെഡറൽ ബാങ്ക് ആണ്. ഫസ്റ്റ് ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് എന്തുവാ, 2024 ഇന്ത്യയിൽ ഏറ്റവും മികച്ച ബാങ്കായി തെരഞ്ഞെടുത്തത് അത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ആ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് A to Z കാര്യങ്ങൾ പറഞ്ഞായിരുന്നല്ലോ. ഇലക്ട്രൽ ബോണ്ടിനെ പറ്റി ഡിസ്കസ് ചെയ്തായിരുന്നു. ഇലക്ട്രൽ ബോണ്ട് അല്ലെങ്കിൽ കടപ്പത്ര പദ്ധതി നിർത്തലാക്കിയതെന്നാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം ഈ പറയുന്ന ഇലക്ട്രൽ ബോണ്ട് പദ്ധതി നിർത്തലാക്കിയത് എന്നാണെന്ന് ഉൾപ്പെടെയുള്ള കണ്ടന്റിന്റെ PDF ക്ലാസ് നേരത്തെ പാർട്ട് 1 അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക, കാണാത്തവർക്ക് വേണ്ടിയാണ് പറയുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഓക്കെ ആണല്ലോ. അപ്പൊ AI-യുമായി ബന്ധപ്പെട്ട് ഇത്രയും മാത്രം പഠിച്ചാൽ പോരാ. PSC ഇൻഫ്ലുവൻസറിന്റെ ടെലഗ്രാം ചാനലിൽ 2 PDF AI-യുമായി ബന്ധപ്പെട്ട് 2 PDF നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് എന്ത് ചെയ്യുക, വായിക്കുക. ഇത് പ്രധാനപ്പെട്ടതാണ്. ഇത് മാത്രമേ ചോദിക്കൂ എന്ന ഒരു ആത്മവിശ്വാസത്തോടുകൂടിയല്ല ഞാൻ പറയുന്നത്. ഇത് പ്രധാനപ്പെട്ടതാണ്. അപ്രധാനപ്പെട്ട കണ്ടന്റുകൾ ഉണ്ടല്ലോ, ആ അപ്രധാനപ്പെട്ട കണ്ടന്റുകൾ PDF-ലുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ വായിക്കാം, വേണ്ട എങ്കിൽ വായിക്കണ്ട. ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്തെല്ലാം ആരെയും നമ്മൾ നിർബന്ധിച്ച് പഠിപ്പിക്കുകയല്ല, നിർബന്ധിച്ച് ക്ലാസ് കാണണമെന്നല്ല പറയുന്നത്. ആരും ഇപ്പൊ ഇതിനകത്ത് നെഗറ്റീവ് കമന്റ് ഇപ്പം ഒരു 2-3 ദിവസമായിട്ട് സൈബർ ആക്രമണം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ. കാരണം വീഡിയോയുടെ താഴെ വന്ന് നെഗറ്റീവ് കമന്റ് ഇടുന്നവരുണ്ട്, സന്തോഷം. പോസിറ്റീവ് കമന്റ് ഇടുന്നവരുണ്ട്, അതും സന്തോഷം. എന്തുമായിക്കോട്ടെ, നമ്മൾ ചെയ്യേണ്ടത്, ഞാൻ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഈ ഒരു കൂട്ടായ്മ ചെയ്യേണ്ട വർക്ക്
വർക്കൗട്ട്, ഈ പറയുന്ന PDF ക്ലാസ് എല്ലാം ഈ കൂട്ടായ്മ ചെയ്യും. അത് പോസിറ്റീവായിട്ട് എടുക്കുന്നവർക്ക് പോസിറ്റീവായിട്ട് എടുക്കാം, നെഗറ്റീവായിട്ട് എടുക്കുന്നവർക്ക് നെഗറ്റീവായിട്ട് എടുക്കാം. കാരണം ബഹുജനം പലവിധമാണ്. പോസിറ്റീവിനെ ഞാൻ അംഗീകരിക്കുന്നു, ഞങ്ങൾ അംഗീകരിക്കുന്നു, നെഗറ്റീവിനെ ഈ കൂട്ടായ്മ അംഗീകരിക്കുന്നു. എന്തുമായിക്കോട്ടെ, ക്ലാസ് പരീക്ഷയിൽ കയറുമ്പോൾ ഇതിനകത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായും ചോദിച്ചിരിക്കണം. അതേ ഞാൻ ലക്ഷ്യമാക്കുന്നുള്ളൂ. അപ്പം ഈ ഒരു ടോപ്പിക്ക് നമ്മൾ കവർ ചെയ്തു. എന്നറിയപ്പെടുന്ന പ്രധാനപ്പെട്ട ഏരിയ മൊത്തം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് 2024 JCB പുരസ്കാരവുമായി ബന്ധപ്പെട്ട കുറച്ച് കണ്ടന്റുകളാണ്. അപ്പം നിങ്ങൾ ചില ആളുകൾ വിചാരിക്കും, ഇത് കഴിഞ്ഞ ആഴ്ച പബ്ലിഷ് ചെയ്തിട്ടല്ലേ ഉള്ളൂ, കേരള PSC ഇത് ചോദിക്കുമോ? അങ്ങനെ നമ്മളൊരു പ്രതീക്ഷയില്ല, എല്ലാം ചോദിക്കും. നമ്മൾ വായിക്കുന്ന എല്ലാം ചോദ്യമായി വരും എന്നൊരു കോൺഫിഡൻറ്റോടുകൂടി എല്ലാ കണ്ടന്റും പറഞ്ഞു തരുക. നേരത്തെ വരെ നമുക്ക് എല്ലാവർക്കും അറിയും, നമ്മളെല്ലാവരും ഈ ക്ലാസ്സിലിരിക്കുന്ന ആളുകളാണ്. ഇപ്പോൾ ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് അധ്യാപകരെന്ന് പറയും, പരീക്ഷയ്ക്ക് ഒരു 4 മാസം മുമ്പ് വരെയുള്ള കറണ്ട് അഫേഴ്സ് നിങ്ങൾ പഠിച്ചാൽ മതി, പരീക്ഷയ്ക്ക് ഒരു 6 മാസം മുന്നേ വരെയുള്ള കറണ്ട് അഫേഴ്സ് നിങ്ങൾ പഠിച്ചാൽ മതി. അതൊക്കെ നേരത്തെ ഉള്ള ഒരു രീതികളായിരുന്നു. ഇപ്പം അതെല്ലാം മാറി. കേരള PSC എന്താണ് ചോദ്യം ചോദിക്കുന്നത്, ഏത് ഏരിയയിൽ നിന്ന് ചോദ്യം ചോദിക്കും. ഇപ്പോൾ SCRT, ഒരു പരീക്ഷയ്ക്ക് SCRT ചോദിച്ചു, അടുത്ത പരീക്ഷയ്ക്ക് നമ്മൾ SCRT തകർത്തിട്ട് പോകുമ്പോൾ ചിലപ്പോൾ ചോദിക്കുന്നത് PYQ ആയിരിക്കും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിരിക്കും. അടുത്ത പരീക്ഷയ്ക്ക് നമ്മൾ PYQ മൊത്തം തീർക്കും, SCRT തീർക്കും, അപ്പോൾ ചോദിക്കുന്നത് NCRT ആയിരിക്കും. ദെൻ NCRT SCRTയും PYQയും ചേർത്ത് വർക്കൗട്ട് ചെയ്ത് പോകുമ്പോൾ ചോദിക്കുന്ന മൊത്തം PSC ബുള്ളറ്റിൻ കണ്ടന്റ് ആയിരിക്കും. അപ്പം ഇങ്ങനെയൊക്കെ, അപ്പം എല്ലാ ടോപ്പിക്കും നമുക്ക് വേണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യന് ഒരു 40 മാർക്ക്, പുതിയ കറണ്ട് അഫേഴ്സിന് ഒരു 10 മാർക്ക്. അപ്പം അങ്ങനെ നമ്മൾ എന്താണ് പറയുക, പലതുള്ളി പെരുവെള്ളം എന്ന് പറയത്തില്ലേ, ഓരോ ടോപ്പിക്കിൽ നിന്നും അത് എത്ര ടഫ് ആയിക്കോട്ടെ സിമ്പിൾ ആയിക്കോട്ടെ നമുക്ക് എഴുതാൻ പറ്റുന്നതെല്ലാം നമ്മൾ സോൾവ് ചെയ്ത് പോവുക. ഓക്കെ, അപ്പൊ 2024 JCB പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഉപമന്യു ചാറ്റർജി, ഓപ്ഷൻ ബി ഗുൽസാർ, ഓപ്ഷൻ സി രാം ഭദ്രാചാര്യ, ഓപ്ഷൻ ഡി ദാമോദർ മൗസു. ഈ 4 ഓപ്ഷനാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, ഇത് കേരള PSC ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ഒന്നുമല്ല, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് തയ്യാറാക്കിയതേ ഉള്ളൂ. അപ്പൊ ഇതിനകത്ത് ചിലപ്പം ഗുൽസാറിന് പകരം വേണമെങ്കിൽ ഈ പറയുന്ന പെരുമാൾ മുരുകനെ നോക്കാം, ഹരീഷ് വാസുദേവൻ അല്ലെങ്കിൽ ഹരീഷ് കണാരൻ എന്നൊക്കെ ഓപ്ഷനകത്ത് കൊടുക്കുക. ഹരീഷ് വാസുദേവനും ഹരീഷ് കണാരനൊക്കെ ഓപ്ഷനകത്ത് കൊടുക്കാം. അപ്പൊ നമ്മളെ കുഴപ്പിക്കുന്ന എന്തോന്നറിയോ, നമുക്ക് 2023 കിട്ടിയ ആളെ ഓർമ്മയുണ്ട്, അത് പെരുമാൾ മുരുകനാണ്. അല്ലെങ്കിൽ 2022 കിട്ടിയ ആളെ ഓർമ്മയുണ്ട്, 2021 കിട്ടിയ വ്യക്തിയെ ഓർമ്മയുണ്ട്, 2019 കിട്ടിയ വ്യക്തിയെ ഓർമ്മയുണ്ട്. പക്ഷെ 2024 കിട്ടിയ ആളെ ഓർമ്മയില്ല എങ്കിൽ നമുക്കൊരു ഉത്തരം അങ്ങ് പോത്തില്ലേ. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് 2024 JCB പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ഉത്തരമായിട്ട് നിങ്ങൾ എഴുതേണ്ടത് അത് ഉപമന്യു ചാറ്റർജിയാണ്. ഒന്ന് ഓർത്തു വെക്കുക. ഇപ്പൊ ഈ പറയുന്ന ഉപമന്യു ചാറ്റർജിക്ക് ഒരു കൃതി കാണുമല്ലോ, ഉപമന്യു ചാറ്റർജിക്ക് ഒരു കൃതി കാണും, അതവിടെ നിൽക്കട്ടെ. അപ്പൊ 2024 JCB പുരസ്കാരത്തിന് അർഹനായ വ്യക്തിയുടെ പേര് ഉപമന്യു ചാറ്റർജിയാണ്. അപ്പൊ 2023 ഒന്ന് ഓർത്തു വെക്കണേ, 2023 പെരുമാൾ മുരുകനാണ്. പെരുമാൾ മുരുകൻ. പിന്നെ ഈ പെരുമാൾ മുരുകന്റെ കൃതി ട്രാൻസ്ലേറ്റ് ചെയ്തൊരു വ്യക്തിത്വമുണ്ട്, ജനനി കണ്ണൻ, അതുകൂടി ഒന്ന് ഓർത്തു വെക്കുക. അപ്പം 2023 JCB പുരസ്കാരത്തിന് അർഹനായ വ്യക്തി പെരുമാൾ മുരുകനാണ്. 2024 ചോദിച്ചാൽ അത് ഉപമന്യു ചാറ്റർജിയാണ്. ക്ലിയർ ആണല്ലോ. ഇനി ഈ പറഞ്ഞ എന്താ ഈ JCB സാഹിത്യ പുരസ്കാരം എന്ന് പറഞ്ഞാൽ, ഇന്ത്യയിൽ സാഹിത്യ സൃഷ്ടികൾക്ക് ഇന്ത്യയിൽ ഏറ്റവും നൽകുന്ന ഉയർന്ന സമ്മാനത്തുക ഉള്ള അവാർഡാണ് JCB പുരസ്കാരം. പുരസ്കാര തുക 25 ലക്ഷം രൂപയാണ്. അപ്പൊ അവിടെ അതിൻ്റെ ആ പുരസ്കാര തുകയുടെ എന്താണ് അവാർഡിന്റെ തുക ഇമ്പോർട്ടൻ്റ് ആണ്. അതിനോടൊപ്പം തന്നെ സാഹിത്യ സൃഷ്ടികൾക്കാണ് കൊടുക്കുന്നത്, അതല്ലാതെ മറ്റു മേഖലയല്ല. സാഹിത്യ സൃഷ്ടികൾക്ക് ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന സമ്മാനത്തുക നൽകുന്ന അവാർഡിന്റെ പേര് JCB പുരസ്കാരം എന്നാണ്. പുരസ്കാര തുക 25 ലക്ഷം രൂപയാണ്. ഓക്കെ, 2024 ഈ JCB സാഹിത്യ പുരസ്കാരം ഉപമന്യു ചാറ്റർജിക്ക് കിട്ടിയല്ലോ. ഈ ഉപമന്യു ചാറ്റർജിക്ക് ഒരു കൃതിയുണ്ട്. കൃതി വേറെ ഒന്നുമില്ല, ലോറൻസോ സെർച്ചസ് ഫോർ ദി മീനിങ് ഓഫ് ലൈഫ് എന്ന കൃതിയിലാണ്, അല്ലെങ്കിൽ എന്ന കൃതിക്കാണ് ഈ പുരസ്കാരം കിട്ടുന്നത്. അത് ഓർത്തു വെക്കുക. ലോറൻസോ സെർച്ചസ് ഫോർ ദി മീനിങ് ഓഫ് ലൈഫ് എന്ന കൃതിക്കാണ് 2024 ഉപമന്യു ചാറ്റർജിക്ക് സാഹിത്യ പുരസ്കാരമായ JCB പുരസ്കാരം ലഭിക്കുന്നത്. അപ്പൊ ചില ആളുകൾ മനസ്സിൽ വിചാരിക്കും, ഈ JCB പുരസ്കാരങ്ങൾ ഈ പറഞ്ഞ ഉപമന്യു ചാറ്റർജിക്കും പെരുമാൾ മുരുകനും മാത്രമേ കിട്ടിയിട്ടുള്ളൂ, അല്ലെങ്കിൽ ജനനി കണ്ണനും മാത്രമേ കിട്ടിയിട്ടുള്ളൂ, ഈ പറയുന്ന മലയാളികൾക്ക് ആർക്കും കിട്ടിയിട്ടില്ലേ? ഉണ്ട്, മലയാളികളായ 3 ആളുകൾക്ക് കിട്ടിയിട്ടുണ്ട്. ഒന്ന്, മലയാളത്തിൽ ആദ്യമായി ഈ പറയുന്ന JCB പുരസ്കാരം ലഭിക്കുന്നത് 2018 2018 ആ പുരസ്കാരം കിട്ടിയത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ബെന്യാമിനാണ്. ബെന്യാമിന്റെ ആടുജീവിതമൊക്കെ അറിയാമല്ലോ. അതല്ലാതെ ബെന്യാമിന്റെ മുല്ലപ്പൂ നിറമുള്ള പകലുകൾ എന്ന് പറഞ്ഞൊരു നോവലുണ്ട് അദ്ദേഹത്തിന്. ആ നോവലിലെ
ആ നോവലിൻ്റെ ഇതിവൃത്തം, ആ നോവലിൻ്റെ കണ്ടന്റ് ഒക്കെ ചേർത്താണ് 2018 മലയാളത്തിൽ ആദ്യമായിട്ട് JCB പുരസ്കാരം ലഭിക്കുന്നത്. അപ്പം ഞാൻ ഈ പറഞ്ഞ ഉപമന്യു ചാറ്റർജിയെ മാത്രം പറഞ്ഞങ്ങ് പോവല്ല. കാരണം കേരള PSC ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ചോദിക്കുമ്പം കറണ്ട് അഫേഴ്സിലും സ്റ്റേറ്റ്മെൻറ്റ് വരുന്നുണ്ട് ചില പരീക്ഷയിൽ നിന്നാണ്, മൊത്തമായ പരീക്ഷയിലല്ല നമ്മൾ പറഞ്ഞത്, ചില പരീക്ഷയിൽ 1-2 കറണ്ട് അഫേഴ്സിനകത്ത് സ്റ്റേറ്റ്മെൻറ്റുകൾ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് വന്നാൽ A to Z കാര്യങ്ങൾ നമ്മൾ കിട്ടണം, അതേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ അടുത്തത് 2020 മലയാളിയായ S ഹരീഷിന് കിട്ടിയിട്ടുണ്ട് ഈ JCB സാഹിത്യ പുരസ്കാരം മീശ എന്ന നോവലിനാണ്. ദെൻ 2021 M മുകുന്ദന് ഡൽഹി ഗാഥ എന്നറിയപ്പെടുന്ന കൃതിക്ക് M മുകുന്ദനും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 2021 കിട്ടി, 2020 കിട്ടി, 2018 കിട്ടി. 3 മലയാളികൾക്ക് ഒന്ന് ഓർത്തു വെക്കണം. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുവാണ്, താഴെ പറയുന്നവയിൽ അങ്ങനെ ഒരു ചോദ്യം വരാമല്ലോ, താഴെ പറയുന്നവയിൽ JCB സാഹിത്യ പുരസ്കാരം ലഭിക്കാത്ത മലയാളി ആര്? അങ്ങനെ ഒരു ചോദ്യം വരാം. അപ്പോൾ ഈ പറഞ്ഞ 3 ഓപ്ഷനോടൊപ്പം വേറെ നമുക്കറിയാവുന്നതോ അറിയാൻ വയ്യാത്തതോ ആയ സാഹിത്യ സൃഷ്ടിയുമായി ബന്ധപ്പെട്ട വ്യക്തികളെ ഉൾപ്പെടുത്തിയാൽ അതായിരിക്കും ഉത്തരമായി വരാൻ സാധ്യതയുള്ള, അതായത് ഉൾപ്പെടാത്തത് എന്ന ലോജിക്ക്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉപമന്യു ചാറ്റർജിയുമായി ബന്ധപ്പെട്ട് JCB സാഹിത്യ പുരസ്കാരവുമായി ബന്ധപ്പെട്ട ഇത്രയും കണ്ടന്റ് ഒന്ന് ഓർത്തു വെക്കണം. അടുത്തത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഏറ്റവും ലേറ്റസ്റ്റ് അപ്പോയിൻമെൻ്റ് ആണ് നടക്കുന്നത്, അല്ലെങ്കിൽ കേരള മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട കണ്ടന്റ് നമ്മൾ പഠിക്കും, തമിഴ്നാട് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട കണ്ടന്റ് പഠിക്കും. അപ്പോൾ 28 സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാരെ ഒന്ന് പഠിച്ചു വെക്കുക. അത് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഗുണം കിട്ടും. ഒരു മാർക്ക് ചിലപ്പോൾ ചോദിച്ചാൽ, ചിലപ്പം എന്നാവർത്തിക്കുന്നത്, നിയമനങ്ങൾ ഒത്തിരി ഉണ്ട്. ഇപ്പോൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നിയമനങ്ങളുണ്ട്, കേരളത്തിലെ പ്രധാനപ്പെട്ട നിയമനങ്ങളുണ്ട്, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മുഖ്യമന്ത്രിമാരുണ്ട്, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഗവർണർമാരുണ്ട്, കേന്ദ്രഭരണ പ്രദേശമുണ്ട്, കേന്ദ്രഭരണ പ്രദേശത്ത് ലഫ്റ്റനന്റ് ഗവർണർമാരുണ്ട്. ഇതൊക്കെ നമ്മൾ ചോദ്യമായി പ്രതീക്ഷിക്കേണ്ടത്. നമ്മൾ വായിക്കുന്ന ഉദ്യോഗാർത്ഥികളാണ്. ഒരു കേരള PSC ഒരു ക്വസ്റ്റ്യൻ ഇട്ടാൽ അത് ഉത്തരം എഴുതാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്നല്ലോ. ഇപ്പൊ ജാർഖണ്ഡ് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനമാണ് ജാർഖണ്ഡിൽ ഇന്ത്യയുടെ ധാതു സംസ്ഥാനം എന്നൊക്കെ അറിയപ്പെടുന്ന ജാർഖണ്ഡിൽ 2 തവണ അധികാരത്തിലേറുന്ന ആദ്യ മുഖ്യമന്ത്രി എന്നൊരു ലേബല് ആർക്ക് ലഭിക്കുകയാണ്? ഹേമന്ത് സോറന് ലഭിക്കുകയാണ്. അപ്പം നിലവിൽ ജാർഖണ്ഡിൽ തെരഞ്ഞെടുപ്പ് നടന്നു. ആ ജാർഖണ്ഡിലെ തെരഞ്ഞെടുപ്പിന്റെ അടിസ്ഥാനത്തിൽ പുതുതായി അധികാരത്തിൽ വരുന്ന മുഖ്യമന്ത്രി ആരാണ്? ഹേമന്ത് സോറന്റെ പ്രത്യേകത, ജാർഖണ്ഡിൽ 2 തവണ അധികാരത്തിലേറുന്ന ആദ്യ മുഖ്യമന്ത്രിയുടെ പേര് ഹേമന്ത് സോറൻ എന്നാണ്. അപ്പോൾ ചില ആളുകൾ മനസ്സ് വിചാരിക്കും, മഹാരാഷ്ട്രയിൽ പുതിയ മുഖ്യമന്ത്രി വന്നിട്ടുണ്ടല്ലോ. ഉണ്ട്. അപ്പോൾ ഈ പറയുന്ന സംസ്ഥാനങ്ങളുടെ എല്ലാ മുഖ്യമന്ത്രിമാരെ ഒന്ന് വായിച്ചു വെച്ചേക്കുക. പ്രധാനപ്പെട്ട മുഖ്യമന്ത്രിമാരും അവരുടെ അപ്പോയിൻമെൻറ്റുകളെല്ലാം നമ്മൾ PDF ആയിട്ട് അപ്ലോഡ് ചെയ്യും. ഡെയിലി CA ആയിട്ട് അല്ലെങ്കിൽ കറണ്ട് അഫേഴ്സ് ആയിട്ട് പബ്ലിഷ് ചെയ്തുകൊണ്ട്. അപ്പോൾ അതൊന്ന് ഓർത്തു വെക്കുക. 2 കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചോണം. ഒന്ന്, റിയൽ എക്സിക്യൂട്ടീവ്, നോമിനൽ എക്സിക്യൂട്ടീവ്, 2 വാക്കുകൾ നിങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്കുക. വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു രാജ്യത്തിൻ്റെ, മറക്കരുത്, ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ റിയൽ എക്സിക്യൂട്ടീവ് എന്നറിയപ്പെടുന്നത് പ്രധാനമന്ത്രിയും, ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ നോമിനൽ എക്സിക്യൂട്ടീവ് എന്നറിയപ്പെടുന്നത് പ്രസിഡന്റുമാണ്. രണ്ടും 2 ചോദ്യമാണ്. വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു, ഇന്ത്യ ഒരു രാജ്യമായി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇന്ത്യ എന്ന മഹാരാജ്യത്തിന് റിയൽ എക്സിക്യൂട്ടീവ് ആരാണ്? അത് മുഖ്യമന്ത്രിയല്ല, പ്രധാനമന്ത്രി. ഇന്ത്യയുടെ കേസാണ് ഞാൻ പറഞ്ഞത്. ഇന്ത്യയുടെ നോമിനൽ എക്സിക്യൂട്ടീവ് എന്നറിയപ്പെടുന്നത് രാഷ്ട്രപതിയാണ്. ഇനി പക്ഷെ നമ്മൾ പറയുമ്പോൾ വേറെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യമുണ്ട്. ഇന്ത്യയുടെ സർവ്വസൈന്യാധിപൻ, ഇന്ത്യയിൽ ഒന്നാമൻ, ഫസ്റ്റ് പേഴ്സൺ എന്നൊക്കെ അറിയപ്പെടുന്നത് രാഷ്ട്രപതിയാണല്ലോ. അത് വേറെ, ഇത് വേറെ. then അടുത്തത്, കേരളത്തിന്റെ ഒരു സംസ്ഥാനത്തിന്റെ, കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തെ എടുക്കുക, തമിഴ്നാട് എന്നറിയപ്പെടുന്ന ഒരു സംസ്ഥാനത്തെ എടുക്കുക, കേരളം എന്ന സംസ്ഥാനത്തെ എടുക്കുന്നു, തമിഴ്നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനത്തെ എടുക്കുന്നു. അങ്ങനെ ഓരോ 28 സംസ്ഥാനങ്ങളെ നമ്മൾ എടുക്കും. ഇന്ത്യയിൽ നിലവിൽ 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളല്ലേ ഉള്ളത്. അപ്പോൾ സംസ്ഥാന പുനഃസംഘടനയൊക്കെ ചോദ്യമായി വരുന്നുണ്ട്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഫസൽ അലി കമ്മീഷൻ 3 അംഗങ്ങൾ ആരാണ്, അങ്ങനത്തെ ഉള്ള കുറച്ച് കണ്ടന്റുള്ള GK പോർഷൻ, അതൊക്കെ നിങ്ങൾ വായിച്ചു വെച്ചേക്കുക. അപ്പോൾ റിയൽ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ, റിയൽ എക്സിക്യൂട്ടീവ് കേരളത്തിന്റെ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിന്റെ, അതായത് കേരളത്തെ ഒരു സംസ്ഥാനമായിട്ട് എടുക്കുന്നു, തമിഴ്നാടിനെ ഒരു സംസ്ഥാനമായിട്ട് എടുത്താൽ അതിന്റെ റിയൽ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയായിരിക്കും. ഒരു സംസ്ഥാനത്തിന്റെ റിയൽ എക്സിക്യൂട്ടീവ് മുഖ്യമന്ത്രിയും ഒരു സംസ്ഥാനത്തിന്റെ നോമിനൽ എക്സിക്യൂട്ടീവ് ഗവർണറുമായിരിക്കും. മറക്കരുത്. ഓക്കെ, അപ്പം അടുത്തതിലേക്ക് പോവുകയാണ്. ഇന്ത്യയിൽ ആദ്യത്തെ ഭരണഘടനാ മ്യൂസിയം നിലവിൽ വന്നത് എവിടെയാണ് എന്നാണ് ചോദ്യം. ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ മ്യൂസിയം നിലവിൽ വന്നത് എവിടെ എന്നാണ് ചോദ്യം. ഓപ്ഷൻ ആയിട്ട് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ഉത്തരമായി കൊടുക്കേണ്ടത് ഹരിയാനയിലെ സോനിപത്ത് എന്നറിയപ്പെടുന്ന സ്ഥലമാണ്. ഇന്ത്യയിൽ ആദ്യത്തെ ഭരണഘടനാ മ്യൂസിയം നിലവിൽ വന്നത് എവിടെയാണ്? ഹരിയാനയിലെ സോനിപത്താണ്. നിലവിലെ 18ാം ലോക്സഭാ സ്പീക്കറായ
ഓം ബിർള, നമുക്ക് എല്ലാവർക്കും അറിയാം ഓം ബിർളയുടെ മണ്ഡലം രാജസ്ഥാനിലെ കോട്ട മണ്ഡലമാണ്. ദെൻ ഇപ്പോഴത്തെ കേന്ദ്ര നിയമനീതി സഹമന്ത്രി സ്ഥാനത്ത് ഇരിക്കുന്ന അർജുൻ റാം മേഘ്വാൾ എന്നീ രണ്ട് വ്യക്തികൾ ചേർന്നാണ്, അതായത് ലോക്സഭാ സ്പീക്കറായ ഓം ബിർളയും നിയമനീതി സഹമന്ത്രിയായിട്ടുള്ള അർജുൻ റാം മേഘ്വാളും ചേർന്നാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ മ്യൂസിയം എന്ത് ചെയ്തത്, ഉദ്ഘാടനം ചെയ്തത്. അപ്പൊ ചില ആളുകൾ മനസ്സ് വിചാരിക്കും ഇന്ത്യയിൽ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് എന്നും പറഞ്ഞൊരു ചോദ്യം ഉണ്ടോ? ഉണ്ട്. അതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്തോളാം. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം മറക്കരുത്. ഇതിനകത്തെ ലോജിക് ഇതാണ്. ഇന്ത്യയിൽ ആദ്യത്തെ ഭരണഘടനാ മ്യൂസിയം നിലവിൽ വന്നത് എവിടെയാണ്? ഹരിയാനയിലെ സോനിപത്ത് എന്നറിയപ്പെടുന്ന സ്ഥലത്താണ്. അടുത്തത് AI ബന്ധപ്പെട്ട് ഏറ്റവും ലേറ്റസ്റ്റ് കറണ്ട് അഫെയർ. കേരള സംസ്ഥാനത്ത് ആദ്യമായിട്ട് ഗവൺമെന്റ് LPS പുനലൂരിൽ അവതരിപ്പിച്ച 4 ഭാഷകളിൽ സംസാരിക്കുന്ന AI അധ്യാപികയുടെ പേര് നോവ എന്നാണ്. അതൊന്ന് ഓർത്തു വെക്കുക. നമുക്ക് എല്ലാവർക്കും അറിയാം കേരളവുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ ജലനഗരം എന്ന് വിശേഷണമുള്ള ഒരു സ്ഥലമാണല്ലോ പുനലൂർ. ജലനഗരം എന്ന് ജലയാണ് ജലനഗരം എന്നറിയപ്പെടുന്നത് പുനലൂരാണ്. പശ്ചിമഘട്ടത്തിന്റെ മടിത്തട്ട് എന്നറിയപ്പെടുന്നത് പുനലൂരാണ്. പുനലൂരുമായി ബന്ധപ്പെട്ട് കേരള PSC മിക്ക പരീക്ഷകൾക്കും ചോദിച്ചിട്ടുള്ള ചോദ്യം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന പ്രദേശം പുനലൂര്, ജില്ല കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ജില്ല പാലക്കാടും, പ്രദേശം പുനലൂരുമാണ്. അപ്പം കേരള സംസ്ഥാനത്ത് ആദ്യമായിട്ട് ഗവൺമെന്റ് LPS പുനലൂരിൽ അവതരിപ്പിച്ച 4 ഭാഷകളിൽ സംസാരിക്കുന്ന AI അധ്യാപികയുടെ പേര് നോവ എന്നാണ്. അപ്പൊ ഐറിസിനെ പറ്റിയുള്ള ചോദ്യം നിങ്ങൾ മനസ്സിലുണ്ടാകണം. കേരളത്തിൽ ആദ്യത്തെ AI അധ്യാപികയുടെ പേര് ഐറിസ് എന്നാണ്. കല്ലമ്പലം KTCD സ്കൂൾ, തിരുവനന്തപുരം ജില്ലയിലെ കല്ലമ്പലം KTCD സ്കൂളിലാണ് ഈ പറയുന്ന ഐറിസ് എന്നറിയപ്പെടുന്ന AI അധ്യാപിക സംവിധാനം നിലവിൽ കൊണ്ടുവന്നത്. അതൊന്ന് ഓർത്തു വെക്കുക. അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആനുകാലിക സംഭവമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആനുകാലിക സംഭവമാണ്. കൊമേഡിയൻ എന്നാണ് ഈ പറയുന്ന കലാസൃഷ്ടിയുടെ പേര്. നമ്മൾ നോക്കുമ്പം ഒരു ഏത്തപ്പഴം അവിടെ വെച്ചേക്കുന്നു, അല്ലെങ്കിൽ ഒരു പഴം അവിടെ വെച്ചേക്കുന്നു. ആ പഴത്തിന് പുറത്തൂടെ ഒരു ടേപ്പ്, ഒരു സെല്ലോ ടേപ്പ് എന്തും ആയിക്കോട്ടെ, ടേപ്പ് കഷ്ണം ഒട്ടിച്ചേക്കുന്നു. ടേപ്പ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കവറിങ് അത് ഒട്ടിച്ചേക്കുവാണ്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആർട്ട് വർക്കാണ്. ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന വ്യക്തിയാണ് അത്. ഈ കൊമേഡിയൻ എന്നറിയപ്പെടുന്ന ആർട്ട് വർക്ക്, ഈ പറയുന്ന കൊമേഡിയൻ എന്നറിയപ്പെടുന്ന ആർട്ട് വർക്കുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ആനുകാലിക സംഭവങ്ങളൊന്ന് ഓർമ്മയിൽ വെച്ചേക്കുക. ഇപ്പം നോക്കണേ, ഭിത്തിയിൽ ഒട്ടിച്ചു വെച്ചൊരു വാഴപ്പഴം, ഇതിന്റെ വില എന്ന് പറഞ്ഞാൽ 52 കോടി രൂപയാണ്. 52 കോടി രൂപയാണ് ഈ ആർട്ട് വർക്കിന്റെ വില. അപ്പം ഈ ഒരു ആർട്ട് വർക്കിന്റെ ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഈ ഒരു വാർത്ത വന്നപ്പം എനിക്കും അല്ലെങ്കിൽ നമ്മളെ പറ്റി അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും വീട്ടിൽ ഇരിക്കുന്ന ഒരു വാഴപ്പഴം അത് ഭിത്തിയിൽ ഒട്ടിച്ചു വെക്കുമ്പം ഈ 52 കോടി രൂപയോ? ഇതൊരു കലാസൃഷ്ടിയാണ്. കൊമേഡിയൻ എന്ന് പേരിട്ട ഈ കലാസൃഷ്ടി നടത്തിയ ഒരു ഇറ്റാലിയൻ കലാകാരനുണ്ട്. അദ്ദേഹത്തിന്റെ പേര് മൗറിറ്റ്സിയോ കത്തലൻ എന്നാണ്. മൗറിറ്റ്സിയോ കത്തലൻ ആണ് ഈ കൊമേഡിയൻ എന്ന് പേരിട്ട ഈ കലാസൃഷ്ടി നടത്തിയ ഇറ്റാലിയൻ കലാകാരൻ. 52 കോടി രൂപയാണ് ഈ കലാസൃഷ്ടിക്ക് മൂല്യം. അപ്പൊ നാളെ മുതൽ ഞാനും നിങ്ങളും ഒക്കെ വിചാരിക്കുന്ന നമ്മൾ ഓരോ കണ്ടന്റിലും ഒരു കലാസൃഷ്ടി ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ 52 കോടി രൂപയ്ക്ക് ഈ കലാസൃഷ്ടി സ്വന്തമാക്കിയത് ട്രോൺ എന്ന ക്രിപ്റ്റോ കറൻസി പ്ലാറ്റ്ഫോമിന്റെ സ്ഥാപകനായ ജസ്റ്റിൻ സൺ ആണ്. അതൊന്ന് ഓർത്തു വെക്കുക. വളരെ പ്രധാനപ്പെട്ടതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആനുകാലിക സംഭവമായി പത്രമാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലൊക്കെ വാർത്തയായ ഒരു കണ്ടന്റാണ് ആ കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വിയോഗമാണ് ഓംചേരി NN പിള്ള. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് 2024 നവംബർ 22 ഈ മാസം 22-ാം തീയതിയാണ് അദ്ദേഹം മരിക്കുന്നത്. ഓംചേരി NN പിള്ള. അദ്ദേഹത്തിന് ധാരാളം പ്രത്യേകതയുണ്ട്. അദ്ദേഹത്തിന്റെ മേഖല, അദ്ദേഹത്തിന്റെ കൃതികളൊക്കെ അടുത്ത മത്സര പരീക്ഷയിൽ ഒരു ചോദ്യമായി വരാം. അപ്പൊ നമ്മൾ ഈ വിയോഗങ്ങളൊന്നും ആഘോഷിക്കുമല്ല, മറിച്ച് മത്സര പരീക്ഷയിൽ ഒരു മാർക്ക് ഈ വിയോഗങ്ങളിൽ നിന്ന് ചോദിക്കാറുണ്ട്. ഫസ്റ്റ് ക്ലാസ്സിൽ ഞാൻ കുറച്ച് വിയോഗങ്ങൾ പറഞ്ഞിരുന്നു. അതിനകത്ത് പ്രധാനപ്പെട്ട സ്വാമി ബാസോയെ പറ്റി പറഞ്ഞിരുന്നു, പ്രധാനപ്പെട്ട വ്യക്തികളായിട്ടുള്ള കവിയൂർ പൊന്നമ്മയെ പറ്റി പറഞ്ഞിരുന്നു, അവരുടെ വിയോഗവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിരുന്നു. പ്രധാനപ്പെട്ട MM ലോറൻസിനെ പറ്റിയുള്ള വിയോഗവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പറഞ്ഞിരുന്നു. അപ്പൊ അതൊക്കെ ഓർത്തു വെക്കുക. ഇപ്പോൾ ഓംചേരിയെ പറ്റി നമ്മൾ പറയുമ്പോൾ അദ്ദേഹം അധ്യാപകനായിരുന്നു, സാഹിത്യകാരനായിരുന്നു, നാടകകൃത്തായിരുന്നു. അദ്ദേഹം അന്തരിക്കുകയുണ്ടായി. 1972 ഈ പറയുന്ന ഓംചേരി NN പിള്ളയ്ക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. അദ്ദേഹത്തിന്റെ പ്രളയം എന്ന കൃതിക്കാണ് അവാർഡ് ലഭിക്കുന്നത്. അപ്പൊ അതൊന്ന് ഓർത്തു വെക്കണം. 2010 കേരള സാഹിത്യ അക്കാദമി അവാർഡ് മലയാള ഭാഷ സാഹിത്യ മേഖലയിലെ സംഭാവനയെ പരിഗണിച്ച് 2010 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. 2013 പ്രവാസി കേരള അവാർഡ് ലഭിച്ചു.
ദെൻ 2020 സാഹിത്യ അക്കാദമി അവാർഡ് അദ്ദേഹത്തിന്റെ കൃതിയായ ആകസ്മികം എന്നറിയപ്പെടുന്ന കൃതിക്ക് 2020 സാഹിത്യ അക്കാദമി അവാർഡ്, 2022 പ്രഥമ കേരള പ്രഭ പുരസ്കാരം. വളരെ വളരെ പ്രധാനപ്പെട്ട ചോദ്യം. 2022 കേരള പ്രഭ പുരസ്കാരം ലഭിച്ചത് ഓംചേരി NN പിള്ള. അപ്പം നമുക്ക് ഇത് മാത്രം മതിയോ? പോരാ. ഇദ്ദേഹത്തിന് ധാരാളം കൃതികളുണ്ട്, ഒത്തിരി കൃതികളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കൃതികളൊന്നും തേവരുടെ ആന ഒരു കൃതിയാണ്. ആകസ്മികം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു, 2020 സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച. അപ്പം ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു വ്യക്തിയുടെ വിയോഗം കണ്ടാൽ അത് നമ്മൾ ക്വസ്റ്റ്യൻ ആയി വരാൻ പ്രതീക്ഷിക്കേണ്ടത് ഇങ്ങനെയാണ്. ഇപ്പൊ KPSC ലളിതയുമായി ബന്ധപ്പെട്ടതായിക്കോട്ടെ, സുകുമാരി അമ്മയുമായി ബന്ധപ്പെട്ട ചോദ്യമായിക്കോട്ടെ, ഏത് കവിയൂർ പൊന്നമ്മയുമായി ബന്ധപ്പെട്ട ചോദ്യമായിക്കോട്ടെ, ഏത് വ്യക്തിയുടെ വിയോഗമായിക്കോട്ടെ, ആ വ്യക്തിയുടെ വിയോഗം ആ വീട്ടുകാർ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലുള്ള ആളുകൾ, ഇന്ത്യയിലുള്ള ആളുകൾക്ക്, ലോകത്തിലുള്ള ആളുകൾക്കെല്ലാം അത് നഷ്ടമാണ്, സമ്മതിച്ചു. പക്ഷേ കേരള PSC മത്സര പരീക്ഷയിൽ ചോദ്യവിടുന്ന ചോദ്യകർത്താവ് ഒരു മാർക്കായി ഉണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഒരു ഏരിയ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഈ പറയുന്ന ഓംചേരി NN പിള്ള അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ, തേവരുടെ ആന പ്രധാനപ്പെട്ട കൃതിയാണ്, ആകസ്മികം, നാടക പ്രപഞ്ചം, ഈ വെളിച്ചം നിങ്ങൾക്കുള്ളതാകുന്നു, ചെരുപ്പ് കടിക്കില്ല, പ്രളയം തുടങ്ങിയിട്ടുള്ള ധാരാളം കൃതികളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കൃതികൾ മറക്കല്ലേ, ആകസ്മികം എന്ന കൃതി വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, ദെൻ അടുത്തത് കേരള. നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു, കേരളത്തിൽ നല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആനുകാലിക സംഭവമാണ് വഖഫ് ഭൂമി പ്രശ്ന പരിഹാരവുമായി ബന്ധപ്പെട്ട വാർത്തകൾ നമ്മൾ കാണുന്നു. സലീം കമ്മീഷനെ പറ്റി, നിസാർ കമ്മീഷനുമായി ബന്ധപ്പെട്ട കണ്ടന്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. ഇതെല്ലാം നമ്മൾ മനസ്സിലുണ്ടാവും. ഓക്കെ, അപ്പൊ അതിലേക്ക് വരുമ്പോൾ നമ്മൾ പഠിക്കേണ്ടത് ഈ മുനമ്പം എന്നറിയപ്പെടുന്ന കേരളത്തിലെ പ്രദേശമാണല്ലോ മുനമ്പം. ഈ മുനമ്പത്തെ വഖഫ് ഭൂമി പ്രശ്നം അത് പരിഹരിക്കാൻ വേണ്ടി കേരള സംസ്ഥാന ഗവൺമെന്റ് ഒരു കമ്മീഷനെ അപ്പോയിന്റ് ചെയ്തു. ആ 3 അംഗ കമ്മീഷൻ, 3 അംഗങ്ങളാണുള്ളത്. ആ 3 അംഗ കമ്മീഷന് നേതൃത്വം നൽകിയത് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരാണ്. ഇദ്ദേഹത്തെ പറ്റി നമ്മൾ നേരത്തെ ആനുകാലിക സംഭവങ്ങളിൽ ഒരു കണ്ടന്റ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? എന്താണ്? സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വ്യക്തികൾക്ക്, സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന മുന്നാക്കക്കാർക്ക് സംവരണം കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി EWS സംവിധാനം കൊണ്ടുവന്നായിരുന്നു. അതിൻ്റെ നേതൃത്വം, ആ കമ്മീഷന്റെ നേതൃത്വ സ്ഥാനവും ആര് തന്നെ? ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരാണ്. അത് ഒന്ന് ഓർത്തു വെക്കുക. നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട കണ്ടന്റ് ഇത്രയാണ്. ഓക്കെ ആണല്ലോ? അപ്പം ഈ പറഞ്ഞ, അപ്പൊ ഇത്രയും ടോപ്പിക്ക് നമ്മൾ കവർ ചെയ്തു. ഓംചേരിയെ പറ്റിയുള്ള വിയോഗത്തിന്റെ കണ്ടന്റ് ഡിസ്കസ് ചെയ്തു. കൊമേഡി എന്നറിയപ്പെടുന്ന ആർട്ട് വർക്കിനെ പറ്റി ഡിസ്കസ് ചെയ്തു. അപ്പൊ JCB പുരസ്കാരം ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയ. 2024 JCB പുരസ്കാരം ഉപമന്യു ചാറ്റർജി. 2023 ആരുടെയാണ് ചോദിച്ചത്? 2023 ആൻസറായിട്ട് വരേണ്ടത് ആരാണ്? പെരുമാൾ മുരുകനാണ്. ഈ പെരുമാൾ മുരുകന്റെ കൃതി ട്രാൻസ്ലേറ്റ് ചെയ്ത വ്യക്തിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ജനനി കണ്ണനാണ്. നമ്മളത് ഡിസ്കസ് ചെയ്യും വരും ക്ലാസ്സുകളിൽ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഏരിയ കവർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ ക്ലിയർ ആയി. ഇനി നമുക്ക് വേണ്ടത് പ്രധാനപ്പെട്ട കേരളത്തിൽ ആദ്യത്തെ, ഇന്ത്യയിൽ ആദ്യത്തെ കുറച്ച് ഏരിയ ഉണ്ട്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ലെങ്കിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, അങ്ങനെ കമ്പയർ ചെയ്ത് പഠിക്കേണ്ട ഒരു ഏരിയ ഉണ്ട്. പ്രധാനപ്പെട്ട അപ്പോയിന്റ്മെന്റുകൾ ഇന്ത്യയിലെയും കേരളത്തിലെയും, ഇൻഡെക്സുകളുണ്ട്. പ്രധാനപ്പെട്ട ദിനങ്ങളും അവയുടെ അവയുടെ പ്രത്യേകതകളും അവയുടെ തീമുകളും നമ്മൾ പഠിക്കണം. ഇൻഡെക്സുകളെ പ്രധാനമായിട്ട് അർഹിക്കുന്നതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട UN ഇയർ 2023 UN ഇയർ എന്താണ്? 2024 UN ഇയർ എന്താണ്? 2025 UN ഇയർ എന്താണ്? ഇങ്ങനത്തെ ഒക്കെയുള്ള കണ്ടന്റുകൾ നമ്മൾ പഠിക്കണം. പിന്നെ സാഹിത്യ അവാർഡുകൾ കുറേയുണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യണം. ഈ ഒരു ഏരിയ ക്ലിയർ ആണല്ലോ? മുനമ്പം വഖഫ് ഭൂമി പ്രശ്ന പരിഹാരവുമായി ബന്ധപ്പെട്ട് അതിന് നിയമിക്കപ്പെട്ട 3 അംഗ കമ്മീഷന് നേതൃത്വം നൽകുന്നത് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരാണ് എന്ന കാര്യം ഓർത്തു വെക്കുക. അടുത്ത ചോദ്യം നോക്കിയേ. സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ക്വസ്റ്റ്യൻ കേരള PSC മുൻകാല വർഷം, അതായത് മുൻകാല വർഷം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു 2 മാസം മുമ്പ് നടത്തിയ കേരള PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യനാണ്. സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഉത്തരം ഏതാണ്? നിങ്ങൾ തന്നെ ഒന്ന് ആൻസർ കമന്റ് ചെയ്തേ. ഓപ്ഷൻ A മഹാരാഷ്ട്രയുണ്ട്, ഓപ്ഷൻ B കേരളമുണ്ട്, ഓപ്ഷൻ C തമിഴ്നാടുണ്ട്, ഓപ്ഷൻ D പശ്ചിമ ബംഗാളുണ്ട്. ഓക്കെ, ആൻസറായിട്ട് വരേണ്ടത് ഏതാണ്? കേരളമാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? അത് കേരളമാണ്. ഈ കേരളവുമായി ബന്ധപ്പെട്ട് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് ചോദിക്കുന്ന കുറച്ച് ആനുകാലികങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ഒന്ന്, രാജ്യത്താദ്യമായി, ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, രാജ്യത്താദ്യമായി ജല ബജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം ഏതാണ്? അത് കേരളമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ബഡ്ജറ്റ് എന്നറിയപ്പെടുന്ന ഒരു T ഷേപ്പ് അക്കൗണ്ടാണ്. T ഷേപ്പ് അക്കൗണ്ട് ഒന്ന് നോട്ട് ചെയ്തേക്കണേ, സൈലോട്ട് മാറ്റി. T ഷേപ്പ് അക്കൗണ്ടാണ്. നമ്മുടെ വീട്ടിൽ എൻ്റെ അമ്മയും അച്ഛനും സഹോദരങ്ങളും മിത്രങ്ങളും എല്ലാം അടങ്ങുന്ന ഒരു വീട്, നമ്മളുടെയൊക്കെ വീട്, നിങ്ങളുടെ ആയിക്കോട്ടെ, എൻ്റെ ആയിക്കോട്ടെ, ആരുടെ ആയിക്കോട്ടെ,
നമ്മുടെ അച്ഛനും അമ്മയും സഹോദരങ്ങളും മിത്രങ്ങളും എല്ലാം അടങ്ങുന്ന ഒരു വീട്. ആ വീട്ടിൽ വരുമാനമുണ്ട്, ചെലവുണ്ട്. നമ്മുടെ വീട്ടിലെ ബഡ്ജറ്റ് മാത്രം ഒന്ന് ഓർത്തു വെച്ചാൽ മതി. നമ്മുടെ വീട്ടിലെ വരുമാനവും ചെലവും, ഒരു സൈഡിൽ അമ്മ അല്ലെങ്കിൽ അച്ഛൻ വരുമാനം എഴുതുന്നു, ഒരു സൈഡിൽ അമ്മയും അച്ഛനും കൂടെ എന്ത് ചെയ്യുന്നു, ചെലവ് എഴുതുന്നു. രണ്ടും തുല്യമാണെങ്കിൽ അതിനെ അറിയപ്പെടുന്ന ഒരു തുല്യ ബജറ്റ് അല്ലെങ്കിൽ ബാലൻസ്ഡ് ബജറ്റ് അല്ലെങ്കിൽ ന്യൂട്രൽ ബജറ്റ് എന്നാണ്. ഇങ്ങനെയൊക്കെയാണ് എക്കണോമിക്സ് എന്ന് ചോദ്യം വരുന്നത്. രണ്ടാമത്തത്, ഒരു ഭാഗം, അതായത് വരുമാന ഭാഗം കുറവും ചെലവ് ഭാഗം കൂടുതലും ആകാം. നേരെ തിരിച്ചു വരാം. ചെലവ് ഭാഗം കൂടുതലും വരുമാനം കുറവും വരാം. എന്തും ആയിക്കോട്ടെ, അതിനെ അറിയപ്പെടുന്ന പേര് അസന്തുലിത ബജറ്റ് എന്ന്. അപ്പൊ സന്തുലിത ബജറ്റ് എന്ന് പറഞ്ഞാൽ ന്യൂട്രൽ ബജറ്റ് അല്ലെങ്കിൽ ഈക്വൽ ബജറ്റ് അല്ലെങ്കിൽ തുല്യ ബജറ്റ്, അതിനകത്ത് വ്യത്യാസമൊന്നുമില്ല. പക്ഷെ അൺബാലൻസ്ഡ് ബജറ്റ് ഉണ്ട്, അതായത് അസന്തുലിത ബജറ്റ് ഉണ്ട്. അപ്പോൾ ഒന്ന് തുല്യമല്ലാതിരിക്കും, അതായത് ഒന്ന് കുറവും മറ്റേത് കൂടുതലുമായിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ എൻ്റെ അമ്മ, അച്ഛൻ, സഹോദരങ്ങൾ, ഞാൻ ഉൾപ്പെടെയുള്ള വീട് 1000 രൂപ വരുമാനമുണ്ട്. 1000 രൂപ വരുമാനമുണ്ടെന്ന് ഇരിക്കട്ടെ. 500 രൂപയെ ചെലവുള്ളൂ. എൻ്റെ വീട്ടിൽ അമ്മയ്ക്കും അച്ഛനും എൻ്റെ സഹോദരങ്ങൾക്കും മിത്രങ്ങൾക്കും എല്ലാം, ആർക്കും ആയിക്കോട്ടെ, 500 രൂപയെ ചെലവുള്ളൂ. 1000 രൂപ വരുമാനമുണ്ട്, 500 രൂപ ചെലവുണ്ട്. എങ്കിൽ അധികം വരുന്ന 500 രൂപ ഉണ്ടല്ലോ, അത് മിച്ചമല്ലേ? അടുത്ത മാസത്തേക്ക് അച്ഛനും അമ്മയ്ക്കും മാറ്റിവെക്കാം. അത് മിച്ചമാണ്. അതിനെ അറിയപ്പെടുന്ന പേരാണ് മിച്ച ബജറ്റ്. ഇതേ ലോജിക്ക് എവിടെ നോക്കിയാൽ മതി? ഇന്ത്യ എന്ന മഹാരാജ്യത്ത് നോക്കിയാൽ മതി, കേരളം എന്ന മഹാരാജ്യത്ത് നോക്കിയാൽ മതി, ഓക്കെ, ആ സംസ്ഥാനത്ത് നോക്കിയാൽ മതി. നേരെ തിരിച്ച്, അതാണ് നമ്മൾ പറയുന്ന മിച്ച ബജറ്റ് അല്ലെങ്കിൽ സർപ്ലസ് ബജറ്റ്. ദെൻ വരുമാനം കുറവ്, അച്ഛനും അമ്മയ്ക്കും വരുമാനം കുറവാണ്, 50 രൂപയുള്ളൂ. നമ്മളുടെയൊക്കെ ഈ പറയുന്ന പ്രവർത്തന ഫലമായിട്ട് അച്ഛൻ്റെ അമ്മയുടെയും ചെലവ് 1500 ആയി കൂടി. നമ്മൾ വരുന്ന സമയത്ത് അച്ഛനും അമ്മയും കൂടെ ജോലി കഴിഞ്ഞുകൊണ്ട് വരുന്ന സമയത്തെ പാപ്പം അല്ലെങ്കിൽ ഇന്ന സാധനം, ഇന്നത് വേണം, ഡ്രസ്സ് വേണം, ഓർണമെന്റ്സ് വേണം എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുവാണ്. പാപ്പം എന്നൊക്കെ പറയുന്ന കൊച്ചുനാൾ നമ്മളിങ്ങനെ പറയാറില്ലേ, അമ്മ അച്ഛനും ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത്. ആ ഒരു സംഭവം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അതുമായി ബന്ധപ്പെട്ട കണ്ടന്റാണ് പറഞ്ഞത്. അപ്പം വരുമാനം കുറവും ചെലവ് കൂടുതലുമാണെങ്കിൽ അവർക്ക് ആ മാസം മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? ഒന്നുകിൽ കടം മേടിക്കേണ്ടി വരും. ഇതിനെ അറിയപ്പെടുന്ന പേരാണ് കമ്മി ബജറ്റ്. ഇന്ത്യയിൽ നാളിതുവരെ ഇന്നേ കാലം ബജറ്റ് അവതരിപ്പിക്കുന്നു, മിച്ച ബജറ്റ് ഉണ്ടായിട്ടില്ല, തുല്യ ബജറ്റ് ഉണ്ടായിട്ടില്ല. എപ്പോഴും ഇപ്പോഴും എന്ത് തന്നെയാണ്? മറക്കരുത്, കമ്മി ബജറ്റ് തന്നെയാണ്. അതൊരു നെഗറ്റീവായിട്ടല്ല നമ്മൾ പറയുന്നത്. ഇന്ത്യ എന്ന മഹാരാജ്യം ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമാണ്. നേരത്തെ ചൈനയായിരുന്നു ജനസംഖ്യയിൽ 1-ാം സ്ഥാനം. ഇപ്പൊ ഇന്ത്യയാണ് ലോകത്തിൽ ജനസംഖ്യയിൽ 1-ാം സ്ഥാനം. 2-ാം സ്ഥാനമാണ് ചൈന. അപ്പം ഇത്രയും ഈ പറയുന്ന ജനങ്ങൾക്കെല്ലാം ആനുപാതികമായിട്ടുള്ള എന്ത് കൊടുക്കണം? ഈ പറയുന്ന സംവിധാനങ്ങളുടെ സേവനങ്ങൾ കൊടുക്കണം, മറ്റു കാര്യങ്ങളെല്ലാം നടപ്പിലാക്കണം. അപ്പം നമുക്ക് വേണ്ടത് ഇതാണ്. ഈ ബജറ്റിനെ പറ്റി ഒന്ന് ഓർത്തു വെക്കുക. ബജറ്റുമായി ബന്ധപ്പെട്ട് ബജറ്റിന്റെ പിതാവിനെ നിങ്ങൾ പഠിക്കും, PC മഹൽനോബിസ് ആണെന്ന് പഠിക്കും. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസിദ്ധീകരണ സംഖ്യ ഉണ്ടെന്നൊക്കെ നിങ്ങൾ പഠിക്കും. അപ്പോൾ അതൊന്ന് ഓർത്തു വെക്കുക. ഞാൻ പറഞ്ഞതേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഈ സ്കിപ്പ് ചെയ്ത് പോകുന്നത്. ഇത് സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ചേഞ്ച് GK പോലെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും റാൻഡമായിട്ട്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ രാജ്യത്താദ്യമായി ജല ബജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നാണ്. കേരളവുമായി ബന്ധപ്പെട്ട് ഇനിയും ചോദ്യമുണ്ട്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നമുക്ക് എല്ലാവർക്കും അറിയാം. ആ പദ്ധതി പ്രകാരം പട്ടികവർഗ കുടുംബങ്ങൾക്ക് 200 തൊഴിൽ ദിനങ്ങൾ ഉറപ്പാക്കുന്ന ട്രൈബൽ പ്ലസ് എന്നറിയപ്പെടുന്ന ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതി ആദ്യമായി നടപ്പിലാക്കുന്ന സംസ്ഥാനം അത് കേരളമാണ്. രാജ്യത്ത് ആദ്യമായിട്ട് GST വകുപ്പിനെ പുനഃസംഘടിപ്പിക്കുന്ന സംസ്ഥാനം അത് കേരളമാണ്. രാജ്യത്താദ്യമായിട്ട് ഗ്രാഫിൻ നയം, വെരി വെരി ഇമ്പോർട്ടൻറ്റ്, രാജ്യത്താദ്യമായി ഗ്രാഫിൻ നയം നടപ്പിലാക്കുന്ന സംസ്ഥാനം കേരളമാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട, ഇന്ത്യ മഹാരാജ്യത്ത് ആദ്യമായി തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ബോർഡ് നിലവിൽ വന്ന സംസ്ഥാനം ചോദിച്ചാൽ കേരളം. കേരളവുമായി ബന്ധപ്പെട്ട് ഒത്തിരി ചോദ്യങ്ങളുണ്ട്. പ്രധാനമായിട്ടും ചോദ്യങ്ങൾ മാത്രമേ നമ്മൾ ഈ പറയുന്ന 2023-ലെയും 2024-ലെയും കറണ്ട് അഫയേഴ്സ് മാത്രമേ പറയുന്നുള്ളൂ. ബാക്കിയുള്ള കണ്ടന്റുകളൊക്കെ ഉണ്ട്, അതൊന്ന് ഓർത്തു വെക്കുക. ഓക്കെ, അപ്പൊ കേരളവുമായി ബന്ധപ്പെട്ട് ഇത്രയും പോയിന്റ് കിട്ടിയല്ലോ, അതൊന്ന് ഓർത്തു വെക്കണേ. അടുത്തത്, കേരളത്തെ പറ്റി പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട സർവകലാശാലയെ പറ്റി ഒന്ന് ഓർത്തു വെക്കുക. കേരളത്തിൽ ആദ്യമായി വിദ്യാർത്ഥികളുടെ പരാതി പരിഹരിക്കാൻ ഓംബുഡ്സ്മാനെ നിയമിച്ചൊരു സർവകലാശാലയുണ്ട്. അതിൻ്റെ ഉത്തരം APJ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാല എന്നാണ്. APJ അബ്ദുൽ കലാമിനെ പറ്റി പഠിക്കുമ്പം അദ്ദേഹത്തിൻ്റെ ഇലക്ട്രോണിക് ന്യൂസ് പേപ്പറായ മില്യൺ ബീറ്റ്സിനെ പറ്റി നിങ്ങൾ പഠിക്കും. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് 1 രൂപ മാത്രം ശമ്പളം കൈപ്പറ്റിയിരുന്ന ഇന്ത്യയിലെ ഏക രാഷ്ട്രപതിയാണ് APJ അബ്ദുൽ കലാം എന്ന് നിങ്ങൾ പഠിക്കും. ജനങ്ങളുടെ രാഷ്ട്രപതി എന്നറിയപ്പെടുന്ന രാഷ്ട്രപതി APJ അബ്ദുൽ കലാം ആണെന്ന് നിങ്ങൾ പഠിക്കും. വിങ്സ് ഓഫ് ഫയർ ആത്മകഥയാണെന്ന് നിങ്ങൾ, അഗ്നിച്ചിറകുകൾ അല്ലെങ്കിൽ വിങ്സ് ഓഫ് ഫയർ ആത്മകഥയാണെന്ന് നിങ്ങൾ പഠിക്കും APJ അബ്ദുൽ കലാമുമായി ബന്ധപ്പെട്ട്. അപ്പം നമുക്ക് വേണ്ടത് ഈ APJ അബ്ദുൽ കലാമുമായി ബന്ധപ്പെട്ട് കേരളത്തിന് പ്രധാനപ്പെട്ട ഒരു GK ഉണ്ട്. കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി 10 പരിപാടി, 10 പോയിന്റ് പ്രോഗ്രാം, 10 പരിപാടി കൊണ്ടുവന്ന വ്യക്തിത്വമാണ് APJ അബ്ദുൽ കലാം. അപ്പൊ ചില ആളുകൾ മനസ്സ് വിചാരിക്കും 14 പരിപാടി എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്. അത് കൊണ്ടുവന്നത് മുഹമ്മദ് അലി ജിന്നയാണ്.
പാകിസ്ഥാനെ പുഴുക്കുത്തേറ്റ പാകിസ്ഥാൻ എന്ന് വിശേഷിപ്പിച്ച മുഹമ്മദ് അലി ജിന്നയാണ് 14 പരിപാടി കൊണ്ടുവന്നത്. 20 പരിപാടി കൊണ്ടുവന്നത് ഇന്ദിരാഗാന്ധിയാണ്. അപ്പൊ 10 പരിപാടി APJ അബ്ദുൽ കലാം, 14 പരിപാടി മുഹമ്മദ് അലി ജിന്ന, 20 പരിപാടി ഇന്ദിരാഗാന്ധി. ഒരു പോയിന്റ് കൂടെ ഓർത്തു വെക്കുക, 14 നിർദ്ദേശങ്ങൾ. സർവ്വരാജ്യ സഖ്യം എന്നറിയപ്പെടുന്ന ലീഗ് ഓഫ് നേഷൻ രൂപീകരിക്കുന്ന സമയത്ത് വുഡ്രോ വിൽസൺ എന്നറിയപ്പെടുന്ന വ്യക്തി കൊണ്ടുവന്ന നിർദ്ദേശമാണ് 14 നിർദ്ദേശം. അതൊക്കെ നമ്മുടെ ഔട്ട് ഓഫ് സിലബസ് ആണ്, അത് അവിടെ നിൽക്കട്ടെ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അത് APJ അബ്ദുൽ കലാമുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ആദ്യമായി വിദ്യാർത്ഥികളുടെ പരാതി പരിഹരിക്കാൻ ഓംബുഡ്സ്മാനെ നിയമിച്ച സർവകലാശാലയുടെ പേര് അത് കേരള സർവകലാശാല എന്നല്ല, കേരള കുഫോസ് എന്നല്ല, അല്ലെങ്കിൽ കേരള ഡിജിറ്റൽ സർവകലാശാല എന്നല്ല. ഉത്തരം APJ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാല എന്നാണ്. ഡിജിറ്റൽ സർവകലാശാലയിൽ ഇപ്പോൾ BC നിയമനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ലേറ്റസ്റ്റ് അപ്പോയിൻമെന്റ് ഉണ്ട്. നമ്മൾ എല്ലാ ദിവസവും ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ആ അപ്ഡേഷനകത്ത് അതൊക്കെ ഒന്ന് ആഡ് ചെയ്ത് പഠിക്കുക. ഓക്കെ, അടുത്തത് കേരള സംസ്ഥാനത്തെ ആദ്യത്തെ സർക്കാരിതര ക്യാമ്പസ് വ്യവസായ പാർക്ക് നിലവിൽ വന്നത് മൂവാറ്റുപുഴയിലാണ്. അത് ഓർത്തു വെക്കുക. കേരളത്തിലെ ആദ്യത്തെ ഹരിത സമൃദ്ധി ഗ്രാമപഞ്ചായത്തിന്റെ പേര് കരവാരം എന്നാണ്. ഇതൊക്കെ റാൻഡമായി ചോദിക്കാൻ കൊള്ളാം. ദെൻ ഇന്ത്യയിലെ പ്രഥമ ഡിജിറ്റൽ സമഗ്ര ഭൗമ വിവരശേഖരണ ബ്ലോക്ക് പഞ്ചായത്ത് ചിറയൻകീഴാണ്, തിരുവനന്തപുരം ജില്ലയിലാണ് ചിറയൻകീഴ്. ചിറയൻകീഴിന് ഒത്തിരി കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട ചോദ്യമുണ്ട്. ചിറയൻകീഴുമായി ബന്ധപ്പെട്ട് വക്കം അബ്ദുൽ ഖാദർ മൗലവിക്ക് ഒത്തിരി പ്രത്യേകതയുണ്ട്, അതവിടെ നിൽക്കട്ടെ. ദെൻ സർക്കാർ ഉടമസ്ഥതയിലുള്ള പ്രധാനപ്പെട്ട ചോദ്യമാണ്, സർക്കാർ ഉടമസ്ഥതയിലുള്ള കേരളത്തിലെ ആദ്യത്തെ ഡ്രൈവിംഗ് സ്കൂൾ 2024 ജൂണിൽ ഉദ്ഘാടനം ചെയ്തിരുന്നു. ആ ഉദ്ഘാടനം ചെയ്തത് തിരുവനന്തപുരത്താണ്. അപ്പം ഈ പറയുന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട മന്ത്രിമാരുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പഠിക്കണം. ഇപ്പം ഗതാഗത വകുപ്പ് മന്ത്രിയുണ്ട്, ധനകാര്യ വകുപ്പ് മന്ത്രിയുണ്ട്, 3 വനിതകളുണ്ട് മന്ത്രിസ്ഥാനത്ത്. ബിന്ദു ചിഞ്ചു റാണി, ബിന്ദു ചിഞ്ചു റാണി അല്ല, ബിന്ദു, ദെൻ ചിഞ്ചു റാണി, പിന്നെ വീണ ജോർജ്. നമ്മൾ പഠിക്കുമ്പോൾ ഇങ്ങനെ പഠിക്കുന്നത് ബിന്ദു ചിഞ്ചു വീണ, ബിന്ദു ചിഞ്ചു വീണ, ഇങ്ങനെ നമ്മൾ പഠിക്കുന്നത്. അത് പഠിക്കട്ടെ. നമ്മൾ ഒരിക്കലും അവർക്ക് വാല്യൂ കൊടുത്തു തന്നെയാണ് സംസാരിക്കുന്നത്. അവരുടെ പ്രത്യേക ക്ലാസ് എടുക്കുന്ന സമയത്ത് അവരുടെ പൂർണ്ണമായ പേര്, അവരുടെ പോർട്ട്ഫോളിയോ, അവരേത് മണ്ഡലത്തിൽ നിന്നാണ് മത്സരിച്ച് വിജയിച്ചു വന്നത് തുടങ്ങിയ കണ്ടന്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. അതല്ലാതെ അവരുടെ ചെറിയൊരു പേര് പറഞ്ഞ് അവരെ കളിയാക്കുകയോ അല്ലെങ്കിൽ അവരെ പറയുന്ന നെഗറ്റീവായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുകയോ ഒന്നും ചെയ്തതല്ല. അപ്പോൾ അതൊന്ന് ഓർത്തു വെക്കുക. സർക്കാർ ഉടമസ്ഥതയിലുള്ള കേരളത്തിലെ ആദ്യത്തെ ഡ്രൈവിംഗ് സ്കൂൾ 2024 ജൂണിൽ ഉദ്ഘാടനം ചെയ്തു. അത് തിരുവനന്തപുരത്താണ്, അതൊന്ന് ഓർത്തു വെക്കണം. അടുത്തത്, ഇന്ത്യയിൽ ആദ്യമായിട്ട് കേസ് ഫയൽ ചെയ്യാൻ വേണ്ടി ആപ്പ് അവതരിപ്പിച്ച ഹൈക്കോടതിയുടെ പേര് കേരള ഹൈക്കോടതിയാണ്. അപ്പൊ കേരള ഹൈക്കോടതിയിലെ പുതിയ ചീഫ് ജസ്റ്റിസിനെ പറ്റി പഠിക്കണം. കേരള ഹൈക്കോടതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള പുതിയ ആനുകാലിക കണ്ടന്റുകൾ ഉണ്ടോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യണം. ഇതൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്താണ് നമ്മുടെ അപ്ഡേഷൻ ആകുന്നത്. അപ്പൊ ഇന്ത്യ മഹാരാജ്യത്ത് ആദ്യമായിട്ട് കേസ് ഫയൽ ചെയ്യാൻ ആപ്പ് അവതരിപ്പിച്ച ഹൈക്കോടതിയുടെ പേര് കേരള ഹൈക്കോടതി എന്നാണ്. അതൊന്ന് ഓർത്തു വെക്കണം. അടുത്തത്, ഇന്ത്യയിലെ പ്രഥമ കായിക ഉച്ചകോടിയുടെ വേദി അത് കേരളമാണ്. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സയൻസ് പാർക്ക് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് തിരുവനന്തപുരം ജില്ലയിലെ പള്ളിപ്പുറം എന്നറിയപ്പെടുന്ന സ്ഥലമാണ്. അതൊന്ന് ഓർത്തു വെക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ദരിദ്ര നിർമ്മാർജ്ജന നഗരസഭ ഏതെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജന നഗരസഭ അത് കൊട്ടാരക്കരയാണ്. കൊട്ടാരക്കരയുടെ ആദ്യകാല പേര് എന്താണ്? കൊട്ടാരക്കരയുടെ ആദ്യകാല പേരേതാ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഗണപതി വട്ടം എന്നാണോ? ഒരിക്കലും ഗണപതി വട്ടമല്ല. കൊട്ടാരക്കരയ്ക്ക് ഒരു ആദ്യകാല പേരുണ്ട്. ഇപ്പം നമുക്കറിയാം കായംകുളത്തിന് ഒരു ആദ്യകാല പേരുണ്ട്. അതിന് കായംകുളത്തിന്റെ ആദ്യകാല പേര് ഏതാണ്? കായംകുളത്തിന്റെ ആദ്യകാല പേര് ഓടനാട് എന്നാണ്. ഓടനാട്. തൃശ്ശൂരിന് ഒരു ആദ്യകാല പേരുണ്ട്, തൃശ്ശിവ പേരൂർ. എറണാകുളത്തിന് ഒരു ആദ്യകാല പേരുണ്ട്, ഋഷിനാഗകുളം. കൊച്ചിക്ക് ഒരു ആദ്യകാല പേരുണ്ട്, ഗോശ്രീ. ഇങ്ങനെയൊക്കെ കേരള PSC ചോദ്യം വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് വേണ്ടത് ഇളയെടുത്ത് സ്വരൂപം എന്ന് ചോദ്യമുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കുക. അപ്പൊ നമുക്ക് വേണ്ടത് ഇപ്പൊ ഗണപതി വട്ടം എന്ന് പറഞ്ഞാൽ സുൽത്താൻ ബത്തേരി എന്നറിയപ്പെടുന്ന സ്ഥലത്തിന്റെ ആദ്യകാല പേരാണ് ഗണപതി വട്ടം. അതൊരു പ്രധാനപ്പെട്ട ഏറ്റവും ഒരു 6-7 മാസത്തിന് മുന്നേ വളരെ വിവാദമായിട്ടുള്ള ഒരു ടേമാണ് ഈ പറയുന്ന ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട് ആ ഒരു പരാമർശമൊക്കെ നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഒത്തിരി വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. കഴിഞ്ഞ HSSC പരീക്ഷ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. HSSC മലയാളം പരീക്ഷയ്ക്കാണെന്ന് തോന്നുന്നു ആ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. ആ ചോദ്യത്തിനകത്താണ് ഭാഷാ സിനിമയുടെ സംവിധായകന്റെ പേര് തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ വന്നത്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അപ്പൊ ഇന്ത്യയിൽ ആദ്യത്തെ സമ്പൂർണ്ണ ദാരിദ്ര്യ നിർമ്മാർജ്ജന നഗരസഭ ഏതാണ്? അത് കൊട്ടാരക്കരയാണ്. അതൊന്ന് ഓർത്തു വെക്കുക. അടുത്തത്, ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേഷ്യയിലെ ആദ്യ നഗരം. നമ്മൾ നേരത്തെ പറഞ്ഞു, ഏതെങ്കിലും കണ്ടന്റ് പഠിക്കുന്ന സമയത്ത് IMF, IBRD, UN, ലോകാരോഗ്യ സംഘടന എന്നൊക്കെ ഫ്രണ്ടിലുണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നതിന് നമുക്ക് ദോഷമൊന്നുമില്ലല്ലോ.
ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായിട്ട് പ്രഖ്യാപിച്ച ദക്ഷിണേഷ്യയിലെ ആദ്യ നഗരം ഏതെന്ന് ചോദിച്ചാൽ അതിനുത്തരം അത് കൊച്ചിയാണ്. ഇന്ത്യയിൽ ആദ്യമായി ജലമെട്രോ സംവിധാനം നിലവിൽ വന്നത് കൊച്ചിയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ജലമെട്രോ സംവിധാനം നിലവിൽ വന്നത്. അതൊന്ന് ഓർത്തു വെക്കുക. കേരളത്തിലാണ് ചോദിക്കുന്നത്. കേരളത്തിൽ ആദ്യ മെട്രോ സംവിധാനം കൊച്ചിയിലാണ്. ഇന്ത്യയിലെ 7ാമത്തെ മെട്രോ ആണ് കൊച്ചി മെട്രോ. അതൊക്കെ ഒന്ന് ഓർത്തു വെക്കുക. അതാണ് അടുത്തത്. ഭിന്നശേഷി മേഖല നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു ഏരിയ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഭിന്നശേഷിക്കാരുടെ വികസനവുമായി ബന്ധപ്പെട്ട് അവരുടെ ഉന്നമനവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ചോദ്യം ഉണ്ടോ നോക്കണം. ട്രാൻസ്ജെൻഡറുമായി ബന്ധപ്പെട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം പ്രധാനപ്പെട്ട കുറച്ച് ഏരിയ ഉണ്ട്. ട്രാൻസ്ജെൻഡർ മേഖലയുമായി ബന്ധപ്പെട്ട്, സ്ത്രീകളുടെ ഉന്നമനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, കുട്ടികളുടെ ഉന്നമനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, ഇതൊക്കെയാണ് പദ്ധതികളിൽ കൂടുതലായി ഫോക്കസ് ചെയ്ത് PSC പരീക്ഷകൾ ചോദിക്കാറുള്ളത്. ഇപ്പൊ ഭിന്നശേഷി മേഖലയിൽ നടപ്പാക്കുന്ന ടാപ്പ് പദ്ധതി, മറക്കല്ലേ, ടാപ്പ് പദ്ധതി ഇന്ത്യയിൽ ആദ്യമായി നടപ്പിലാക്കുന്ന സംസ്ഥാനം അത് കേരളമാണ്. ടാപ്പ് പദ്ധതി എന്താണെന്നൊക്കെ നമ്മൾ ഈ പറഞ്ഞ ഭിന്നശേഷി മേഖല മാത്രം ഡിസ്കസ് ചെയ്യുന്ന ഒരു ക്ലാസ് ആയിട്ട് ഞാൻ എടുത്തു തന്നോളാം. അടുത്തത്, സൂക്ഷ്മ ഇടത്തരം സംരംഭങ്ങൾക്ക് ഇൻഷുറൻസ് ഏർപ്പെടുത്തിയ ഇന്ത്യയിൽ ആദ്യത്തെ സംസ്ഥാനം അത് കേരളമാണ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഞാൻ അങ്ങോട്ട് ചോദിച്ചോട്ടെ. ഇൻഷുറൻസ് എന്നത് സമ്പദ് വ്യവസ്ഥയുടെ ഏത് മേഖലയിൽ ഉൾപ്പെടുന്ന? ഉത്തരം 3ാമത്തെ മേഖല, തൃതീയ മേഖലയിൽ ഉൾപ്പെടുന്നതാണ് ഏത്? ഇൻഷുറൻസ് എന്നത്. അതും ഓർത്തു വെക്കുക. അടുത്ത, കേരളത്തിൽ ആദ്യത്തെ താളിയോല മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, തിരുവനന്തപുരത്താണ്. അതും ഓർത്തു വെക്കണം. അടുത്തത്, കേരള സംസ്ഥാനത്ത് ആദ്യമായി സ്രാങ്ക് ലൈസൻസ് നേടിയ വനിത. അതൊക്കെ ഒന്ന് ഓർത്തു വെക്കണം. അപ്പൊ കേരള സംസ്ഥാനത്ത് ആദ്യമായിട്ട് ഒരു സ്രാങ്ക് ലൈസൻസ് ഒഫീഷ്യലായി നേടുന്നത് S സന്ധ്യ എന്നറിയപ്പെടുന്ന വനിതയാണ്. അതൊന്ന് ഓർത്തു വെക്കുക. അടുത്ത കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യം, അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യൻ വനിതാ ടീമിന്റെ ക്യാപ്റ്റനായ ആദ്യ മലയാളി അത് മിന്നുമണിയാണ്. അതൊന്ന് ഓർത്തു വെക്കണം. അപ്പം ചില ആളുകൾ മനസ്സിൽ വിചാരിക്കും, ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടല്ലോ, ഇന്ത്യയിൽ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് സ്ഥാപിതമായത് അത് പൂനെയിലല്ലയോ? ആണ്. അപ്പൊ അവിടെ 3 ചോദ്യങ്ങളുണ്ട്. ഒന്ന്, ഇന്ത്യയിൽ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ല ചോദിച്ചാൽ അത് കൊല്ലമാണ്. ഇന്ത്യയിൽ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ല ചോദിച്ചാൽ അത് കൊല്ലവും. ഇന്ത്യയിൽ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് സ്ഥാപിതമായത് അത് മഹാരാഷ്ട്രയിലെ പൂനെ എന്നറിയപ്പെടുന്ന സ്ഥലത്തും. ഇന്ത്യയിൽ ആദ്യത്തെ ഭരണഘടനാ മ്യൂസിയം നമ്മൾ തുടക്കം പറഞ്ഞായിരുന്നു. ഇന്ത്യയിൽ ആദ്യ ഭരണഘടനാ മ്യൂസിയം എവിടെ? ഹരിയാനയിലെ എവിടാണ്? സോനിപ്പത്തിലാണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. 18ാം ലോക്സഭാ സ്പീക്കറായ ഓം ബിർളയും നിയമ സഹമന്ത്രിയും കൂടെ ഉദ്ഘാടനം ചെയ്തു എന്നൊക്കെ പറഞ്ഞില്ലേ? അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്തു വെക്കുക. നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഓക്കെ, അടുത്തത്, ഇന്ത്യയിൽ ആദ്യത്തെ സോളാർ ക്രൂയിസ് ബോട്ടിന്റെ പേര് ഇന്ദ്ര എന്നാണ്. അപ്പൊ ചില ആളുകൾ മനസ്സിൽ വിചാരിക്കും, ആദിത്യ ഉണ്ടല്ലോ, അത് ഇന്ത്യയിൽ ആദ്യത്തെ സോളാർ ഫെറി ബോട്ടാണ്. ഇന്ത്യയിൽ ആദ്യത്തെ സോളാർ ഫെറി ബോട്ടാണ് ഏത്? ഈ ആദിത്യ എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിൽ ആദ്യത്തെ സോളാർ ക്രൂയിസ് ബോട്ട് ഏതെന്ന് ചോദിച്ചാൽ അത് ഇന്ദ്രയാണ്. അതൊന്ന് ഓർത്തു വെക്കണം. അടുത്തത്, സാറ ഉണ്ണി എന്ന അഭിഭാഷകയെ പറ്റി നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുള്ളതായിരിക്കാം. കാരണം സമൂഹ മാധ്യമങ്ങളായിക്കോട്ടെ, കേരളത്തിലെ വാർത്താ ചാനലിലൂടെ ഒക്കെ ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട സോഷ്യൽ മീഡിയയിലെല്ലാം വളരെ ട്രെൻഡിങ് ആയ ഒരു വ്യക്തിത്വമാണ് സാറ ഉണ്ണിയല്ല, സാറ സണ്ണി. അത് അവരുടെ പ്രത്യേകത ഇതാണ്, സുപ്രീം കോടതിയിൽ ആദ്യമായിട്ട് ആംഗ്യ ഭാഷയിൽ വാദങ്ങൾ നടത്തി ശ്രദ്ധിക്കപ്പെട്ട ഇന്ത്യയിൽ ആദ്യത്തെ ബധിര അഭിഭാഷകയുടെ പേര് സാറ സണ്ണി എന്നാണ്. അതൊന്ന് ഓർത്തു വെക്കണം. അടുത്തത്, ഇന്ത്യയിൽ ആദ്യമായി പൂർണ്ണമായി വനിതകൾ നിർമ്മിച്ചൊരു ഉപഗ്രഹമുണ്ട്. ആ ഉപഗ്രഹത്തിന്റെ പേര് വുമൺ എഞ്ചിനീയറിംഗ് സാറ്റലൈറ്റ് എന്നാണ്. ഇന്ത്യയിൽ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ അത് കൊൽക്കത്തയിലാണ്. ഇക്കഴിഞ്ഞ LGSന്റെ 2ാം ഘട്ട പരീക്ഷയിൽ ചോദിച്ച ഒരു ചോദ്യമുണ്ടല്ലോ, ഇന്ത്യയിൽ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോയുടെ പേര് അത് കൊൽക്കത്തയിൽ നിന്നാണ്. അന്ന് ഓർത്തു വെക്കണം. അടുത്തത്, സർക്കാർ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രഭാത ഭക്ഷണ പദ്ധതി ആദ്യമായി ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം അത് തമിഴ്നാടാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇതൊരു ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഉച്ചഭക്ഷണ പദ്ധതി മിഡ് ഡേ മീൽ എന്നറിയപ്പെടുന്ന സംവിധാനം കൊണ്ടുവന്നത് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായിരുന്ന അന്നത്തെ K കാമരാജ്, കിങ് മേക്കർ എന്നറിയപ്പെടുന്ന K കാമരാജാണ് ഇന്ത്യയിൽ ആദ്യമായി തമിഴ്നാട്ടിൽ മിഡ് ഡേ മീൽ സിസ്റ്റം അല്ലെങ്കിൽ ഉച്ചഭക്ഷണ പദ്ധതി എന്ന ആശയം നടപ്പിലാക്കുന്നത് ഈ വിദ്യാലയ കേന്ദ്രത്തിൽ. ഇവിടെ സർക്കാർ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രഭാത ഭക്ഷണ പദ്ധതി ആദ്യമായി ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം തമിഴ്നാടാണ്. അടുത്തത്, വൃന്ദാവൻ എന്നറിയപ്പെടുന്ന ഒരു ആൻസർ ഉണ്ട്. പെൺകുട്ടികൾക്കായിട്ടുള്ള ഇന്ത്യയിൽ ആദ്യത്തെ സൈനിക സ്കൂൾ നിലവിൽ വന്നത് വൃന്ദാവൻ, ഉത്തർപ്രദേശിലെ വൃന്ദാവനാണ്. അപ്പോൾ ഒരു ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിച്ചോട്ടെ, സൈനിക സ്കൂൾ എന്ന ആശയം ആരുടേതാ? സൈനിക സ്കൂൾ എന്ന ആശയം കൊണ്ടുവന്നത് VK കൃഷ്ണമേനോനാണ്. ഒന്ന് ഓർത്തു വെക്കണം,
ഈ VK കൃഷ്ണമേനോനെ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന ഒരു പോയിന്റാണ്. ഇന്ത്യയിൽ ആദ്യമായി സൈനിക സ്കൂൾ എന്ന ആശയം കൊണ്ടുവന്ന വ്യക്തിത്വം VK കൃഷ്ണമേനോൻ. ഈ VK കൃഷ്ണമേനോൻ റെക്കമെൻഡ് ചെയ്തൊരു പാർലമെന്ററി കമ്മിറ്റി ഓർമ്മയുണ്ടോ? ഫസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത VK കൃഷ്ണമേനോന്റെ റെക്കമെൻഡേഷൻ പ്രകാരം നിലവിൽ വന്ന പാർലമെന്ററി കമ്മിറ്റിയുടെ പേര് കമ്മിറ്റി ഓൺ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് എന്നാണ് പഠിപ്പിച്ചതാണ്. ഇന്ത്യയിൽ ആദ്യത്തെ മറക്കല്ലേ, ഇന്ത്യയിൽ ആദ്യത്തെ പ്രതിരോധ വകുപ്പ് മന്ത്രി ആരെന്ന് ചോദിക്കും. ഇന്ത്യയുടെ ആദ്യ പ്രതിരോധ വകുപ്പ് മന്ത്രി ആരെന്ന് ചോദിച്ചാൽ അത് ബൽദേവ് സിംഗും, പ്രതിരോധ വകുപ്പ് മന്ത്രിയായ ആദ്യ മലയാളി ആരെന്ന് ചോദിച്ചാൽ അത് VK കൃഷ്ണമേനോനുമാണ്. അത് രണ്ടും കുഴഞ്ഞു പോകരുത്, രണ്ട് ഉത്തരമാണ്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അടുത്തത് വടക്കേ കിഴക്കൻ എന്ന് പറഞ്ഞാൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ സ്ഥലപ്പേരിൽ അറിയപ്പെടുന്ന ഒരു ആദ്യ യുദ്ധക്കപ്പലുണ്ട്. ആ യുദ്ധക്കപ്പലിന്റെ പേര് INS ഇംഫാൽ എന്നാണ്. INS ഇംഫാൽ എന്നാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ സർക്കാർ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രഭാത ഭക്ഷണ പദ്ധതി ആദ്യമായി ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം തമിഴ്നാട്. പെൺകുട്ടികൾക്കായിട്ടുള്ള ഇന്ത്യയിലെ ആദ്യ സൈനിക സ്കൂൾ നിലവിൽ വന്നത് വൃന്ദാവൻ, ഉത്തർപ്രദേശിലെ വൃന്ദാവനിലാണ്. ഈ സൈനിക സ്കൂൾ എന്ന ആശയം കൊണ്ടുവന്നതാര? അത് VK കൃഷ്ണമേനോനാണ്. VK കൃഷ്ണമേനോൻ രണ്ട് പ്രത്യേകത നമ്മൾ പറഞ്ഞു. കമ്മിറ്റി ഓൺ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് എന്ന പാർലമെന്ററി കമ്മിറ്റി റെക്കമെൻഡ് ചെയ്ത മലയാളി VK കൃഷ്ണമേനോനാണ്. ഇന്ത്യയുടെ പ്രതിരോധ വകുപ്പ് മന്ത്രിയായ ആദ്യ മലയാളി VK കൃഷ്ണമേനോൻ. ആദ്യ വ്യക്തി ആരാണ്? ബൽദേവ് സിംഗ്. അടുത്ത അവിടെയും ചോദ്യമുണ്ട്. പ്രതിരോധ വകുപ്പ് മന്ത്രിയായി, ഇന്ത്യയുടെ പ്രതിരോധ വകുപ്പ് മന്ത്രിയായി ഏറ്റവും കൂടുതൽ കാലം ഇരുന്ന വ്യക്തി ചോദിച്ചാലും മലയാളി ചോദിച്ചാലും അത് AK ആന്റണിയാണ്. മറന്ന സമയത്ത് മാറ്റി അപ്ഡേറ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് വേണ്ട ഇന്ത്യയിൽ ആദ്യത്തെ അല്ലെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ പ്രധാനപ്പെട്ട കണ്ടന്റുകളെ ഞാൻ പറഞ്ഞുള്ളൂ. വളരെ പ്രധാനപ്പെട്ട മറ്റ് കണ്ടന്റുകളുണ്ട്. അതൊക്കെ നമ്മുടെ PDF നോട്ടിൽ ഒന്ന് വായിച്ചു വെക്കാൻ വേണ്ടി ശ്രമിക്കുക. വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് അത് ഗുണമായി മാറണം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് സാഹിത്യ പുരസ്കാരങ്ങളാണ്. നമുക്കറിയാം മത്സര പരീക്ഷകൾക്ക് സാഹിത്യ പുരസ്കാരം എന്നറിയപ്പെടുന്ന ടോപ്പിക്കിന് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്. അപ്പോൾ അത് എഴുത്തച്ഛൻ പുരസ്കാരമാകാം, അല്ലെങ്കിൽ വയലാർ പുരസ്കാരമാകാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ജ്ഞാനപ്പാന പുരസ്കാരമാകാം, ഈ പറയുന്ന ജ്ഞാനപീഠ പുരസ്കാരമാകാം, എന്തുമായിക്കോട്ടെ. അപ്പോൾ സാഹിത്യ മേഖലയിൽ നിന്ന്, അത് മലയാള വ്യാകരണത്തിൽ നിന്ന് വരാം, എന്തുമായിക്കോട്ടെ, നമുക്കൊരു ക്വസ്റ്റ്യൻ ഉറപ്പിക്കാൻ പറ്റണം. അതാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിൻ്റെ സാഹിത്യ പുരസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഇപ്പം വയലാർ പുരസ്കാരമാണെങ്കിൽ വയലാർ പുരസ്കാരം ഏറ്റവും ലേറ്റസ്റ്റ് ആയി 2024 കിട്ടിയത് ആർക്കാണ്? ഇപ്പോൾ വയലാർ പുരസ്കാരവുമായി ബന്ധപ്പെട്ട് 48ാമത് വയലാർ പുരസ്കാരം കിട്ടിയത് അശോകൻ ചരുവിൽ എന്നറിയപ്പെടുന്ന വ്യക്തിക്കാണ്. അപ്പോൾ 2023 ആർക്കാണ് കിട്ടിയത്? 2022. ഈ ഒരു 3 വർഷം നമുക്ക് വേണം. 2022 വേണം, 23 വേണം, 24 വേണം. അപ്പം അങ്ങനെ 3 ടേമുകൾ വെച്ച് ഓരോ അവാർഡുകൾ, ആ അവാർഡുകൾക്ക് ആവശ്യമായിട്ടുള്ള നോട്ട്സുകളെല്ലാം സോർട്ട് ചെയ്ത് നമ്മളെ PSC ഇൻഫ്ലുവൻസറിന്റെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് ആരെങ്കിലും അയ്യോ ഈ നോട്ടുകളൊന്നും വേണ്ട എന്ന് കരുതുന്നവർക്ക് വേണ്ടിയല്ല. ക്ലാസ്സിനോടൊപ്പം തന്നെ നോട്ടും വായിക്കുക, നോട്ട്സ് എഴുതി നിങ്ങൾ സമയം കളയണ്ട എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പം നമുക്ക് വേണ്ടത് ഇതാണ്, അതൊന്ന് ഓർത്തു വെക്കുക. അപ്പം അത് ഒന്നാമത്തെ ഏരിയ പറയുന്നു. സരസ്വതി സമ്മാൻ നമുക്ക് എല്ലാവർക്കും അറിയാം. മത്സര പരീക്ഷകളിൽ സാഹിത്യ പുരസ്കാരവുമായി ബന്ധപ്പെട്ട് ചോദ്യം വരും. ഈ ഒരു മേഖല ചോദിക്കാറുണ്ട്. സരസ്വതി സമ്മാൻ 2023 33ാമത് സരസ്വതി സമ്മാൻ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി പ്രഭാവർമ്മയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന അദ്ദേഹം മലയാളിയാണ്. പ്രഭാവർമ്മയുമായി ബന്ധപ്പെട്ട ഒത്തിരി ചോദ്യങ്ങൾ നിങ്ങൾക്കറിയാം, മനസ്സിലുണ്ടായിരിക്കാം. അപ്പൊ സരസ്വതി സമ്മാനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം കിട്ടണം. 2023 33ാമത്, മറക്കല്ലേ, 2023 33ാമത് സരസ്വതി സമ്മാൻ പുരസ്കാരത്തിന് അർഹനായത് പ്രഭാവർമ്മയാണ്. അപ്പൊ ഈ പറയുന്ന പ്രഭാവർമ്മയാണല്ലോ 2023 സരസ്വതി സമ്മാൻ ജേതാവ്. ഈ പുരസ്കാര തുക കൂടി ഒന്ന് ഓർത്തു വെച്ചേക്കണം. 15 ലക്ഷം രൂപയാണ് സരസ്വതി സമ്മാന്റെ പുരസ്കാര തുക. ഇപ്പം ഈ പറഞ്ഞ പ്രഭാവർമ്മയുടെ ഏത് കൃതിക്കാണ്, രൗദ്ര സാത്വികം എന്ന കാവ്യാഖ്യായിക്കാണ് ഈ പുരസ്കാരം കിട്ടിയേക്കുന്നത്? അതൊന്ന് ഓർത്തു വെക്കണം. ഇനി ഈ പറയുന്ന സരസ്വതി സമ്മാനുമായി ബന്ധപ്പെട്ട പ്രഭാവർമ്മ എന്ന കണ്ടന്റ് പഠിക്കുമ്പം ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടന്റ് കൂടി നമ്മൾ പഠിക്കണം. എന്തുവാണെന്നറിയോ? സരസ്വതി സമ്മാൻ പുരസ്കാരം നേടുന്ന 4ാമത്തെ മലയാളിയാണ് പ്രഭാവർമ്മ. അതുകൂടി ഒന്ന് ഓർത്തു വെക്കണേ. അപ്പൊ സരസ്വതി സമ്മാനുമായി ബന്ധപ്പെട്ട് 2023 33ാമത് സരസ്വതി സമ്മാൻ പുരസ്കാരത്തിന് അർഹനായത് പ്രഭാവർമ്മയാണ്. പുരസ്കാര തുക 15 ലക്ഷം രൂപയാണ്. രൗദ്ര സാത്വികം എന്ന കാവ്യാഖ്യായിക്കാണ് പുരസ്കാരം കിട്ടിയിട്ടുള്ളത്. സരസ്വതി സമ്മാൻ പുരസ്കാരം നേടുന്ന 4ാമത്തെ മലയാളിയാണ് പ്രഭാവർമ്മ. അപ്പൊ ലേറ്റസ്റ്റ് കറണ്ട് അഫയർ കിട്ടി. അപ്പൊ നമുക്ക് വേണ്ടത് 2023 അല്ലേ നമ്മൾ പറഞ്ഞേ? 2022 സരസ്വതി സമ്മാൻ നേടിയത് ശിവശങ്കരിക്കാണ്. 2022 സരസ്വതി സമ്മാൻ നേടിയത് ആരാണ്? ശിവശങ്കരിയാണ്. അവരുടെ കൃതി മറക്കല്ലേ, സൂര്യവംശം എന്ന തമിഴ് കൃതിക്കാണ് ഈ പുരസ്കാരം ലഭിക്കുന്നത്. അത് 2019 പ്രസിദ്ധീകരിച്ചത്. 2019 ഈ ശിവശങ്കരി എന്നറിയപ്പെടുന്ന സാഹിത്യകാരി പ്രസിദ്ധീകരിച്ച ഓർമ്മക്കുറിപ്പാണ് സൂര്യവംശം.
തമിഴിലാണ് പ്രസിദ്ധീകരിച്ചത്. ആ കൃതിക്കാണ് 2022 സരസ്വതി സമ്മാൻ ലഭിക്കുന്നത്. 2021 സരസ്വതി സമ്മാൻ നേടിയത് രാം ദർശ മിശ്രയ്ക്കാണ്. അതുകൂടി ഒന്ന് ഓർത്തു വെക്കുക. A to Z കാര്യങ്ങൾ നോട്ടിലുണ്ട്, ഒന്ന് വായിച്ചു വെച്ചേക്കണേ. അപ്പൊ 2023 കിട്ടി. 2023 സരസ്വതി സമ്മാൻ പ്രഭാവർമ്മയ്ക്ക്. 2022 ചോദിച്ചാൽ അത് ശിവശങ്കരിക്ക്. 2021 ചോദിച്ചാൽ രാം ദർശ മിശ്രയ്ക്കാണ്. അടുത്തത് സ്വാതി സംഗീത പുരസ്കാരം. പുരസ്കാരങ്ങൾക്ക് ക്ഷാമമില്ല, ഒത്തിരി പുരസ്കാരങ്ങളുണ്ട്. ആ പുരസ്കാരങ്ങളെല്ലാം നമ്മൾ പഠിക്കണം. സ്വാതി സംഗീത പുരസ്കാരം എന്നറിയപ്പെടുന്ന ഒരു പുരസ്കാരം ഉണ്ടല്ലോ. സംസ്ഥാന സർക്കാരിന്റെ 2021 സ്വാതി സംഗീത പുരസ്കാരം ലഭിച്ചത് PR കുമാര കേരളവർമ്മയ്ക്കാണ്. 2021 സ്വാതി സംഗീത പുരസ്കാരം ലഭിച്ചത് ആരാണ്? PR കുമാര കേരളവർമ്മ. ഇതൊരു പുരസ്കാര തുകയുണ്ട്, 2 ലക്ഷം രൂപയാണ്. അതൊന്ന് ഓർത്തു വെക്കുക. 2020 സ്വാതി സംഗീത പുരസ്കാരം നേടിയത് ഡോക്ടർ K ഓമനക്കുട്ടിയാണ്. അതുകൂടി ഒന്ന് ഓർത്തു വെച്ചാൽ നല്ലത്. അടുത്തത് ജ്ഞാനപ്പാന പുരസ്കാരം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പൂന്താനമാണല്ലോ ജ്ഞാനപ്പാന എഴുതിയത്. ജ്ഞാനപ്പാന പുരസ്കാരമുണ്ട്. ഗുരുവായൂർ ദേവസ്വത്തിന്റെ 2024 ജ്ഞാനപ്പാന പുരസ്കാരത്തിന് അർഹനായത് ആരും ചോദിച്ചാൽ അത് രാധാകൃഷ്ണൻ കാക്കശ്ശേരിയാണ്. പുരസ്കാര തുക ഒന്ന് ഓർത്തു വെക്കുക. നമുക്ക് വേണ്ടത് വ്യക്തിത്വമാണ്. ഗുരുവായൂർ ദേവസ്വത്തിന്റെ 2024 മറക്കല്ല 2024 ജ്ഞാനപ്പാന പുരസ്കാരത്തിന് അർഹനായത് രാധാകൃഷ്ണൻ കാക്കശ്ശേരിയാണ്. അപ്പൊ 2023 ജ്ഞാനപ്പാന പുരസ്കാര ജേതാവാര വി മധുസൂദനൻ നായരാണ്. അപ്പൊ 2024 ജ്ഞാനപ്പാന പുരസ്കാരം രാധാകൃഷ്ണൻ കാക്കശ്ശേരി. 2023 ചോദിച്ചാൽ വി മധുസൂദനൻ നായർ. അതുകൂടി ഒന്ന് ഓർത്തു വെക്കണേ. അടുത്തത് കേരള PSC ഏറ്റവും കൂടുതൽ തവണ ചോദിച്ച വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. അപ്പൊ ചില ആളുകൾ മനസ്സിൽ വിചാരിക്കും 2024 എഴുത്തച്ഛൻ പുരസ്കാരം ഉണ്ടായിരുന്നല്ലോ, അതെന്താ ആഡ് ചെയ്യാത്തെ? അത് ആഡ് ചെയ്ത് അപ്ഡേറ്റഡ് PDF ആയിട്ട് PSC ഇൻഫ്ലുവൻസറിന്റെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ 2024 എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയത് NS മാധവനാണ്. NS മാധവനാണ് 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. അത് അപ്ഡേറ്റ് ചെയ്ത് PDF ആയിട്ട് നോട്ടായിട്ട് ആ ടെലഗ്രാം ഗ്രൂപ്പിൽ, ടെലഗ്രാം ചാനൽ അല്ലെങ്കിൽ ടെലഗ്രാം കൂട്ടായ്മയിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. എല്ലാ ദിവസവും PDF നോട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൽ PYQ ഉൾപ്പെടും, കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടും, പറയുന്ന കറണ്ട് അഫയേഴ്സ് PSC ബുള്ളറ്റിൻ ഉൾപ്പെടും, സയൻസ് അത് കെമിസ്ട്രി ആയിക്കോട്ടെ, ബയോളജി ആയിക്കോട്ടെ, ഫിസിക്സ് ആയിക്കോട്ടെ, എല്ലാ ടോപ്പിക്കും നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ റാൻഡമായി പ്രധാനപ്പെട്ട പോയിന്റുകളെല്ലാം ഉൾപ്പെടുത്തിയാണ് ഈ അപ്ലോഡ് ചെയ്യുന്നത്. അത് കൃത്യമായി വായിച്ചു പോവുക. നിങ്ങൾ വായിച്ച കാര്യങ്ങൾ തന്നെ, അത് ശൂന്യാകാശത്തു നിന്നൊന്നും ഉണ്ടാക്കിയെടുത്ത നോട്ടുകളൊന്നും അല്ല. നിങ്ങൾ വായിക്കുന്ന SCRTയിൽ നിന്നും, നിങ്ങൾ വായിക്കുന്ന NCRTയിൽ നിന്നും, നിങ്ങൾ വായിക്കുന്ന PYQയിൽ നിന്നും, നിങ്ങൾ വായിക്കുന്ന റാങ്ക് ഫയൽ കണ്ടന്റുകളെല്ലാം, അതല്ലാതെ ഞങ്ങൾ മാത്രമായിട്ട് ഉണ്ടാക്കി എന്ന് അവകാശപ്പെടുന്നതല്ല. ഇതെല്ലാം വായിക്കാൻ വേണ്ടിയുള്ളതാണ്. വായിച്ച് നേടുക. ഒരിക്കലും മത്സര പരീക്ഷയിൽ ആദ്യ റാങ്ക് മേടിച്ച് ജോലിയിൽ കയറുക, അല്ലെങ്കിൽ ആദ്യ റാങ്ക് മേടിച്ച് ജോലിയിൽ കയറുക എന്നുള്ളതല്ലല്ലോ നമ്മുടെ ലക്ഷ്യം. എല്ലാവർക്കും 1ാം റാങ്ക് മേടിക്കാൻ പറ്റത്തില്ല. നമ്മളാൽ കഴിയുന്ന വിധത്തിൽ നമ്മൾ പഠിക്കുക. അപ്പം ഓട്ടോമാറ്റിക്കലി നമ്മുടെ പഠനം 1ാം റാങ്കിലേക്കും 2ാം റാങ്കിലേക്കും 3ാം റാങ്കിലേക്കും നമ്മളെ കൊണ്ടെത്തിക്കും. ഒരു ജോലി കിട്ടുക എന്നുള്ളതാണ്. അല്ലാതെ 1ാം റാങ്ക് മേടിച്ച് ഞാൻ ഇത്ര മണിക്കൂറാണ് പഠിച്ചത്, അതൊക്കെ ഓരോരുത്തരുടെ എഫേർട്ട് പോലിരിക്കും. ആ എഫേർട്ട് കൂടുമ്പം ഓട്ടോമാറ്റിക്കലി നമ്മുടെ റിസൾട്ട് മാറും. അതവിടെ നിൽക്കട്ടെ. അപ്പൊ എഴുത്തച്ഛൻ പുരസ്കാരത്തിന്റെ പ്രത്യേകത 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? അത് NS മാധവനാണ്. 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന, പ്രശസ്തി പത്രവും ഫലവും ഉൾപ്പെടെ ഉള്ള ആണ് ഈ എഴുത്തച്ഛൻ പുരസ്കാരം. സാഹിത്യ രംഗത്ത് സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന ഒരു പുരസ്കാരമാണല്ലോ ഇത് എഴുത്തച്ഛൻ പുരസ്കാരം. കേരള സർക്കാർ ഏർപ്പെടുത്തുന്ന പരമോന്നത സാഹിത്യ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. അതൊന്ന് ഓർത്തു വെക്കണേ. 2024 കിട്ടിയത് NS മാധവനാണ്. അതൊന്ന് ഓർത്തു വെക്കുക. 2023 കിട്ടിയത് SK വസന്തനാണ്. അപ്പൊ 2024 ആളെ കിട്ടി. 2024 കിട്ടിയത് ആർക്കാ? അത് 2024 കിട്ടിയത് NS മാധവൻ. 2023 കിട്ടിയത് SK വസന്തൻ. എഴുത്തച്ഛൻ പുരസ്കാരവുമായി ബന്ധപ്പെട്ട ഈ 2 കാര്യങ്ങളെങ്കിലും ഓർത്തു വെക്കണേ. ഇനി ചില ആളുകൾ വിചാരിക്കും 2024, 23 അല്ലല്ലോ ചോദ്യം, 2022 ചോദിച്ചാൽ ഞങ്ങൾ എഴുതണ്ടായോ? എഴുതിക്കോ. 2022 പുരസ്കാരം നേടിയത് സേതുവാണ്. അപ്പൊ ചില ആളുകൾ വിചാരിക്കും 2021 പഠിച്ചോ. 2021 പുരസ്കാരം P വത്സല. അപ്പൊ 2021 പുരസ്കാരം P വത്സലയുമായി ബന്ധപ്പെട്ട നമ്മുടെ വിയോഗം പഠിക്കും. അതിനകത്ത് ഈ ഒരു ഏരിയ ഡിസ്കസ് ചെയ്യും. നമ്മൾ ജസ്റ്റിസ് ഫാത്തിമ ബീവിയുമായി ബന്ധപ്പെട്ട വിയോഗം ഡിസ്കസ് ചെയ്യും. MS സ്വാമിനാഥനുമായി ബന്ധപ്പെട്ട് വിയോഗം ഡിസ്കസ് ചെയ്യും. അങ്ങനെയുള്ള വിയോഗങ്ങളുടെ കൂടെ ഈ P വത്സലയെ ഓർത്തു വെക്കണേ. 2021 പുരസ്കാരം ലഭിച്ചത് P വത്സല. 2022 സേതുവിന്,
2023 SK വസന്തൻ, 2024 NS മാധവൻ. കിട്ടിയല്ലോ. അടുത്തത് വയലാർ പുരസ്കാരം. നിങ്ങൾ നോക്ക്, ഏത് മത്സര പരീക്ഷ എടുത്താലും, അത് ഡിഗ്രി ലെവൽ എടുത്തോ, +2 ലെവൽ എടുത്തോ, 10th ലെവൽ എടുത്തോ, അത് അധ്യാപക മത്സര പരീക്ഷ എടുത്തോ, ഏത് നിലവാരത്തിലുള്ള പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ഏരിയ വയലാർ പുരസ്കാരം ചോദിക്കുന്നതാണ്. നമുക്കറിയാവുന്നതാണ്. വയലാർ പുരസ്കാരവുമായി ബന്ധപ്പെട്ട ഒന്നെങ്കിൽ വയലാർ പുരസ്കാരവുമായി ബന്ധപ്പെട്ട് കൃതി ചോദിക്കും, അതല്ലെങ്കിൽ വയലാർ പുരസ്കാരവുമായി ബന്ധപ്പെട്ട് വ്യക്തിയെ ചോദിക്കും, അല്ലെങ്കിൽ വയലാർ പുരസ്കാരം കിട്ടിയത് എത്രാമത്തതാണെന്ന് ചോദിക്കാം. എന്തായാലും നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ചില ആളുകൾ കമന്റ് ചെയ്യും, ഈ പറയുന്ന കണ്ടന്റുകൾ മാത്രം പഠിച്ചാൽ മതിയോ? ഇതൊക്കെ നമ്മൾ പറയുന്ന നമ്മൾ മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പം ഇൻഫ്ലുവൻസ് ചെയ്യുമോ, നിങ്ങളെ സ്വാധീനിക്കുമോ? നിങ്ങളുടെ പഠനം എത്രത്തോളം വലുതാകുന്നോ അത്രത്തോളം നിങ്ങളുടെ റിസൾട്ട് വലുതാകും. ആ റിസൾട്ട് 1ാം റാങ്ക് ആകാം, 2ാം റാങ്ക് ആകാം, 3ാം റാങ്ക് ആകാം, എന്തും ആകട്ടെ. നമ്മൾ പറഞ്ഞേക്കുന്നത് ഓരോ ഏരിയ നമ്മൾ കവർ ചെയ്ത് പോവുകയാണ്. വയലാർ പുരസ്കാരം 2023 47ാമത് വയലാർ പുരസ്കാരത്തിന് അർഹനായത് ശ്രീകുമാരൻ തമ്പിയാണ്. ശ്രീകുമാരൻ തമ്പിക്ക് ഒരു ആത്മകഥയുണ്ട്, ജീവിതം ഒരു പെൻഡുലം. അദ്ദേഹത്തിന്റെ കൃതി ജീവിതം ഒരു പെൻഡുലം. ആ കൃതിക്കാണ് 2023 47ാമത് പുരസ്കാരം ആർക്ക് കിട്ടിയത്? ശ്രീകുമാരൻ തമ്പിക്ക് കിട്ടിയത്. അപ്പൊ 2024 48ാമത് വയലാർ പുരസ്കാരം കിട്ടിയ ഒരു വ്യക്തി ഉണ്ടല്ലോ. 48ാമത് വയലാർ പുരസ്കാരം കിട്ടിയത് ആർക്കാ? അത് അശോകൻ ചരുവിലാണ്. അശോകൻ ചരുവിലിന്റെ കാട്ടൂർ കടവ് എന്ന കൃതിക്കാണ് എന്ത് കിട്ടുന്നത്? 2024 48ാമത് വയലാർ പുരസ്കാരം ലഭിക്കുന്നത്. അപ്പൊ 2022 46ാമത് വയലാർ പുരസ്കാരം കിട്ടിയത് S ഹരീഷാണ്. S ഹരീഷിന്റെ മീശ എന്ന കൃതിക്കാണ് 2022 ലഭിച്ചത്. അപ്പൊ 2021 കിട്ടിയത് ആർക്കാ? 45ാമത് 2021 45ാമത് വയലാർ പുരസ്കാരം ലഭിച്ചത് ബെന്യാമിനാണ്. ബെന്യാമിന്റെ മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എന്ന കൃതിക്കാണ് 2021 വയലാർ പുരസ്കാരം കിട്ടുന്നത്. ഇപ്പൊ 2021 കിട്ടി, 2022 നമ്മൾ പറഞ്ഞു, 2023 നമ്മൾ പറഞ്ഞു, 2024 48ാമത് പുരസ്കാരം ആർക്ക് ലഭിച്ചു? അശോകൻ ചരുവിൽ. അതുൾപ്പെടെയുള്ള കണ്ടന്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു, ഒന്ന് ഓർത്തു വെക്കണേ. അടുത്തത് ഹരിവരാസനം പുരസ്കാരം. നമുക്കറിയാം, ഹരിവരാസനവുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് പുതിയ ഈ പറയുന്ന ഈ റേഡിയോ ചാനലിന്റെ പേര് ഹരിവരാസനം എന്നാണ്. അപ്പൊ ഹരിവരാസനം പുരസ്കാരവുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടണം. 2024 ഈ പറഞ്ഞ ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത് PK വീരമണി ദാസ് ആണ്. തമിഴ് പിന്നണി ഗായകനായ PK വീരമണി ദാസിനാണ് 2024 ഈ ഹരിവരാസനം പുരസ്കാരം ലഭിക്കുന്നത്. 2023 ജേതാവ് ശ്രീകുമാരൻ തമ്പിയാണ്. 2022 ജേതാവ് ആലപ്പി രംഗനാഥാണ്. 3 ചോദ്യം. 2024 പുരസ്കാരത്തിന് അർഹനായത് PK വീരമണിദാസ്, 2023 ജേതാവ് ശ്രീകുമാരൻ തമ്പി, 2022 ജേതാവ് ആരും ചോദിച്ചാൽ അത് ആലപ്പി രംഗനാഥാണ്. ഈ ഹരിവരാസനം പുരസ്കാരം ഒന്ന് ഓർത്തു വെക്കണേ. അടുത്തത് ഓടക്കുഴൽ അവാർഡ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അവാർഡ് എന്നറിയപ്പെടുന്ന ഏരിയ പഠിക്കുന്ന സമയത്ത് ഓടക്കുഴൽ അവാർഡിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ ഉറപ്പായിട്ട് എഴുതണം. ഗുരുവായൂരപ്പൻ ട്രസ്റ്റിന്റെ 2023 53ാമത് ഓടക്കുഴൽ അവാർഡിന് അർഹനായത് PN ഗോപീകൃഷ്ണനാണ്. വേറെ ഒന്നും നിങ്ങൾ ആലോചിക്കേണ്ട. ഗുരുവായൂരപ്പൻ, ഗോപീകൃഷ്ണൻ, ഗോപാലകൃഷ്ണൻ അങ്ങനെ ഓർത്തു വെച്ചാൽ മതി. 2023 ഹാളിൽ കയറുമ്പോൾ 2023 ഗോപികൃഷ്ണൻ, 2022 ഗോപികൃഷ്ണൻ എന്ന് പ്രാന്താകരുത്. 2023 53ാമത് ഓടക്കുഴൽ അവാർഡിന് അർഹനായത് PN ഗോപികൃഷ്ണനാണ്. അദ്ദേഹത്തിന്റെ കവിതാ സമാഹാരമുണ്ട്, കവിത മാംസഭോജിയാണ്. ഒന്ന് ഓർത്തു വെക്കണം. അടുത്തത് 2022 52ാമത് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് അംബികാസുധൻ മങ്ങാടിന്റെ. നമുക്കറിയാം, അംബികാസുധൻ മങ്ങാടുമായി ബന്ധപ്പെട്ട് കൃതി പ്രാണവായുവാണ്. അംബികാസുധൻ മങ്ങാടിന് മറ്റൊരു കൃതി ഉണ്ടല്ലോ, എൻമകജ എൻഡോസൾഫാനുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്നതാണ്. കാസർഗോഡ് ജില്ലയിൽ എൻഡോസൾഫാൻ ദുരന്തബാധിത പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട് അംബികാസുധൻ മങ്ങാട് എഴുതിയ കൃതിയുടെ പേര് എൻമകജെ നമ്മൾ പഠിക്കുന്നതാണ് അല്ലെ. അപ്പൊ 2022 52ാമത് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് അംബികാസുധൻ മങ്ങാടാണ്. കൃതിയുടെ പേര് പറ, പ്രാണവായു. ഇനി 2021 51ാമത് പുരസ്കാരം കൂടെ ഒന്ന് ഓർത്തു വെക്കണേ. സാറ ജോസഫ് ആണ്. സാറ ജോസഫ് എഴുതിയ ബുധിനി എന്ന നോവൽ അതൊന്ന് ഓർത്തു വെക്കുക. വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാവുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ആനുകാലിക സംഭവമുണ്ട്. അത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തോളാം. ഇപ്പൊ 2021 51ാമത് പുരസ്കാരം നേടിയത് ആരാണ്? സാറ ജോസഫ്. 2022 കിട്ടിയത് അംബികാസുധൻ മങ്ങാട്. 2023 53ാമത് ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് PN ഗോപികൃഷ്ണൻ. ക്ലിയർ ആണല്ലോ. അടുത്തത് ജ്ഞാനപീഠ പുരസ്കാരം. നിങ്ങൾ നോക്ക്, നിങ്ങൾ എഴുതാൻ പോകുന്ന മത്സര പരീക്ഷയിൽ
ആവർത്തിച്ച് ചോദിച്ച് ഉദ്യോഗാർത്ഥികൾക്കെല്ലാം തന്നെ ഒരു മാർക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു ഏരിയയായി മാറി ഏത് ജ്ഞാനപീഠ പുരസ്കാരം. 2023 58ാമത് ജ്ഞാനപീഠ പുരസ്കാര ജേതാക്കൾ 2 വ്യക്തികളാണ്. ഒന്ന് ഗുൽസാർ, മറ്റൊന്ന് രാം ഭദ്രാചാരി. അപ്പൊ ചില ആളുകൾ വിചാരിക്കും 2 പേർക്കുണ്ടല്ലോ, അപ്പൊ 2 പേരുടെ പേരും പഠിക്കണം. നമുക്ക് പരീക്ഷയ്ക്ക് ഒന്നെങ്കിൽ ഒരു ഓപ്ഷൻ കാണാം, അല്ലെങ്കിൽ 2 ഓപ്ഷൻ കാണാം, എന്തും ആയിക്കോട്ടെ, 4 ഓപ്ഷൻ എന്തായാലും കാണുമല്ലോ. ഇപ്പൊ 2023 58ാമത് ഈ പറയുന്ന സംസ്ഥാനമൊന്നുമല്ല, ജ്ഞാനപീഠ പുരസ്കാര ജേതാക്കളായ 2 വ്യക്തികൾ ആരൊക്കെയാണ്? ഗുൽസാറും രാം ഭദ്രാചാരി. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഇങ്ങനെയൊക്കെയാണ്. 2023 58ാമത് ജ്ഞാനപീഠ പുരസ്കാരം 2 വ്യക്തികൾക്ക് കിട്ടി. അതിൽ ഗുൽസാറിന്റെ യഥാർത്ഥ പേര് എന്നാണ്. ഗുൽസാർ എന്നറിയപ്പെടുന്നത് ഒരു പേരാണ്, അദ്ദേഹത്തിന്റെ ഒരു യഥാർത്ഥ പേരുണ്ട്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് സംപൂരൺ സിംഗ് കൽറ എന്നാണ്. ഗുൽസാറിന്റെ യഥാർത്ഥ പേര് പറഞ്ഞേ സംപൂരൺ സിംഗ് കൽറ. അദ്ദേഹത്തിന് ഉറുദു ഭാഷയ്ക്ക് അദ്ദേഹം നൽകിയ സംഭാവനകൾ, ഈ ഭാഷ മറക്കല്ലേ, ഉറുദു ഭാഷയ്ക്ക് അദ്ദേഹം നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് അദ്ദേഹത്തിന് ഏത് പുരസ്കാരം കിട്ടുന്നത്? 2023 മറക്കല്ലേ, 2023 58ാമത് ജ്ഞാനപീഠ പുരസ്കാര ജേതാക്കളിൽ ഒരു വ്യക്തിയാണ് ഗുൽസാർ. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് പറഞ്ഞു സംപൂരൺ സിംഗ് കൽറ. ഉറുദു ഭാഷാ മേഖലയുമായി ബന്ധപ്പെട്ട സംഭാവനകൾ പരിഗണിച്ചാണ് അദ്ദേഹത്തിന് പുരസ്കാരം. ഇനി രാം ഭദ്രാചാരി ഉണ്ട്, ഉത്തർപ്രദേശുകാരനാണ് അദ്ദേഹം. സംസ്കൃത ഭാഷയിലെ മറക്കല്ലേ, സംസ്കൃത ഭാഷയിലെ സാഹിത്യകൃതികൾ പരിഗണിച്ചാണ് ഈ രാം ഭദ്രാചാര്യക്ക് എന്ത് കിട്ടുന്നത്? 2023 58ാമത് ജ്ഞാനപീഠ പുരസ്കാരം കിട്ടുന്നു. ഇനി 2022 57ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച ഒരു വ്യക്തിയുണ്ട്, അത് ദാമോദർ മൗസോ ആണ്. ദാമോദർ മൗസോ, അദ്ദേഹം കൊങ്കിണി സാഹിത്യകാരനാണ്. 2021 56ാമത് ജ്ഞാനപീഠ ജേതാവ് കിട്ടിയത് നീർമണി ഫുക്കനാണ്. അദ്ദേഹം ആസാമീസ് കവിയാണ്. ഈ നീർമണി ഫുക്കനെ കാവ്യ ഋഷി എന്നറിയപ്പെട്ട കവി ആരെന്ന് ചോദിച്ചാൽ അത് നീർമണി ഫുക്കനാണ്. 2021 വരെ നമ്മൾ പറഞ്ഞു. ഇനി 55ാമത്, ഇപ്പൊ നമ്മൾ പറഞ്ഞത് 56, 55ാമത് മലയാളിയ, 55ാമത് ജ്ഞാനപീഠ ജേതാവായത് മലയാളിയായ അക്കിത്തം അച്യുതൻ നമ്പൂതിരിയാണ്. ഒന്നുമില്ല, ജ്ഞാനപീഠ ജേതാവാകുന്ന 6ാമത്തെ മലയാളി. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കുവാണ്, നിങ്ങൾ എഴുതാൻ പോകുന്ന മത്സര പരീക്ഷയ്ക്ക് ചോദിക്കുവാണ് എന്ത്, ജ്ഞാനപീഠ ജേതാവാകുന്ന എത്രാമത്തെ മലയാളിയാണ് അക്കിത്തം? 6ാമത്തെ. ജ്ഞാനപീഠ ജേതാവാകുന്ന 6ാമത്തെ മലയാളിയാണ് ആര്? അക്കിത്തം അച്യുതൻ നമ്പൂതിരി. അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർത്തു വെക്കണം. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയായിരുന്ന, ഇപ്പൊ 2ാം സ്ഥാനമാണ് വലിപ്പത്തിൽ, പാലക്കാട് ജില്ലയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന പാലക്കാട് ജില്ലയിൽ, കരിമ്പനകളുടെ നാടെന്നറിയപ്പെടുന്ന പാലക്കാട് ജില്ലയിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയി ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നിരുന്നു. ആ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച വ്യക്തി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതൊക്കെ നിങ്ങളൊന്ന് ഓർത്തു വെക്കുക. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പഠിക്കുമ്പോൾ ഡിസ്കസ് ചെയ്യേണ്ട ഏരിയ എന്താണ്? മറക്കരുത്, അക്കിത്തം സ്മാരക മ്യൂസിയം നിലവിൽ വരുന്നത് പാലക്കാട് ജില്ലയിലെ കുമാരനെല്ലൂർ എന്നറിയപ്പെടുന്ന സ്ഥലത്താണ് അക്കിത്തം സ്മാരക മ്യൂസിയം നിലവിൽ വരുന്നത്. ഓക്കെ, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ആണല്ലോ അവിടെ മത്സരിച്ച് വിജയിച്ചത്. ചേലക്കര വ്യക്തി ഉണ്ട്. പിന്നെ വയനാടുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടിയ ഭൂരിപക്ഷം, നേരത്തെ രാഹുൽ ഗാന്ധി നേടിയ ഭൂരിപക്ഷത്തെക്കായി കൂടുതൽ ഭൂരിപക്ഷമാണ് ആർക്കുള്ളത്? ഈ പറഞ്ഞ പ്രിയങ്ക ഗാന്ധിക്കുള്ളത്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്, ഒന്ന് ഓർത്തു വെക്കുക. അപ്പൊ 18ാം ലോക്സഭയുടെ ചരിത്രം, 18ാം ലോക്സഭ എന്ന് പറഞ്ഞാൽ 18ാം ലോക്സഭ നിലവിൽ ഉള്ള ലോക്സഭ, അതിൽ നിന്ന് കേരളത്തിൽ നിന്ന് നമ്മൾ മത്സരിച്ച് ലോക്സഭ അംഗമായിട്ട് പോകുമല്ലോ. അതിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേരത്തെ ഈ പറയുന്ന രാഹുൽ ഗാന്ധിക്കായിരുന്നു. അദ്ദേഹം അവിടുന്ന് രാജിവെച്ചത് കൊണ്ട് തന്നെ ആ കറണ്ട് അഫയേഴ്സ് ഇല്ല എങ്കിൽ, അല്ലെങ്കിൽ ആ ഓപ്ഷൻ ഇല്ല എങ്കിൽ വാല്യൂ ചെയ്യാൻ സാധ്യതയുള്ളത് ആരെയാണ്? പ്രിയങ്ക ഗാന്ധിക്കാണ്. ഏറ്റവും കുറവ് ഭൂരിപക്ഷം ഉണ്ട്. ഏറ്റവും കുറവ് ഭൂരിപക്ഷം ആർക്കാണ്? അടൂർ പ്രകാശിനാണ്. ആറ്റിങ്ങൽ മണ്ഡലത്തെയാണ് അടൂർ പ്രകാശ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതൊന്ന് ഓർത്തു വെക്കുക. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും ഏരിയ, സാഹിത്യ പുരസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട ഇത്രയും ഏരിയ കിട്ടി. അതിൽ 2 അപ്ഡേഷൻ ഞാൻ പറഞ്ഞു. 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് NS മാധവനാണ്. ദെൻ 48ാമത് വയലാർ പുരസ്കാരം കിട്ടിയത് അശോകൻ ചരുവിലെ കാട്ടൂർ കടവ് എന്നറിയപ്പെടുന്ന കൃതിക്കാണെന്ന് വളരെ വ്യക്തമായി ഓർത്തു വെക്കണം. അങ്ങനെ പ്രധാനപ്പെട്ട എന്ന് ഞാൻ പറഞ്ഞുള്ളൂ, പ്രധാനപ്പെട്ട സാഹിത്യ കൃതികൾ അല്ലെങ്കിൽ സാഹിത്യ പുരസ്കാരങ്ങളൊക്കെ നമ്മളൊന്ന് കവർ ചെയ്തു. പിന്നെ നിങ്ങൾ വായിക്കാൻ പറ്റുന്ന മെറ്റീരിയൽസ് എല്ലാം വായിക്കുക, നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്ന ക്ലാസ്സുകളെല്ലാം കാണുക, ഈ പറയുന്ന ടേമുകളെല്ലാം പരീക്ഷകളൊക്കെ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക. അപ്പൊ നമുക്ക് ആ ഒരു ഏരിയ നമുക്ക് കവർ ചെയ്ത് പോകണമല്ലോ. ഇനി ഏരിയ കിടപ്പുണ്ട്, കേന്ദ്ര മന്ത്രിസഭ എന്നറിയപ്പെടുന്ന ഏരിയ കിടക്കുന്നുണ്ട്. 2023 നോബൽ. അപ്പൊ ചില ആളുകൾ വിചാരിക്കും 2023 നോബൽ മാത്രം പഠിച്ചാൽ മതിയോ? പോരാ, 2024 നോബൽ പുരസ്കാരമുണ്ട്. അതിന്റെ PDF നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നോട്ട്സുകളെല്ലാം അതിനകത്ത് കൊടുത്തപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ദിവസം മെനക്കെട്ട് ഒരു 5 മിനിറ്റ്
മെനക്കെട്ട് ആ കൊടുത്തേക്കുന്ന PDF എല്ലാം സോർട്ട് ചെയ്ത് നിങ്ങൾക്ക് കിട്ടാത്ത, നിങ്ങൾ വായിക്കാത്ത ഏരിയ ഏതൊക്കെയാണ് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. കേന്ദ്ര മന്ത്രിസഭ വായിച്ചിട്ടില്ലേ എങ്കിൽ കേന്ദ്ര മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട ടെക്സ്റ്റിൽ കിടക്കുന്ന മെറ്റീരിയൽസ് ആദ്യം വായിക്കുക. അതിനുശേഷം PDF പോവുക. PDF നോക്കുമ്പോൾ നിങ്ങൾക്ക് പ്രധാനമെന്ന് തോന്നുന്ന കാര്യങ്ങൾ അതിനകത്ത് ഉറപ്പായും കാണും. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ കണ്ടന്റ്, ഈ പറഞ്ഞ സാഹിത്യ പുരസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മയിൽ സൂക്ഷിക്കണം. വളരെ വ്യക്തമായി പഠിച്ചു പോകണം. ഇതിൽ ചിലപ്പോൾ കൃതികളായിരിക്കാം ചോദിക്കുന്നത്, അല്ലെങ്കിൽ ആ പറയുന്ന അവാർഡുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റുകളായിരിക്കും വരുന്നത്. എന്തുമായിക്കോട്ടെ നമുക്കൊരു മാർക്ക് ഉറപ്പിക്കാൻ പറ്റണം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് 2023 നൊബേൽ സമ്മാനമാണ്. നമുക്കറിയാം, ഈ കഴിഞ്ഞ ഏത് മത്സര പരീക്ഷ എടുത്തു, അത് LGS ആയിക്കോട്ടെ, LDC ആയിക്കോട്ടെ, 10th ലെവൽ ആയിക്കോട്ടെ, ഏത് നിലവാരത്തുള്ള പരീക്ഷ ആയിക്കോട്ടെ, ഈ ഒരു ഈ മേഖലയിൽ നിന്ന് ചോദ്യം വന്നിട്ടുണ്ടല്ലേ. അപ്പം ചില ആളുകൾ മനസ്സ് വിചാരിക്കും, ചില ഉദ്യോഗാർത്ഥികൾ ഉണ്ട്, ഇത് ഈ പറയുന്ന 2023 പഠിക്കുമ്പം ഒരു മാർക്ക് എനിക്ക് നഷ്ടമാകില്ല, 2024 പഠിച്ചില്ലല്ലോ. അപ്പോൾ 2024 പഠിക്കുമ്പം ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ പുതിയ ഒരാളാണ്, മത്സര പരീക്ഷ എഴുതാൻ തുടങ്ങിയ ഒരാളാണെന്നിരിക്കട്ടെ. എങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മനസ്സിലുള്ള ഒരു ആശങ്ക എന്ന് പറയുന്നത്, 2023 പഠിക്കുമ്പോൾ ചിലപ്പോൾ 2024 ചോദിച്ചാലോ, 2024 പഠിക്കുമ്പോൾ ചിലപ്പോൾ 2022 ചോദിച്ചാലോ, ഇങ്ങനെയൊക്കെയുള്ള ആശയക്കുഴപ്പമുള്ളവർക്ക് വേണ്ടി പറയുവാണ്. 2023 നമ്മൾ ഉറപ്പായിട്ട് പഠിക്കണം. കാരണം ഇക്കഴിഞ്ഞ മുഴുവൻ മത്സര പരീക്ഷകളിലും 2023 നൊബേൽ പുരസ്കാരം കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ PDF നോട്ട് നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒന്നാമത്തത്, ഈ 2023 സാഹിത്യ നൊബേൽ പുരസ്കാരവുമായി ബന്ധപ്പെട്ട് 2023 സാഹിത്യ നൊബേൽ പുരസ്കാരം കിട്ടിയത് യോൺ ഫോസെ എന്നറിയപ്പെടുന്ന നോർവേക്കാരനാണ്. ഒന്ന് ഓർത്തു വെക്കണേ, നോർവേക്കാരനായ യോൺ ഫോസെയാണ് 2023 സാഹിത്യ നൊബേൽ കിട്ടിയ വ്യക്തി. ഓക്കെ, അദ്ദേഹത്തിന് ഒരു കൃതിയുണ്ട്, റെഡ് ബ്ലാക്ക്. 1983 അദ്ദേഹത്തിന്റെ ആദ്യത്തെ നോവൽ പബ്ലിഷ് ചെയ്യുന്നു. ആ പബ്ലിഷ് ചെയ്ത നോവലിന്റെ പേര് റെഡ് ബ്ലാക്ക് എന്നാണ്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ നാടകമുണ്ട്, ആൻഡ് വി വിൽ നെവർ ബി പാർട്ടഡ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ആദ്യ നാടകമാണ്. അപ്പൊ ആദ്യ നോവൽ കിട്ടി, അദ്ദേഹത്തിന്റെ കൃതി കിട്ടി, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട നാടകം കിട്ടി, അദ്ദേഹം ഏത് രാജ്യക്കാരനാണ് കിട്ടി, 2023 സാഹിത്യ നൊബേൽ പുരസ്കാരം കിട്ടിയത് യോൺ ഫോസയ്ക്കാണെന്ന് മാത്രം ഓർക്കുക. അപ്പൊ സാഹിത്യ മേഖലയുമായി ബന്ധപ്പെട്ട ഒരു ഏരിയ നമുക്ക് കിട്ടണം. അപ്പൊ സാഹിത്യത്തിൽ നിന്ന് എത്ര പേർക്കാണ് കിട്ടിയത്? ഒരാൾക്കേ കിട്ടിയുള്ളൂ. ഇപ്പൊ കേരള PSC ഏറ്റവും ലേറ്റസ്റ്റ് ആയി 2ാം ഘട്ട LGS പരീക്ഷയിൽ ചോദിച്ചത് എത്ര ആളുകൾ എന്ന, സാഹിത്യമല്ല മറ്റു മേഖലയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് വന്നിട്ടുള്ളത്. അപ്പൊ സാഹിത്യ മേഖലയുമായി ബന്ധപ്പെട്ട് 2023 സാഹിത്യ നൊബേൽ പുരസ്കാരം ഒന്ന് ഓർത്തു വെക്കുക, യോൺ ഫോസെയാണ്, നോർവേക്കാരനാണ്. ഓക്കെ ആണല്ലോ. അടുത്തത്, 2023 സമാധാന നൊബേൽ പുരസ്കാരം കിട്ടിയത് നർഗീസ് മുഹമ്മദി എന്നറിയപ്പെടുന്ന ഇറാൻ വ്യക്തിയാണ്. ഒന്ന് ഓർത്തു വെക്കണം, ഇറാനിൽ തടവറയിൽ കഴിയുന്ന ഒരു മനുഷ്യാവകാശ പ്രവർത്തകയാണ് ഈ നർഗീസ് മുഹമ്മദി. ഹിജാബ് വിരുദ്ധ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ വനിത കൂടിയാണ് നർഗീസ് മുഹമ്മദി. ഇറാൻകാരിയാണ്, മറക്കരുത്. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഓക്കെ, അപ്പൊ 2023 സമാധാന നൊബേൽ പുരസ്കാരം നർഗീസ് മുഹമ്മദിയാണ്. 2024 അല്ല നമ്മൾ പറഞ്ഞേ, 2024 PDF ടെലഗ്രാമിൽ കൊടുത്തിട്ടുണ്ട്. അതും കൂടെ നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് അത്രയും കോൺഫിഡൻസ് ലെവൽ കൂടുമെങ്കിൽ അത്രയും ആയിക്കോട്ടെ. അപ്പൊ അതിനു വേണ്ടിയുള്ള നോട്ട്സ് നമ്മൾ PDF ആയിട്ട് കൊടുത്തിട്ടുണ്ട്, ഒന്ന് വായിച്ചു വെച്ചേക്കുക. അടുത്തായി, ഈ പറയുന്ന നർഗീസ് മുഹമ്മദിയുമായി ബന്ധപ്പെട്ട് നമുക്ക് അഡീഷണൽ കുറച്ച് സ്റ്റേറ്റ്മെന്റ് വന്നാൽ അത് സോൾവ് ചെയ്യാനുള്ള ടേമുകളാണ് പറയുന്നത്. ഒന്ന്, ഇറാനിലെ നമ്മൾ നേരത്തെ പറഞ്ഞു ഇറാൻ വംശജയാണെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഇറാൻകാരിയാണെന്ന് പറഞ്ഞു. ഇറാനിലെ സ്ത്രീകളെ അടിച്ചമർത്തുന്നതിനെതിരെയും അവിടെ എല്ലാവർക്കും മനുഷ്യാവകാശം, സ്വാതന്ത്ര്യം തുടങ്ങിയ സംവിധാനങ്ങളെല്ലാം, അല്ലെങ്കിൽ തുടങ്ങിയ ധാർമ്മിക മൂല്യങ്ങൾ എല്ലാവർക്കും ലഭിക്കണം. ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന സംവിധാനം, അല്ലെങ്കിൽ ഒരു ആശയം തന്നെ അവിടെ ഇംപ്ലിമെന്റ് ചെയ്യണം. എല്ലാവർക്കും, ഒരാൾക്കെന്നല്ല എല്ലാ വ്യക്തികൾക്കും ഉറപ്പാക്കണം. അതിനുവേണ്ടി നടത്തിയ പോരാട്ടത്തിന്റെ അടിസ്ഥാനത്തിലാണ് 2023 ഈ സമാധാന നൊബേൽ പുരസ്കാരം നർഗീസ് മുഹമ്മദിക്ക് ലഭിക്കുന്നത്. ഈ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഷിറിൻ ഇബാദി എന്ന് പറയുന്നൊരു വനിതയുണ്ട്, അറിയാലോ, ഷിറിൻ ഇബാദി. ഈ ഷിറിൻ ഇബാദിക്ക് ശേഷം സമാധാന നൊബേൽ നേടുന്ന ഇറാനിയൻ വനിത ആരെന്ന് ചോദിച്ചാൽ അത് ഈ നർഗീസ് മുഹമ്മദിയാണ്. UN പ്രസ് ഫ്രീഡം പ്രൈസ് ലഭിച്ച ഇറാൻ മാധ്യമ പ്രവർത്തക കൂടിയാണ് ഈ പറയുന്ന ആര്, നർഗീസ് മുഹമ്മദി. ഓക്കെ ആണല്ലോ. അപ്പൊ ആ ഒരു ഏരിയ കിട്ടി. അടുത്തത്, 2023 സാമ്പത്തിക ശാസ്ത്ര നൊബേൽ പുരസ്കാരം കിട്ടിയത് ക്ലോഡിയ ഗോൾഡിന. വേറെ ഒന്നുമില്ല, ചില ആളുകൾ ചിലപ്പോൾ എന്ത് ചെയ്യും, ഇതിൻ്റെയൊക്കെ കോഡുകൾ മനസ്സിൽ വിചാരിക്കും. അതൊക്കെ വളരെ സന്തോഷം, നിങ്ങൾ കോഡിലൊക്കെ ഓർത്തു വെക്കുക. ജസ്റ്റ് വായിച്ചൊന്ന് റിവൈസ് ചെയ്ത് പോകുന്നു.
4 ഓപ്ഷൻ കാണുമ്പോൾ ഇതായിരുന്നു എനിക്ക് വേണ്ടത് എന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റണം. സാമ്പത്തിക ശാസ്ത്ര നൊബേൽ 2023 കിട്ടിയത് ക്ലോഡിയ ഗോൾഡിനാണ്. അമേരിക്കക്കാരിയാണ്. അമേരിക്കൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചോദ്യം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അമേരിക്കയുമായി ബന്ധപ്പെട്ട് എത്രാമത് അമേരിക്കൻ പ്രസിഡന്റാണ് ഡൊണാൾഡ് ട്രംപ്, അമേരിക്കൻ പതാകയിൽ നക്ഷത്രങ്ങളുടെ എണ്ണം എത്രയാണ് തുടങ്ങിയ ഏറ്റവും പ്രധാനപ്പെട്ട ആനുകാലിക സംഭവങ്ങൾ ആദ്യ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അതൊന്ന് ഓർത്തു വെക്കണം. അപ്പൊ 2023 സാമ്പത്തിക ശാസ്ത്ര നൊബേൽ പുരസ്കാരം കിട്ടിയത് ക്ലോഡിയ ഗോൾഡിനാണ്. സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ നേടുന്ന 3ാമത്തെ വനിതയാണ് ക്ലോഡിയ ഗോൾഡിൻ. ഈ പറയുന്ന ക്ലോഡിയ ഗോൾഡിൻ എന്ത് മേഖലയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എന്ത് കണക്കിലെടുത്താണ് ഈ 2023 സാമ്പത്തിക ശാസ്ത്ര നൊബേൽ പുരസ്കാരം കിട്ടിയെന്ന് പറഞ്ഞാൽ, സ്ത്രീകളുടെ തൊഴിൽ വിപണി ഫലങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങൾ നടത്തി അതിൻ്റെ വിലയിരുത്തലുമായി ബന്ധപ്പെട്ടാണ് 2023 സാമ്പത്തിക ശാസ്ത്ര നൊബേൽ ആർക്ക് കിട്ടുന്നത്? ക്ലോഡിയ ഗോൾഡിന് കിട്ടുന്നത്. ഒന്ന് ഓർത്തു വെക്കണം. അടുത്തത് 2023 ഭൗതിക ശാസ്ത്ര നൊബേൽ പുരസ്കാരം 3 വ്യക്തികൾക്കാണ് കിട്ടിയത്. 3 വ്യക്തികൾക്കാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ഈ പറയുന്ന നൊബേൽ പുരസ്കാരം പരമാവധി എത്ര പേർക്ക് നമ്മൾ പറയുന്നത് എത്ര പേർക്കേ ലഭിക്കൂ? ഒരു ടോപ്പിക് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു മേഖല എടുക്കുമ്പോൾ പരമാവധി 3 പേർക്ക് ലഭിക്കൂ. അപ്പൊ അത് തന്നെ ഒരു ക്വസ്റ്റനാ. ഈ കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യത്തിനകത്ത് ഈ ഒരു ക്വസ്റ്റ്യൻ ലോജിക് ഉണ്ട്. ഇപ്പൊ ഭൗതിക ശാസ്ത്രത്തിൽ നിന്ന് 2023 3 വ്യക്തികൾക്ക് പിയറി അഗോസ്റ്റിനി, അമേരിക്കക്കാരനാണ് അദ്ദേഹം, ഫെറൈൻ ക്രൗസ്, ജർമ്മനിക്കാരനാണ്, ആൻ ലുലിയർ, മറക്കല്ലേ, സ്വീഡൻകാരനായിട്ടുള്ള ആൻ ലുലിയറും ഫെറൈൻ ക്രൗസും പിയറി അഗോസ്റ്റിനിയുമാണ് ഭൗതിക ശാസ്ത്രത്തിൽ 2023 നൊബേൽ പുരസ്കാരം കിട്ടിയത്. ഇലക്ട്രോൺ ഡൈനാമിക്സ് പഠനവുമായി ബന്ധപ്പെട്ട മേഖലയാണ് ഭൗതിക ശാസ്ത്രത്തിൽ അല്ലെങ്കിൽ ഫിസിക്സിൽ ഇവർക്ക് നൊബേൽ പുരസ്കാരം നേടിക്കൊടുത്തത്. അതൊന്ന് ഓർത്തു വെക്കണം. പിന്നെ അഡീഷണൽ പോയിന്റ് ഉണ്ട്, ഇലക്ട്രോൺ ഡൈനാമിക്സുമായി ബന്ധപ്പെട്ട കണ്ടന്റുകളൊന്ന് ഓർത്തു വെക്കുക. ദെൻ ഭൗതിക ശാസ്ത്ര നൊബേൽ നേടിയ 5ാമത്തെ വനിതയുടെ പേരാണ് ആൻ ലുലിയർ. മറക്കല്ലേ, ആൻ ലുലിയർ എന്ന് പറയുന്ന വനിതയുടെ പ്രത്യേകത, ഭൗതിക ശാസ്ത്ര നൊബേൽ നേടിയ 5ാമത്തെ വനിതയാണ് ആൻ ലുലിയർ. അതൊന്ന് ഓർത്തു വെക്കണം. അടുത്തത് 2023 രസതന്ത്രം, കെമിസ്ട്രിയിലെ നൊബേൽ പുരസ്കാരം. അതും 3 വ്യക്തികൾക്കാണ് കിട്ടിയത്. 3 വ്യക്തികൾക്കാണ് കിട്ടിയത്. ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മൗങ്കിജി ബാവൻഡി, ദെൻ ലൂയി ഇ ബ്രസ്, അലക്സിസ് ഐ എക്കിമോവ്. ഈ 3 വ്യക്തികൾക്ക് അവരുടെ കണ്ടുപിടുത്തം നാനോ ടെക്നോളജിയിലെ ക്വാണ്ടം ഡോട്ടുകൾ കണ്ടെത്തി വികസിപ്പിച്ചതിനാണ് 2023 രസതന്ത്രത്തിനുള്ള ഈ പറയുന്ന രസതന്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം കിട്ടിയത്. അപ്പോൾ ഫിസിക്സ് കിട്ടി, ദെൻ കെമിസ്ട്രി കിട്ടി, ആദ്യം സമാധാനം നമ്മൾ പറഞ്ഞിരുന്നു, എക്കണോമിക്സ് പറഞ്ഞിരുന്നു, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനുശേഷം നമുക്ക് വേണ്ടത് വൈദ്യശാസ്ത്ര നൊബേൽ 2023 കിട്ടിയത് 2 വ്യക്തികൾക്കാണ്. ഒന്ന് കാറ്റലിൻ കാരിക്കോ, മറ്റൊന്ന് ട്രൂ വിസ്മാൻ. ഈ 2 വ്യക്തികളെ ഒന്ന് ഓർത്തു വെക്കുക. അല്ലെങ്കിൽ അവരുടെ കണ്ടുപിടുത്തം എന്ന് പറയുന്നത് COVID-19, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. COVID-19-നെതിരെ ഫലപ്രദമായിട്ടുള്ള mRNA വാക്സിനുകൾ വികസിപ്പിക്കാൻ പ്രാപ്തമാക്കിയ ന്യൂക്ലിയോടൈഡ് ബേസ് പരിഷ്കരണങ്ങളെ കുറിച്ചുള്ള കണ്ടുപിടുത്തത്തിനാണ് പുരസ്കാരം. അതൊന്ന് ഓർത്തു വെക്കുക. ദെൻ വൈദ്യശാസ്ത്രത്തിൽ നൊബേൽ ലഭിക്കുന്ന 13ാമത്തെ വനിതയാണ് ഈ പറയുന്ന കാറ്റലിൻ കാരിക്കോ. ഒന്ന് ഓർത്തു വെക്കണം. ഓക്കെ, അപ്പൊ ഈ പറയുന്ന ടോപ്പിക്സ് നമുക്ക് എന്ത് ചെയ്യാം? ഈ പറഞ്ഞ ഫിസിക്സുമായി ബന്ധപ്പെട്ട്, വൈദ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട്, കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട്, സാമ്പത്തിക ശാസ്ത്രം, സമാധാന പുരസ്കാരവുമായി ബന്ധപ്പെട്ട്, സാഹിത്യ പുരസ്കാര മേഖലകളുമായി ബന്ധപ്പെട്ട 2023 നൊബേൽ പുരസ്കാരങ്ങളെല്ലാം നമ്മൾ കവർ ചെയ്തു. ഇതിന്റെ നോട്ട്സ് നമ്മൾ പറഞ്ഞല്ലോ PDF ആയിട്ട് ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ 2024 ഈ പറയുന്ന നൊബേൽ പുരസ്കാരം ചില ആളുകൾ വിചാരിക്കും അതുകൂടി വായിച്ചു വെച്ചേക്കാം. വായിച്ചോ, അതിന്റെ PDF നോട്ട് ടെലഗ്രാമിലുണ്ട്. 2023 ഉണ്ട്, 2024 നോട്ടും അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സിൻസിയർ ആയിട്ട് ആത്മാർത്ഥമായി വർക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഏരിയ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് 2 പ്രധാനപ്പെട്ട ഏരിയ പെൻഡിങ് ഉണ്ട്. ഈ ക്ലാസ് നമുക്ക് തീർക്കണം. ഇനി അടുത്ത 3 ക്ലാസ് ഉണ്ടല്ലോ, ഞാൻ ഉറപ്പ് തന്ന ഇനി 3 ക്ലാസ് ഉണ്ട്. 2ാമത്തെ ക്ലാസ്സാണ് ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. 3ാമത്തെ ക്ലാസ്സും 4ാമത്തെ ക്ലാസ്സും 5ാമത്തെ ക്ലാസ്സിലും ഡിസ്കസ് ചെയ്യുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ് ആണ്. പരമാവധി ഏരിയ കവർ ചെയ്ത് പോകുന്നു, പരമാവധി ക്വസ്റ്റ്യൻസ് കവർ ചെയ്ത് പോകുന്നു. അപ്പൊ നിങ്ങൾ മനസ്സ് വിചാരിക്കും ഇത് കണ്ടാൽ മാത്രം മാർക്ക് കിട്ടും. ഒരിക്കലും ഇല്ല. ഇതിനോടൊപ്പം തന്നെ നിങ്ങളുടെ എഫേർട്ട് ഉണ്ടായിരിക്കണം. നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ ഈ പറയുന്ന ടോപ്പിക്കുകളെല്ലാം വളരെ പ്രധാനപ്പെട്ട ഏരിയ ആണ്. അപ്പൊ ആ പ്രധാനപ്പെട്ട ഏരിയ മാത്രമേ ചോദിക്കൂ എന്ന് നിർബന്ധം പിടിക്കുന്നത് നമുക്ക് പറ്റത്തില്ല ഒരിക്കലും. കാരണം ചോദ്യം വിടുന്ന ചോദ്യകർത്താവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനൊരു മൈൻഡ് സെറ്റ് കാണും, അദ്ദേഹത്തിനൊരു ഏരിയ കാണും. പുള്ളി ചിന്തിക്കുന്നത് അല്ലെങ്കിൽ പുള്ളി പ്രവർത്തിക്കുന്നത് എന്താണെന്ന് നമുക്ക് പ്രവചിക്കാൻ നമ്മൾ ആരും ജ്യോതിഷനോ അല്ലെങ്കിൽ ജ്യോതിഷ മേഖലയുമായി ബന്ധപ്പെട്ട് പാണ്ഡിത്യമുള്ളവരോ ഒന്നുമല്ല. നമ്മൾ ജസ്റ്റ് വായിക്കുന്ന കാര്യങ്ങൾ വരും എന്ന ആത്മവിശ്വാസത്തോടു കൂടി പഠിക്കുന്നു. അതുകൊണ്ട് തന്നെ പരീക്ഷകളിൽ അതൊക്കെ ചോദ്യമായി വരാറുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പൊ ഈ ഒരു ഏരിയ കവറായ ഇനി അടുത്ത നമുക്ക് വേണ്ടത്
കേരള മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഏരിയയാണ്. അപ്പോൾ കേരള മന്ത്രിസഭ ഡിസ്കസ് ചെയ്യുമ്പം ഈ മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട കേരള മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട പോർട്ട്ഫോളിയോ മാത്രം അല്ലെങ്കിൽ ഈ പറയുന്ന വകുപ്പ് മാത്രം പഠിച്ചാൽ പോരാ, ഈ വകുപ്പുമായി ബന്ധപ്പെട്ട ആ വകുപ്പ് മന്ത്രിസ്ഥാനത്തിരിക്കുന്ന വ്യക്തികളെല്ലാം വന്നിരിക്കുന്ന മണ്ഡലം കൂടി പഠിക്കണം. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയർ ഉണ്ട്, ഗണേഷ് കുമാർ കറണ്ട് അഫയർ ആണ്. ദെൻ ഏറ്റവും പ്രധാനപ്പെട്ട ദേവസ്വം വകുപ്പ് മന്ത്രി കറണ്ട് അഫയർ ആണ്. പിന്നെ ഈ പറയുന്ന ആദിവാസി ക്ഷേമവുമായി ബന്ധപ്പെട്ട വ്യക്തിത്വമൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇനി നമുക്ക് വേണ്ടത് കേരള മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട് 2024 ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേഷൻ ഉൾപ്പെടെ അപ്ഡേറ്റ് ചെയ്യുന്ന കേരള മന്ത്രിസഭയിലെ ഓരോ മന്ത്രിമാരും അവരുടെ വകുപ്പും അവരുടെ മണ്ഡലവും വളരെ പ്രധാനപ്പെട്ടതാണ്. അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ദെൻ ഒന്നാമത്തത് എന്താണ് കേരള നിയമസഭയുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട വസ്തുതകളെന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭ ഒന്ന് നോട്ട് ചെയ്തേക്കണേ. 1888 തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭ നിലവിൽ വരുന്നത്. ഈ 1888 ഒത്തിരി പ്രത്യേകതയുണ്ട്. ദെൻ അത് 1904 ശ്രീമൂലം പ്രജാസഭയാകുന്നു. അതൊന്ന് ഓർത്തു വെക്കുക. ഇന്ത്യയിൽ ആദ്യമായി നിയമനിർമ്മാണ സഭ നിലവിൽ വന്ന ആദ്യ പ്രദേശം ഏതെന്ന് ചോദിച്ചാൽ അത് മൈസൂറാണ്. 1887 മൈസൂർ നിയമനിർമ്മാണ സഭ നിലവിൽ വരുന്നത്. 1887 തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭ നിലവിൽ വരുന്ന തൊട്ടടുത്ത വർഷമാണ് 1888. ഇന്ത്യയിലെ രണ്ടാമത്തെ നിയമനിർമ്മാണ സഭയാണ് തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭ. അതൊന്ന് ഓർത്തു വെക്കുക. ഓക്കെ, അപ്പൊ ഈ നിയമസഭയുമായി ബന്ധപ്പെട്ട് നമുക്ക് വേണ്ടത് ഇപ്പോൾ നിലവിൽ 2024 15ാം കേരള നിയമസഭയാണ് നിലവിലുള്ളത്. മുഖ്യമന്ത്രിയെ കൂടാതെ 20 മന്ത്രിമാരുണ്ട്. മുഖ്യമന്ത്രി പ്ലസ് 20 മന്ത്രിമാര്. ആകെ വനിതാ മന്ത്രിമാർ മറക്കരുത്, നമ്മളെ കുഴപ്പിച്ചു കളയും. 3 വനിതാ മന്ത്രിമാരാണ് നിങ്ങൾ പഠിക്കേണ്ടത്. വനിതാ മന്ത്രിമാർ 3 പേര്. അപ്പൊ ഈ 3 പേരുടെ വകുപ്പ് പഠിക്കണം, അവരുടെ മണ്ഡലം പഠിക്കണം, അവരുടെ പേര് വളരെ വ്യക്തമായി പഠിക്കണം. അതിൽ തന്നെ നമ്മളെ കുഴപ്പിക്കുന്ന ചോദ്യമുണ്ട്. സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രിയുണ്ട്, സാമൂഹ്യ ക്ഷേമ വകുപ്പ് മന്ത്രിയുണ്ട്. രണ്ടും 2 ചോദ്യമാണ്. ഓക്കെ, അപ്പൊ വനിതാ മന്ത്രിമാർ 3 പേര്. നിയമസഭയിലെ ആകെ വനിതാ അംഗങ്ങൾ ആകെ എത്ര വനിതാ MLA-മാരുണ്ടെന്ന് ചോദിച്ചാൽ 12 വനിതാ അംഗങ്ങളാണുള്ളത്. അപ്പൊ 140 ആകെ MLA-മാർ 140. നമുക്കറിയാവുന്നതാണ് 140 നിയമസഭാ സീറ്റുകളുണ്ട്, നിയമസഭാ മണ്ഡലങ്ങളുണ്ട്. ഈ 140 നിയമസഭാ മണ്ഡലങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോഴാണ് 20 ലോക്സഭാ മണ്ഡലങ്ങൾ, 9 രാജ്യസഭയെന്നും പറഞ്ഞൊക്കെ നമ്മൾ പഠിക്കും. അതവിടെ നിൽക്കട്ടെ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നിയമസഭയിലെ ആകെ വനിതാ അംഗങ്ങൾ 12 പേരാണ്. പ്രതിപക്ഷ നേതാവ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, VD സതീശനാണ് പ്രതിപക്ഷ നേതാവ്. അതൊന്ന് ഓർത്തു വെക്കണം. ഇപ്പൊ 15ാം കേരള നിയമസഭ, മുഖ്യമന്ത്രി പ്ലസ് 20 മന്ത്രിമാര്, വനിതാ മന്ത്രിമാർ 3 പേര്, നിയമസഭയിലെ ആകെ വനിതാ അംഗങ്ങൾ 12 പേര്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അപ്പൊ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, ഇന്ത്യയിൽ ആദ്യമായി നിയമനിർമ്മാണ സഭ നിലവിൽ വന്നത് ഏത് നാട്ടുരാജ്യത്താണ്? അത് മൈസൂരിലാണ്. 1887. തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭ ഇന്ത്യയിലെ രണ്ടാമത്തെ നിയമനിർമ്മാണ സഭയാണ്. 1888 നിലവിൽ വന്നു. 1904 ശ്രീമൂലം പ്രജാസഭ. ഒന്ന് ഓർത്തു വെക്കുക. ഒന്നാമത്തത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒന്നാമത്തത് സ്പീക്കർ AN ഷംസീർ. ഒന്ന് ഓർത്തു വെക്കണേ, സ്പീക്കർ AN ഷംസീർ ആണ് കേരളത്തിലെ നിലവിലെ ഈ പറയുന്ന 15ാം നിയമസഭയുടെ സ്പീക്കർ AN ഷംസീർ. അദ്ദേഹത്തിന്റെ മണ്ഡലം കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ലാൻഡ് ഓഫ് 3C എന്നറിയപ്പെടുന്നത് തലശ്ശേരി അല്ലെ? ലാൻഡ് ഓഫ് 3C, 3 സീകളുടെ നാട് എന്നറിയപ്പെടുന്ന തലശ്ശേരിയാണ്. ക്രിക്കറ്റ്, കേക്ക്, സർക്കസ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ക്രിക്കറ്റ്. കേരളത്തിൽ ആദ്യമായി ക്രിക്കറ്റ് ടൂർണമെന്റ് ആരംഭിച്ചത് തലശ്ശേരിയാണ്. മലബാർ സർക്കസിന്റെ പിതാവ് അല്ലെങ്കിൽ കേരള സർക്കസിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരെയാണ്? അത് കീലേരി കുഞ്ഞിക്കണ്ണനാണ്. കേരളത്തിൽ ആദ്യമായിട്ട് ബേക്കറി ആരംഭിച്ചത് കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയാണ്. അതാണ് കേക്ക്. ദെൻ സർക്കസ്, പിന്നെ ക്രിക്കറ്റ്. കേരളത്തിൽ ആദ്യമായിട്ട് ക്രിക്കറ്റ് ടൂർണമെന്റ് ആരംഭിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയാണ്. അതൊന്ന് ഓർത്തു വെക്കണം. ലാൻഡ് ഓഫ് 3L ഉണ്ട് കേട്ടോ, അത് മറക്കല്ലേ. ലാൻഡ് ഓഫ് 3L എന്നറിയപ്പെടുന്നത് ഇത് കോട്ടയമാണ്. കോട്ടയത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയർ ഉണ്ട്. പ്രധാനപ്പെട്ട ചോദ്യം അടങ്ങുന്ന കറണ്ട് അഫയർ ഒക്കെ ഇന്നലെ നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ടെലഗ്രാം ഗ്രൂപ്പിൽ. ഒന്ന് ഓർത്തു വെക്കുക. ഇപ്പൊ ലാൻഡ് ഓഫ് 3L എന്നറിയപ്പെടുന്നത് കോട്ടയമാണ്. ലാൻഡ് ഓഫ് 3L, ലാറ്റക്സ്, ലേക്ക്, ലെറ്റർ. ലാറ്റക്സ്, ലേക്ക്, ലെറ്റർ. ലാൻഡ് ഓഫ് 3L എന്നറിയപ്പെടുന്നത് കോട്ടയം. ഓക്കെ, അപ്പം നിലവിലെ സ്പീക്കർ AN ഷംസീർ. നിലവിലെ ഡെപ്യൂട്ടി സ്പീക്കർ ആരെന്ന് ചോദിച്ചാൽ അത് ചിറ്റയം ഗോപകുമാറാണ് നിലവിലെ ഡെപ്യൂട്ടി സ്പീക്കർ. അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന മണ്ഡലം അടൂരാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അടൂരാണ് ചിറ്റയം ഗോപകുമാർ പ്രതിനിധാനം ചെയ്യുന്ന മണ്ഡലം അടൂരാണ്.
അപ്പം ഷംസീറിൻ്റെ AN ഷംസീർ സ്പീക്കറായ 15ാം നിയമസഭയുടെ സ്പീക്കറായ AN ഷംസീറിൻ്റെ മണ്ഡലം തലശ്ശേരിയാണ്. ഡെപ്യൂട്ടി സ്പീക്കറായ ചിറ്റയം ഗോകുമാറിൻ്റെ മണ്ഡലം അടൂരാണ്. പത്തനംതിട്ട ജില്ലയിലെ അടൂരാണ് അദ്ദേഹത്തിന് മണ്ഡലം എന്ന് ഓർത്തു വെക്കുക, വളരെ പ്രധാനപ്പെട്ടത്. ഓക്കെ, അടുത്തത് മുഖ്യമന്ത്രി. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ പറയുന്ന 15ാം നിയമസഭയുടെ നിയമസഭയിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ്. അദ്ദേഹത്തിൻ്റെ മണ്ഡലം ധർമ്മടമാണ്. ഈ ധർമ്മടവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഇന്ത്യയിലെ തന്നെ ആദ്യമായിട്ടുള്ള ഒരു സംവിധാനം, നമ്മൾ നേരത്തെ പറഞ്ഞ ജല ബജറ്റുമായി ബന്ധപ്പെട്ട ഒരു മണ്ഡലത്തിലാണല്ലോ ജല ബജറ്റ് സംവിധാനം ഇംപ്ലിമെന്റ് ചെയ്തത്. അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ. ആ ക്ലാസ് നോട്ട് ഒന്ന് വായിച്ചു വെച്ചേക്കും. അപ്പം മുഖ്യമന്ത്രിയുടെ മണ്ഡലം ധർമ്മടമാണ്. ഈ മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന പോർട്ട്ഫോളിയോ ഒന്ന് ഓർത്തു വെക്കണം. ഒന്ന് ആഭ്യന്തരം മുഖ്യമന്ത്രിയുടെയാണ്. പൊതുഭരണം, അഖിലേന്ത്യാ സർവീസ്, ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി വകുപ്പ്, ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര കമ്മീഷനല്ല, ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാരം, ഇതൊക്കെ മുഖ്യമന്ത്രിയുടെ പോർട്ട്ഫോളിയോ ആണ്. പിന്നീട് ഉള്ളത് വിവരസാങ്കേതിക വിദ്യ, വിമാനത്താവളങ്ങൾ, മെട്രോ റെയിൽ പദ്ധതി, ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻ, വിജിലൻസ്, പ്രവാസി കാര്യം, ദുരിതാശ്വാസം. മറ്റെവിടെയും, അതായത് മറ്റു മന്ത്രിമാർ കൊടുക്കാത്തതും മറ്റെവിടെയും പരാമർശിക്കാത്ത വിഷയങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത് മുഖ്യമന്ത്രിയായ ശ്രീ പിണറായി വിജയനാണ്. അതിൽ കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളത് ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻ, അതൊന്ന് ഓർത്തു വെക്കണം. ഓക്കെ, അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വം. എല്ലാ വ്യക്തികളും നല്ല വ്യക്തിത്വങ്ങളാണ്. കെ രാജൻ. നിലവിൽ അദ്ദേഹം പ്രദാനം ചെയ്യുന്ന മണ്ഡലം ഒല്ലൂരാണ്, അതൊന്ന് ഓർത്തു വെക്കുക. അദ്ദേഹത്തിന്റെ പോർട്ട്ഫോളിയോ ലാൻഡ് റവന്യൂ വകുപ്പ്, ഭവന നിർമ്മാണം ആൻഡ് പാർപ്പിട വകുപ്പ്. ഈ 3 പോർട്ട്ഫോളിയോ ആണ് കെ രാജൻ അവർക്കുള്ളത്, ഒന്ന് ഓർത്തു വെക്കണേ. അടുത്തത് റോഷി അഗസ്റ്റിൻ. നമുക്ക് എല്ലാവർക്കും അറിയാം റോഷി അഗസ്റ്റിൻ. അദ്ദേഹം നിലവിൽ കേരളത്തിലെ ജല വിതരണ വകുപ്പ് മന്ത്രിയാണ്, ജലവിഭവ വകുപ്പ് മന്ത്രിയാണ്. അപ്പോൾ അതൊന്ന് ഓർത്തു വെക്കുക. പ്രധാനപ്പെട്ട ഏരിയ മാത്രം നമ്മൾ ടിക്ക് ചെയ്ത് പോകുന്നുള്ളൂ. ഈ നിലവിലെ കേരള മന്ത്രിസഭയിലെ ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിനാണ്. അദ്ദേഹത്തിന് തന്നെയാണ് കമാൻഡ് ഏരിയ ഡെവലപ്മെന്റ് അതോറിറ്റി എന്നറിയപ്പെടുന്ന CADA എന്നറിയപ്പെടുന്ന സംവിധാനം. ഭൂഗർഭ ജല വിഭവ വകുപ്പ് മന്ത്രി അദ്ദേഹമാണ്. ജലവിതരണവും ശുചീകരണവും ഒക്കെ ഈ റോഷി അഗസ്റ്റിനാണ്. അദ്ദേഹം പ്രദാനം ചെയ്യുന്ന മണ്ഡലം ഇടുക്കിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല എന്ന വിശേഷണമുള്ളത് ഇടുക്കിയാണ്. ഇടുക്കിക്ക് ഒത്തിരി കറണ്ട് അഫയേഴ്സ് ഉണ്ട്, അത് നമ്മൾ ഡിസ്കസ് ചെയ്യും. വളരെ പ്രധാനപ്പെട്ടതാണ് ഇടുക്കിയുമായി ബന്ധപ്പെട്ട ചോദ്യം. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കിയാണ്. 2ാം സ്ഥാനം പാലക്കാടാണ്, ഒന്ന് ഓർത്തു വെക്കണം. ഓക്കെ, കെ കൃഷ്ണൻകുട്ടി. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് കെ കൃഷ്ണൻകുട്ടി. അദ്ദേഹത്തിന്റെ മണ്ഡലം ചിറ്റൂരാണ്. അദ്ദേഹം 2 പോർട്ട്ഫോളിയോ ഉണ്ട്. ഒന്ന് വൈദ്യുതി, മറ്റൊന്ന് അനർട്ട്. മറക്കരുത്, വൈദ്യുതിയും അനർട്ടും, ഇലക്ട്രിസിറ്റിയും അനർട്ടും കെ കൃഷ്ണൻകുട്ടിയുടെയാണ്, അതൊന്ന് ഓർത്തു വെക്കണം. അടുത്തത് AK ശശീന്ദ്രന്റെ 2 പോർട്ട്ഫോളിയോ ഉണ്ട്. ഒന്ന് വന്യജീവി സംരക്ഷണം. അദ്ദേഹമാണ് AK ശശീന്ദ്രനാണ്. അദ്ദേഹത്തിന്റെ മണ്ഡലം ഏലത്തൂരാണ്, ഒന്ന് ഓർത്തു വെക്കുക. വനം വിഭവ വകുപ്പ് മന്ത്രി AK ശശീന്ദ്രനാണ്. വന്യജീവി സംരക്ഷണവും AK ശശീന്ദ്രൻ. അപ്പോൾ ആ ഒരു ഏരിയ നിങ്ങളൊന്ന് കവർ ചെയ്ത് പോകും. അടുത്തത് രാമചന്ദ്രൻ കടന്നപ്പള്ളി. അദ്ദേഹം പ്രദാനം ചെയ്യുന്ന മണ്ഡലം കണ്ണൂരാണ്. കണ്ണൂരിന്റെ ആദ്യകാല പേര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, നൗറ എന്നാണ്. കണ്ണൂർ ജില്ലയുടെ അല്ലെങ്കിൽ കണ്ണൂരിന്റെ ആദ്യകാല പേര് നൗറ എന്നാണ്. അപ്പോൾ രാമചന്ദ്രൻ കടന്നപ്പള്ളിയുടെ പോർട്ട്ഫോളിയോ രജിസ്ട്രേഷൻ, മ്യൂസിയം, ആർക്കിയോളജി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രജിസ്ട്രേഷൻ, മ്യൂസിയം, ആർക്കിയോളജി, ഈ 3 ഏരിയയും ആരുടേതാണ്? രാമചന്ദ്രൻ കടന്നപ്പള്ളിയാണ്. വി അബ്ദുറഹ്മാൻ, ഇപ്പോഴത്തെ നിലവിലെ കേരളത്തിലെ സ്പോർട്സ് വകുപ്പ് മന്ത്രി. വഖഫുമായി ബന്ധപ്പെട്ട് മുനമ്പം കേസുമായി ബന്ധപ്പെട്ട 3-അംഗ കമ്മീഷന്റെ കേസൊക്കെ നിങ്ങളൊന്ന് ഓർത്തു വെക്കുക. അപ്പോൾ നമുക്ക് വേണ്ടത് വി അബ്ദുറഹ്മാൻ നിലവിലെ സ്പോർട്സ് വകുപ്പ് മന്ത്രിയാണ്. വഖഫിന്റെയും ഹജ്ജിന്റെയും മേഖല അദ്ദേഹമാണ് കൈകാര്യം ചെയ്യുന്നത്. പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ്, റെയിൽവേ. അപ്പം നിങ്ങൾ ചില ആളുകൾ വിചാരിക്കും കേന്ദ്രത്തിൽ മാത്രമേ അല്ലേ ഉള്ളൂ റെയിൽവേ വകുപ്പ്. ഒരിക്കലുമല്ല. സംസ്ഥാന റെയിൽവേ സംവിധാനം, അതായത് കേരള സംസ്ഥാനത്ത് ഏതെങ്കിലും റെയിൽവേ നവീകരണ പ്രവർത്തനമൊക്കെ വരുന്ന സമയത്ത് അതിൻ്റെയൊക്കെ ഈ മേഖല കൈകാര്യം ചെയ്യുന്നത് കേരളത്തിലും ഒരു മന്ത്രിയുണ്ട്. അപ്പോൾ കേരളത്തിലെ റെയിൽവേ വകുപ്പ് മന്ത്രി എന്നല്ല, കേരളത്തിൽ ആ റെയിൽവേ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് വി അബ്ദുറഹ്മാനാണ്. ന്യൂനപക്ഷ ക്ഷേമം അദ്ദേഹം തന്നെയാണ്. അദ്ദേഹം റെപ്രസെന്റ് ചെയ്യുന്ന മണ്ഡലം താനൂരാണ്, അതൊന്ന് ഓർത്തു വെക്കണേ. ഓക്കെ, അടുത്തത് അഡ്വക്കേറ്റ് GR അനിൽ. നിലവിലെ കേരളത്തിലെ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രിയാണ് അദ്ദേഹം. തെളിമ എന്നറിയപ്പെടുന്ന പദ്ധതിയൊക്കെ ഓർത്തു വെക്കുക. റേഷൻ കാർഡ് സംവിധാനവുമായി ബന്ധപ്പെട്ടൊരു പദ്ധതി കേരള ഗവൺമെന്റ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമ്മൾ PSCയുടെ ഈ പറയുന്ന PSC ഇൻഫ്ലുവൻസർ ടെലഗ്രാം ഗ്രൂപ്പിൽ പോളായിട്ടും പോസ്റ്റായിട്ടൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഉപഭോക്തൃ കാര്യം, ലീഗൽ മെട്രോളജിയൊക്കെ അഡ്വക്കേറ്റ് GR അനിലാണ്. അദ്ദേഹത്തിന്റെ മണ്ഡലം നെടുമങ്ങാട്, തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാടിൽ നിന്നാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്,
ആ മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്യുന്നത്. കേരളം മൊത്തം ഇദ്ദേഹം പ്രദാനം ചെയ്യുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ മണ്ഡലം, അദ്ദേഹം തെരഞ്ഞെടുത്ത് വന്ന മണ്ഡലം നെടുമങ്ങാടാണ്. അതൊന്ന് ഓർത്തു വെക്കുക. അടുത്തത് KN ബാലഗോപാൽ, കേരളത്തിലെ നിലവിലെ ധനകാര്യ വകുപ്പ് മന്ത്രിയാണ്. ആര്? KN ബാലഗോപാൽ. അദ്ദേഹം റെപ്രസെന്റ് ചെയ്യുന്ന മണ്ഡലം കൊട്ടാരക്കരയാണ്. അതൊന്ന് ഓർത്തു വെക്കുക. നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ഇളയെടുത്തു സ്വരൂപം എന്നൊക്കെ നമ്മൾ പഠിക്കത്തില്ലേ. ഇളയെടുത്തു സ്വരൂപം എന്നറിയപ്പെടുന്ന, പ്രാചീന കാലത്ത് അറിയപ്പെടുന്നത് കൊട്ടാരക്കരയാണ്. അതൊക്കെ ഒന്ന് ഓർത്തു വെക്കണേ. അപ്പൊ നിലവിലെ KN ബാലഗോപാലിന്റെ പോർട്ട്ഫോളിയോ ധനകാര്യ വകുപ്പ് മന്ത്രി, ട്രഷറി, ലോട്ടറി, സ്റ്റാമ്പ്സ് ആൻഡ് സ്റ്റാമ്പ് ഡ്യൂട്ടീസ്, സംസ്ഥാന ഇൻഷുറൻസ് എന്നീ മേഖലകൾ ആർക്കാണ്? KN ബാലഗോപാലാണ്. അതിൽ ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളത് ധനകാര്യ വകുപ്പ് മന്ത്രി തന്നെയാണ്. അദ്ദേഹത്തിന്റെ മണ്ഡലം മറക്കല്ലേ, കൊട്ടാരക്കര. കൊട്ടാരക്കരയ്ക്ക് ഒത്തിരി കറണ്ട് അഫേഴ്സ് ഉണ്ട്. അതൊക്കെ ഒന്ന് ഓർത്തു വെക്കുക. ഫസ്റ്റ് ക്ലാസ് നമ്മൾ കറണ്ട് അഫേഴ്സ് കൊട്ടാരക്കരയുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നു. വളരെ പ്രധാനപ്പെട്ട പദ്ധതികളൊക്കെ കൊട്ടാരക്കരയ്ക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയി 2024 നവംബർ മാസം അപ്ഡേറ്റ് ആയി വന്നിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ഓർത്തു വെക്കുക. KN ബാലഗോപാൽ. ഓക്കെ, അടുത്തത് വളരെ പ്രധാനപ്പെട്ട 3 വനിതകൾ നമ്മൾ പറഞ്ഞു. 3 വനിതാ മന്ത്രിമാരുണ്ടെന്ന് പറഞ്ഞു. അതിൽ R ബിന്ദു, അവരുടെ പ്രത്യേകത, അവര് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ്, സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ്, സാമൂഹിക നീതി, വളരെ വളരെ പ്രധാനപ്പെട്ട വാക്കാണ്. സാമൂഹിക നീതി വേറെ, സാമൂഹിക ക്ഷേമം വേറെ, രണ്ട് ചോദ്യമാണ്. അപ്പൊ R ബിന്ദുവിന്റെ 3 പോർട്ട്ഫോളിയോ: ഉന്നത വിദ്യാഭ്യാസം, സാങ്കേതിക വിദ്യാഭ്യാസം, സാമൂഹിക നീതി. അവരെ റെപ്രസെന്റ് ചെയ്ത മണ്ഡലം ഇരിങ്ങാലക്കുടയാണ്. R ബിന്ദു റെപ്രസെന്റ് ചെയ്യുന്ന മണ്ഡലം ഒന്ന് ഓർത്തു വെക്കുക. അടുത്തത് J ചിഞ്ചുറാണി അവറുകളാണ്. എല്ലാവരും വ്യക്തിത്വം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവരുടെ പ്രധാനപ്പെട്ട പോർട്ട്ഫോളിയോ: മൃഗസംരക്ഷണ വകുപ്പ്, ക്ഷീരവികസനം, മൃഗശാല, കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി. ചില ആളുകൾ മനസ്സിൽ വിചാരിക്കും ഇതൊക്കെ ഓർക്കാൻ വേണ്ടി വല്ല കോഡുണ്ടോ? കോഡൊക്കെ നമ്മൾ ഇവരുടെ എല്ലാം പ്രത്യേകമായിട്ടുള്ള ക്ലാസ് ഡിസ്കസ് ചെയ്യുമ്പോൾ, ഇപ്പം നമ്മളൊരു റിവിഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. റിവിഷനിൽ നിങ്ങൾ വായിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു? ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് വെക്കുന്നത്, അല്ലാതെ പുതുതായിട്ടൊന്നും പഠിപ്പിക്കുകയല്ല. J ചിഞ്ചുറാണി ഒന്ന് ഓർത്തു വെക്കണം. അവർ റെപ്രസെന്റ് ചെയ്യുന്ന മണ്ഡലം ചടയമംഗലമാണ്. കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിമയുണ്ടല്ലോ, എന്താണ് നമ്മൾ പറയും? ജടായു പ്രതിമ, പക്ഷി പ്രതിമ. അത് ചടയമംഗലത്താണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അവരുടെ റെപ്രസെന്റ് ചെയ്യുന്ന മണ്ഡലം ചടയമംഗലമാണ്. J ചിഞ്ചുറാണിയുടെ 4 പ്രധാനപ്പെട്ട പോർട്ട്ഫോളിയോ മറക്കല്ലേ: മൃഗസംരക്ഷണം, ക്ഷീരവികസനം, മൃഗശാല, പിന്നെ കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റിയാണ്. അടുത്തത് MB രാജേഷാണ്. MB രാജേഷുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിച്ചു. അദ്ദേഹത്തിന്റെ മണ്ഡലം തൃത്താലയാണ്. അദ്ദേഹം റെപ്രസെന്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പോർട്ട്ഫോളിയോ തദ്ദേശ സ്വയംഭരണമുണ്ട്, ഗ്രാമവികസനമുണ്ട്, നഗരാസൂത്രണം, എക്സൈസ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ കില, കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ എന്നറിയപ്പെടുന്ന കില, പാർലമെന്ററി കാര്യ വകുപ്പൊക്കെ ശ്രീ MB രാജേഷ് ആണ്. അതൊന്ന് ഓർത്തു വെക്കുക. അടുത്തത് PA മുഹമ്മദ് റിയാസ്, നിലവിലെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാണ് PA മുഹമ്മദ് റിയാസ്. ടൂറിസം വകുപ്പ് അവർ തന്നെ PA മുഹമ്മദ് റിയാസ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഞാൻ അങ്ങോട്ട് ചോദിച്ചോട്ടെ. ടൂറിസം ഭരണഘടനയോട് ഏത് ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത്? സ്റ്റേറ്റ് ലിസ്റ്റിലാണോ, യൂണിയൻ ലിസ്റ്റിലാണോ, കൺകറന്റ് ലിസ്റ്റിലാണോ, അതോ റെസിജ്വറി പവറിലാണോ? 4 ഓപ്ഷൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഉത്തരമായി ഞാൻ പറയും റെസിജ്വറി പവർ, അല്ലെങ്കിൽ അവശിഷ്ട അധികാരത്തിലാണ് എന്ത് ഉൾപ്പെടുന്നത്? ടൂറിസം ഉൾപ്പെടുന്നത്. സൈബർ നിയമങ്ങൾ ഉൾപ്പെടുന്നത് അവശിഷ്ട അധികാരത്തിലാണ്. ടൂറിസം ഉൾപ്പെടുന്നത് എന്തിനു തന്നെ? അവശിഷ്ട അധികാരത്തിൽ തന്നെ. ഇപ്പൊ PA മുഹമ്മദ് റിയാസുമായി ബന്ധപ്പെട്ട് 2 വകുപ്പ്, പൊതുമരാമത്ത് വകുപ്പും ടൂറിസം വകുപ്പും. മണ്ഡലം ബേപ്പൂരാണ്. ബേപ്പൂർ ഒന്ന് ഓർത്തു വെക്കണേ. അടുത്തത് നിലവിലെ സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി P പ്രസാദാണ്. അവർ കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയുടെയും വെയർഹൌസിംഗ് കോർപ്പറേഷന്റെയും കൃഷി വകുപ്പൊക്കെയാണ് അദ്ദേഹത്തിന്റെ 3 പോർട്ട്ഫോളിയോ. അദ്ദേഹം റെപ്രസെന്റ് ചെയ്യുന്ന മണ്ഡലം ആലപ്പുഴ ജില്ലയിലെ ചേർത്തല മണ്ഡലമാണ്. അപ്പൊ നമുക്ക് വേണ്ടത് P പ്രസാദ്, നിലവിലെ കൃഷി വകുപ്പ് മന്ത്രി അദ്ദേഹമാണ്. അടുത്തത് വളരെ ലേറ്റസ്റ്റ്, ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇത് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പുതിയതാണല്ലോ. പുതിയതെന്ന് പറഞ്ഞാൽ നേരത്തെ നിലവിൽ പട്ടികജാതി, പട്ടികവർഗ, പട്ടികക്ഷേമ വകുപ്പ് കൈകാര്യം ചെയ്യുകയും ദേവസ്വം ബോർഡ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന വ്യക്തി ലോക്സഭയിലേക്ക് പോയി. അപ്പോൾ ലോക്സഭയിലേക്ക് പോകുന്ന സമയത്ത് പുതിയൊരാൾ വരണം. അപ്പം 140 നിയമസഭാ അംഗങ്ങളിൽ നിന്ന് ഒരാൾ പുതുതായിട്ട് വന്നു. അത് OR കേളുവാണ്. നിലവിൽ പട്ടികജാതി, പട്ടികവർഗ, പട്ടികക്ഷേമ വകുപ്പ് മന്ത്രി OR കേളുവാണ്. അദ്ദേഹം റെപ്രസെന്റ് ചെയ്യുന്ന മണ്ഡലം മാനന്തവാടി, വയനാട് ജില്ലയിലെ മാനന്തവാടി മണ്ഡലമാണ്. അതൊന്ന് ഓർത്തു വെക്കുക. പട്ടികജാതി, പട്ടികവർഗ, പട്ടികക്ഷേമ വകുപ്പ് മന്ത്രി നിലവിൽ OR കേളുവാണ്. അത് പ്രധാനപ്പെട്ടതാണ്. അടുത്തത് P രാജീവ്, എറണാകുളം ജില്ലയിലെ കളമശ്ശേരി മണ്ഡലം റെപ്രസെന്റ് ചെയ്യുന്ന P രാജീവ് നിയമവകുപ്പ് മന്ത്രിയാണ്. വ്യവസായ വകുപ്പ് മന്ത്രി. ഈ 2 കാര്യങ്ങളൊന്ന് ഓർത്തു വെക്കണേ: നിയമം, വ്യവസായം. പിന്നെ ബാക്കിയുള്ള 3 നിങ്ങൾ പഠിച്ചെങ്കിലും കുഴപ്പമില്ല. കയർ അദ്ദേഹത്തിന്റെ പോർട്ട്ഫോളിയോ ആണ്.
വാണിജ്യം, മൈനിങ് ആൻഡ് ജിയോളജി. അപ്പം നിയമവും വ്യവസായവും ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം വി ശിവൻകുട്ടി, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പൊതുവിദ്യാഭ്യാസം, തൊഴിൽ, നൈപുണ്യ വികസനം, വ്യാവസായിക ട്രൈബ്യൂണലുകളൊക്കെ പ്രദാനം ചെയ്യുന്ന അദ്ദേഹമാണ് വി ശിവൻകുട്ടി. അദ്ദേഹം റെപ്രസെന്റ് ചെയ്യുന്ന മണ്ഡലം നേമമാണ്. നേമത്തിൽ നിന്ന് നേരത്തെ ഒ രാജഗോപാൽ ആയിരുന്നു BJP അംഗം, അദ്ദേഹം മത്സരിച്ച് തോറ്റു. അതിനുശേഷം വന്നേക്കുന്നത് വി ശിവൻകുട്ടിയാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു, എന്താണ് ഈ കേരള നിയമസഭയിൽ ആദ്യമായി ഒരു BJP അംഗം വരുന്നത് എവിടുന്നാണ്? നേമത്തിൽ നിന്നാണ്. അന്ന് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വന്നതാണ്, അത് വിട്ടേക്ക്, നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. വി ശിവൻകുട്ടി, പൊതുവിദ്യാഭ്യാസം, നിലവിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയാണ്, അന്ന് ഓർത്തു വെക്കണേ. അടുത്തത് VN വാസവനാണ്. VN വാസവൻ 3 പോർട്ട്ഫോളിയോ ഉണ്ട്: സഹകരണ വകുപ്പ്, തുറമുഖം, ദേവസ്വം. അതിൽ 3 ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ദേവസ്വം മന്ത്രിയുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ നമ്മൾ ഹരിവരാസനം എന്നറിയപ്പെടുന്ന ഒരു റേഡിയോ ചാനൽ, ഈ ക്ലാസ്സിൽ തന്നെ ഇപ്പം 4ാമത്തെ തവണയാണ് ഞാൻ പറയുന്നത്. VN വാസവൻ സഹകരണ വകുപ്പ് മന്ത്രി, തുറമുഖ വകുപ്പ് മന്ത്രി, ദേവസ്വം വകുപ്പ് മന്ത്രി. അദ്ദേഹം മണ്ഡലം റെപ്രസെന്റ് ചെയ്ത മണ്ഡലം ഏറ്റുമാനൂരാണ്. കോട്ടയം ജില്ലയിലാണല്ലോ ഏറ്റുമാനൂർ സ്ഥിതി ചെയ്യുന്നത്, ഒന്ന് ഓർത്തു വെക്കുക, VN വാസവൻ. അപ്പോൾ ഇവിടെ ഈ ഒരു ഏരിയ നമ്മൾ പഠിക്കുമ്പോൾ സഹകരണം എന്നറിയപ്പെടുന്ന ഏരിയ മാത്രം ഫോക്കസ് ചെയ്യണം. അതിൽ നമുക്ക് വേണ്ട ചോദ്യങ്ങളുണ്ട്. ഇന്ത്യയിൽ ആദ്യ സഹകരണ, ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്, ഇന്ത്യയിൽ ആദ്യമായിട്ട് സഹകരണ മ്യൂസിയം നിലവിൽ വരുന്നത് അത് കോഴിക്കോടാണ്. ഏഷ്യയിൽ തന്നെ ആദ്യ സഹകരണ മ്യൂസിയം കോഴിക്കോടാണ്. ലോക സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഒരു പിതാവുണ്ട്. ലോക സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് റോബർട്ട് ഓവനാണ്. ഇന്ത്യൻ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഒരു പിതാവുണ്ട്. ഇന്ത്യൻ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഫ്രെഡറിക് നിക്കോൾസൺ ആണ്. കേരള സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഒരു പിതാവുണ്ട്. കേരള സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന AK ഗോപാലനാണ്, ഒന്ന് ഓർത്തു വെക്കുക. അടുത്തത് വീണ ജോർജ്. നമ്മൾ പറഞ്ഞ വനിതകളിൽ 2 വനിതയെ പറ്റി നമ്മൾ പറഞ്ഞു. അത് 3ാമത്തെ വനിത വീണ ജോർജ് ആരോഗ്യ ശിശുക്ഷേമ വകുപ്പ് മന്ത്രിയാണ്. ആരോഗ്യമുണ്ട്, കുടുംബക്ഷേമം, മെഡിക്കൽ യൂണിവേഴ്സിറ്റി, വനിതാ ശിശുക്ഷേമം. നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്? സാമൂഹിക നീതി വകുപ്പ് മന്ത്രിയുണ്ട്, സാമൂഹിക ക്ഷേമ വകുപ്പ് മന്ത്രിയാണ്. സാമൂഹിക ക്ഷേമ വകുപ്പ് മന്ത്രി ആരാണ്? അത് വീണ ജോർജ് ആണ്. സാമൂഹിക നീതി നമ്മൾ നേരത്തെ പറഞ്ഞു, മറക്കരുത്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. സാമൂഹിക ക്ഷേമ വകുപ്പ് മന്ത്രി വീണ ജോർജ് ആണ്. ആരോഗ്യ ശിശുക്ഷേമ വകുപ്പ് മന്ത്രിയാണ് വീണ ജോർജ്. അവർ റെപ്രസെന്റ് ചെയ്യുന്ന മണ്ഡലം ആറന്മുള മണ്ഡലമാണ്. then അടുത്തത് സജി ചെറിയാനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞല്ലോ, നമ്മൾ പറഞ്ഞേക്കുന്ന ഏറ്റവും വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് റിസൈൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് വേണ്ടതല്ല ആ പോയിന്റ്, എന്നിരുന്നാലും പറഞ്ഞു തരുവാണ്. സജി ചെറിയാൻ അദ്ദേഹം നിലവിൽ റെപ്രസെന്റ് ചെയ്യുന്ന മണ്ഡലം ചെങ്ങന്നൂരാണ്. സാംസ്കാരികം, മത്സ്യബന്ധനം, ഫിഷറീസ് സർവകലാശാല, യുവജനകാര്യം. അപ്പൊ നിലവിലെ കേരളത്തിലെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ആരാണ്? സജി ചെറിയാനാണ്. അദ്ദേഹത്തിന്റെ ഈ പറയുന്ന സുപ്രീം കോടതിയല്ല, ഭരണഘടനാ പരാമർശവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെതിരെ വളരെ പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അനുകൂലമായിട്ടല്ല പ്രതികൂലമായിട്ട് കോടതിയുടെ നിർദ്ദേശമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഏരിയ ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക. അടുത്തത് ഗണേഷ് കുമാർ, ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതായത് ഏറ്റവും ലേറ്റസ്റ്റ് പോർട്ട്ഫോളിയോ വരുന്ന, നമ്മൾ ഈ പറയുന്ന പോർട്ട്ഫോളിയോ റീഅറേഞ്ച്മെന്റ് ചെയ്യുമ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയി വന്നിരിക്കുന്നത് ഗണേഷ് കുമാറാണ്. ഗതാഗത വകുപ്പ് മന്ത്രിയാണ്. മോട്ടോർ വാഹന വകുപ്പ്, ജലഗതാഗതം, പിന്നെ ഗതാഗതം. ഇത് അദ്ദേഹം റെപ്രസെന്റ് ചെയ്യുന്ന മണ്ഡലം പത്തനാപുരമാണ് മണ്ഡലം, ഒന്ന് ഓർത്തു വെക്കുക. ഗണേഷ് കുമാർ നിലവിലെ ഗതാഗത വകുപ്പ് മന്ത്രിയാണ്, ഒന്ന് ഓർത്തു വെക്കുക. അടുത്തത് പ്രതിപക്ഷ നേതാവാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അദ്ദേഹം റെപ്രസെന്റ് ചെയ്യുന്ന മണ്ഡലം പറവൂറാണ്. അപ്പം മന്ത്രിസഭ മാത്രമല്ല നമ്മൾ പറഞ്ഞ പ്രതിപക്ഷ നേതാവിനെ കൂടി നമ്മൾ പറഞ്ഞു, വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പം അവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. ഇപ്പം നമ്മൾക്കറിയാം പരീക്ഷയ്ക്കൊക്കെ ചോദിക്കുന്ന ഒരു ഏരിയ, ഇപ്പം മന്ത്രിസഭ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ പ്രതിപക്ഷ സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാക്കന്മാർ, പ്രതിപക്ഷ മേഖലയിലുള്ള ആളുകളെ പറ്റിയൊക്കെ നമ്മൾ പഠിക്കും. കാരണം എന്താണെന്നറിയോ? ഈ പ്രതിപക്ഷ നേതാവിന് വളരെ പ്രസക്തിയുണ്ട്. പ്രതിപക്ഷ അംഗങ്ങൾക്ക് പ്രസക്തിയുണ്ട്. അപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. അദ്ദേഹം റെപ്രസെന്റ് ചെയ്യുന്ന മണ്ഡലം പറവൂറാണ്. അതൊന്ന് ഓർത്തു വെക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ, ഈ പറയുന്ന ഇത്രയും കേരള നിയമസഭയുമായി ബന്ധപ്പെട്ട മന്ത്രിസഭാ പദവികളും ആ മന്ത്രിസഭകളിലെ മന്ത്രിമാരും അവർ റെപ്രസെന്റ് ചെയ്യുന്ന മണ്ഡലവും പ്രതിപക്ഷ നേതാവിന്റെ മണ്ഡലം വരെ ഞാൻ ഡിസ്കസ് ചെയ്തു. ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർത്തു വെക്കുക. വരാൻ പോകുന്ന പരീക്ഷയിൽ നമുക്കൊരു മാർക്ക് ഉറപ്പിക്കാൻ വേണ്ടി വേണം. ഓക്കെ, അപ്പൊ നമ്മൾ പറയുന്ന കേരള മന്ത്രിസഭ നമുക്ക് തീർത്തു. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് വേണ്ടത് കേന്ദ്ര മന്ത്രിസഭയാണ്. 2024 നിലവിൽ വന്ന കേന്ദ്ര മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട ആദ്യം 18ാം ലോക്സഭയാണെന്ന് ഓർത്തു വെക്കണം. കേന്ദ്ര മന്ത്രിസഭയെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ആദ്യം നമുക്ക് ഇതിന്റെ PDF നോട്ട് ടെലഗ്രാം ഗ്രൂപ്പിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക. ഓക്കെ, പ്രധാനമന്ത്രി ഉൾപ്പെടെ 30 ക്യാബിനറ്റ് മന്ത്രിമാർ, അതായത് പ്രധാനമന്ത്രി ഉണ്ട്, 30 ക്യാബിനറ്റ് മന്ത്രിമാരുണ്ട്, സ്വതന്ത്ര ചുമതലയുള്ള 5 സഹമന്ത്രിമാർ, 36 സഹമന്ത്രിമാർ.
സ്വതന്ത്ര ചുമതലയുള്ള 5 സഹമന്ത്രിമാരുണ്ട്. പിന്നെ 36 സഹമന്ത്രിമാർ ഉൾപ്പെടുന്നതാണ് കേന്ദ്ര മന്ത്രിസഭ. ഇതൊരു സ്റ്റേറ്റ്മെന്റ് ഔട്ട്ലൈൻ ആയിട്ട് നിങ്ങളുടെ മൈൻഡിൽ വേണം. പിന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. അദ്ദേഹത്തിനുള്ളത് അറ്റോമിക് എനർജി വകുപ്പ് അദ്ദേഹത്തിൻ്റെയാണ്. ബഹിരാകാശ വകുപ്പ് കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് ഈ ഒരു ചോദ്യം കേട്ടോ. നമ്മളെ കുഴപ്പിച്ച് കളയും. ആൻസറായിട്ട് വരുന്നത് ബഹിരാകാശ വകുപ്പ്. നിലവിലെ കേന്ദ്ര ബഹിരാകാശ വകുപ്പ്. അറ്റോമിക് എനർജി വകുപ്പ് ഒക്കെ ആർക്കാണ്? നരേന്ദ്രമോദിക്കാണ്. പിന്നെ പേഴ്സണൽ പൊതുപരിഹാരം, പേഴ്സണൽ പെൻഷൻ വകുപ്പ്, അത് തുടങ്ങിയിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ഒന്ന് ഓർത്തു വെക്കുക. പിന്നെ എല്ലാ സുപ്രധാന നയപ്രശ്നങ്ങളും മറ്റു മന്ത്രിമാർക്ക് നൽകിയിട്ടില്ലാത്ത മുഴുവൻ വകുപ്പുകളും ആർക്കാണ്? പ്രധാനമന്ത്രിക്കാണ്. ഇന്ത്യയുടെ റിയൽ എക്സിക്യൂട്ടീവ് എന്നറിയപ്പെടുന്നത് പ്രധാനമന്ത്രിയാണ്. വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്, മറക്കല്ലേ. ഓക്കെ, അദ്ദേഹം റെപ്രസെന്റ് ചെയ്യുന്ന മണ്ഡലം വാരണാസിയാണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ പ്രധാനപ്പെട്ട മന്ത്രിമാര് രാജ്നാഥ് സിംഗ് പ്രതിരോധം, അമിത്ഷാ ആഭ്യന്തരം, സഹകരണ മന്ത്രാലയം. മറക്കരുത്, സഹകരണ വകുപ്പ് എന്നറിയപ്പെടുന്ന കാര്യം പഠിക്കുമ്പം ഇന്ത്യ മഹാരാജ്യത്ത് ആദ്യമായിട്ടാണ് കേന്ദ്രത്തിൽ ഒരു സഹകരണ വകുപ്പ് ഫോം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ സഹകരണ വകുപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അമിത്ഷയാണ്. ഡോക്ടർ എസ് ജയശങ്കറാണ് വിദേശകാര്യം. നിതിൻ ഗഡ്കരി റോഡ് ഗതാഗത ദേശീയപാത തുടങ്ങിയ സംവിധാനങ്ങളൊക്കെ നിങ്ങൾ നിർമ്മലാ സീതാരാമൻ ധനകാര്യം കോർപ്പറേറ്റ് കാര്യ വകുപ്പ്. അതുകൊണ്ട് തന്നെ നിർമ്മലാ സീതാരാമനെ ഡിസ്കസ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ പഠിക്കേണ്ടത് എന്തോന്നറിയോ? ഇന്ത്യയിൽ ആദ്യമായിട്ട് ഡിജിറ്റൽ ബജറ്റ് അവതരിപ്പിച്ചത്, ഇന്ത്യയിൽ ആദ്യമായിട്ട് കേന്ദ്ര ഡിജിറ്റൽ ബജറ്റ് അവതരിപ്പിച്ചത് നിർമ്മലാ സീതാരാമനാണ്. നമുക്കറിയാം, ബജറ്റ് എന്നറിയപ്പെടുന്ന ഒരു വാക്ക് ഈ പറയുന്ന ഭരണഘടനയിലില്ല. ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ AFS എന്നാണ് ബഡ്ജറ്റിലുള്ളത്. ആർട്ടിക്കിൾ 112 വളരെ ഇമ്പോർട്ടന്റ് ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ്. ആർട്ടിക്കിൾ 112 ക്ലാസ് തുടങ്ങിയ സമയം നമ്മൾ ഡിസ്കസ് ചെയ്തു. ബജറ്റുമായി ബന്ധപ്പെട്ട് തുല്യ ബജറ്റ്, അസന്തുലിത ബജറ്റ്. അസന്തുലിത ബജറ്റ് എന്ന് പറയുമ്പോൾ 2 ഏരിയ പഠിക്കും. ഒന്ന് കമ്മി ബജറ്റ്, മറ്റൊന്ന് മിച്ച ബജറ്റ്. ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ. അപ്പം നിർമ്മലാ സീതാരാമൻ നിലവിൽ ധനകാര്യ വകുപ്പ് മന്ത്രി, കോർപ്പറേറ്റ് കാര്യ വകുപ്പ് ആര് തന്നെ? നിർമ്മലാ സീതാരാമൻ. ധർമ്മേന്ദ്ര പ്രധാനാണ് വിദ്യാഭ്യാസം. വേറെ ഒന്നും നിങ്ങൾ അലയിക്കേണ്ട. വിദ്യാധനം സർവധനാൽ പ്രധാനം എന്നാണല്ലോ നമ്മൾ പറയുന്നത്. അത് തന്നെ ഒരു ലോജിക്കായിട്ട് ഓർത്തു വെച്ചാൽ മതി. പിന്നെ വീരേന്ദ്രകുമാർ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി. അന്നപൂർണദേവി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വനിതാ ശിശു വികസനമാണ്. അങ്ങനെ തുടങ്ങിയ കുറച്ച് പോർട്ട്ഫോളിയോ ഒന്ന് വായിച്ചു വെച്ചേക്കണം. ഇതിനകത്തു നിന്നൊക്കെ ചോദ്യമുണ്ട്. പിന്നാണ്ട് ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് പഠിക്കാൻ എളുപ്പമാണ്. ടൂറിസം വകുപ്പ് മന്ത്രി. സാംസ്കാരിക വകുപ്പ്. സാംസ്കാരിക വകുപ്പ് പറയുമ്പോൾ കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം തൃശ്ശൂരാണല്ലോ. തൃശ്ശൂർ പൂരമൊക്കെ ഓർത്തു വെക്കണമല്ലോ. അപ്പൊ തൃശ്ശൂർ പൂരത്തിന് ഏറ്റവും നമുക്ക് നമ്മുടെ കാഴ്ചയ്ക്ക് കുളിർമയേകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സംവിധാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ആനയുടെ തിടമ്പാണ്. ഗജം അതൊന്നും ഗജേന്ദ്രം. ഓക്കെ, ആൻസർ ആയിട്ട് വേണ്ടത് സാംസ്കാരികം. ഹാളി കയറുമ്പോൾ ഇങ്ങനെയൊക്കെ ഓർത്തു വെക്കണം. പറഞ്ഞല്ലോ, നമ്മൾ പറഞ്ഞ ചോദ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട ചോദ്യങ്ങളിൽ ഏറ്റവും പ്രസക്തമായിട്ടുള്ള കണ്ടന്റ് ആണ് ഈ പറയുന്നത്. ഈ പോർട്ട്ഫോളിയോ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനുശേഷം നമുക്ക് വേണ്ടത് ഈ പറയുന്ന പോർട്ട്ഫോളിയോ ഒക്കെ ഒന്ന് വായിച്ചു വെച്ചേക്കുക. പിന്നെ കേന്ദ്ര മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്തത് 2024 ജൂൺ 9-നാണ്. ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രി കെ റാം മോഹൻ റായിഡു ആണ്. ഏറ്റവും പ്രായം കൂടിയ മന്ത്രി ജിതൻ റാം മാഞ്ചി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. പിന്നെ ക്യാബിനറ്റ് പദവിയുള്ള വനിതാ മന്ത്രിമാരുണ്ട്. പിന്നെ ക്യാബിനറ്റ് പദവിയുള്ള വനിതാ മന്ത്രിമാരുണ്ട്. നിർമ്മലാ സീതാരാമൻ ധനകാര്യം കോർപ്പറേറ്റ് കാര്യം. ക്യാബിനറ്റ് പദവിയുള്ള 2 വനിതാ മന്ത്രിമാരാണ് ഉള്ളത്. മൊത്തം ആകെ വനിതാ മന്ത്രിമാര് 7 പേരുണ്ട്. ഓക്കെ, അപ്പൊ നിർമ്മലാ സീതാരാമൻ നിലവിൽ ധനകാര്യം കോർപ്പറേറ്റ് കാര്യം. അന്നപൂർണ ദേവി ഉണ്ട്. അത് വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രിയാണ് അന്നപൂർണ ദേവി. ഇവർക്ക് 2 പേർക്ക് ക്യാബിനറ്റ് പദവിയുണ്ട്. ക്യാബിനറ്റ് പദവിയുള്ള വനിതാ മന്ത്രിമാരാണ്. ഈ പറഞ്ഞ നിർമ്മലാ സീതാരാമൻ ലോക്സഭാംഗമല്ല, രാജ്യസഭാംഗമാണ്. അത് മറക്കരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ 18ാം ലോക്സഭയുമായി ബന്ധപ്പെട്ട് ഫസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കണ്ടന്റ് തന്നെയാണ്. 18ാം ലോക്സഭയിൽ 7 ക്യാബിനറ്റ് വനിതാ മന്ത്രിമാർ ഉൾപ്പെടെ 7 വനിതാ മന്ത്രിമാരുണ്ട്, മറക്കരുത്. ഓക്കെ, ദെൻ 74 വനിതാ MP-മാരാണ് നിലവിൽ 18ാം ലോക്സഭയിലുള്ളത്. ആകെ MP-മാരുടെ 13.63% 74 വനിതാ MP-മാരുണ്ട്. അതൊന്ന് ഓർത്തു വെക്കുക. പിന്നെ വനിതാ സഹമന്ത്രിമാരെ ഒന്ന് ഓർത്തു വെക്കണേ. അത് അനുപ്രിയ സിംഗ് പട്ടേലുണ്ട്, നിബുബൽ ഭംഗനിയുണ്ട്, സാവിത്രി ഠാക്കൂർ ഉണ്ട്. പിന്നെ 2 വ്യക്തികൾ കൂടി ഓർത്തു വെക്കുക. വളരെ വളരെ പ്രധാനപ്പെട്ട ചോദ്യം. 2024 കേന്ദ്ര മന്ത്രിസഭയിലെ 2 മലയാളി സാന്നിധ്യം. ഒന്ന് സുരേഷ് ഗോപി സഹമന്ത്രി സ്ഥാനമാണ്. കേന്ദ്ര പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ്, ടൂറിസം. ഈ 3 പോർട്ട്ഫോളിയോ ആണ് അദ്ദേഹത്തിനുള്ളത്. കേന്ദ്ര സഹമന്ത്രിയാണ് സുരേഷ് ഗോപി. ഒന്ന് ഓർത്തു വെച്ചേക്കുക. അദ്ദേഹം റെപ്രസെന്റ് ചെയ്യുന്ന മണ്ഡലം തൃശ്ശൂർ മണ്ഡലമാണ്. അന്ന് ഓർത്തു വെക്കണം. ജോർജ് കുര്യൻ ഉണ്ട്. ജോർജ് കുര്യൻ സഹമന്ത്രിയാണ്.
സഹമന്ത്രി സ്ഥാനത്താണ് ജോർജ് കുര്യനുള്ളത്. ന്യൂനപക്ഷ കാര്യം, ഫിഷറീസ്, മൃഗസംരക്ഷണം, ക്ഷീരോത്പാദനം, ഇത്ര ഏരിയയാണ് നമ്മൾ കവർ ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു കേന്ദ്ര മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട മുഴുവൻ കണ്ടന്റ് നമ്മൾ ഡിസ്കസ് ചെയ്യണം. യാഥാർത്ഥ്യത്തിൽ ഇതിനിടയ്ക്കുള്ള ഓരോ പോർട്ട്ഫോളിയോ നമ്മൾ വായിച്ചങ്ങ് വിട്ടിയത്, പിന്നെ 2-3 ഏരിയ നമ്മൾ സ്കിപ്പ് ചെയ്തു. ഇതിൻ്റെ എല്ലാം നോട്ടുണ്ട്. പറഞ്ഞല്ല പരീക്ഷയാണ്, കൂടുതൽ പറഞ്ഞ് ടെൻഷനാക്കുന്നില്ല. വരാൻ പോകുന്ന മുഴുവൻ പരീക്ഷകളിലും ഉന്നത റാങ്ക് നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇനിയും നമ്മൾ ഓരോ ടോപ്പിക്കും അപ്ലോഡ് ചെയ്യും. അതിനകത്ത് കേരള ഹിസ്റ്ററി വരും, കേരള നവോത്ഥാനം വരും, എക്കണോമിക്സ് വരും. ഞങ്ങളാൽ പറ്റുന്ന മുഴുവൻ കണ്ടന്റും നിങ്ങളിലേക്ക് എത്തുവാണ്. അപ്പോൾ ആത്മാർത്ഥമായി പഠിക്കുക. വരാൻ പോകുന്ന മുഴുവൻ പരീക്ഷകളിലും ഉന്നത റാങ്ക് നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.